ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ ഇന്നത്തെ വിഷയം തന്നെ പുതിയ തലമുറയെ കുറിച്ചാണ്, യുവാക്കൾ യുവതികളെ കുറിച്ചാണ്. അവരുടെ പോക്ക് എങ്ങോട്ടാണ് എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു പ്രമേയവുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യാനാണ്. ഈ വിഷയം നാം ചർച്ച ചെയ്യുമ്പോൾ എന്റെ മുമ്പിലുള്ള പ്രായമുള്ള ആളുകൾ അല്ലെങ്കിൽ കുട്ടികളൊക്കെ വിചാരിക്കും ഞങ്ങളെ കുറിച്ചല്ലല്ലോ പറയുന്നത്, ഇന്ന് യുവാക്കളെ കുറിച്ച് യുവതികളെ കുറിച്ച് ആണല്ലോ പറയുന്നത് എന്ന് മനസ്സിലാക്കി ഞങ്ങളുടെ ആവശ്യം ഇവിടെ ഇല്ല എന്നാരും ചിന്തിച്ചു പോകരുത്. പ്രായമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സമ്പന്നമായ ഒരു യുവത്വം കിട്ടിയവരാണ്. ആ യുവത്വത്തിൽ സംഭവിച്ചു പോയ, കഴിഞ്ഞുപോയ നാളുകളിൽ സംഭവിച്ച പാപക്കറകളെ ഈ ഒരു സദസ്സുകൊണ്ട് ഉന്മൂലനം ചെയ്യാനും അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ മുമ്പിൽ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് കഴിഞ്ഞുപോയ നാളുകളിൽ വന്നു ഭവിച്ചു പോയിട്ടുള്ള പാപക്കറകളെ ശുദ്ധീകരിക്കാനും പറ്റുന്ന ഒരിടമായി നാം അതിനെ കണക്കാക്കണം. യുവത്വത്തിലേക്ക് കാൽവെപ്പ് നടത്തുന്ന ചെറിയ മക്കൾ ചിന്തിക്കേണ്ടത്, ഞങ്ങൾ ആ ഒരു പ്രതലത്തിലേക്ക്, ആ ഒരു തലത്തിലേക്ക് ഞങ്ങൾ കാലെടുത്തു വെക്കുകയാണ്. അതുകൊണ്ട് ആത്മീയ ആന്തോളനങ്ങൾ അലയടിക്കുന്ന അങ്ങനെ ഒരു ആത്മീയ സമ്പന്നമായ ഒരു യുവത്വം ഞങ്ങൾക്കും ആവശ്യമാണ് എന്നുള്ള ആത്മാർത്ഥതയോടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളും മുഴുവൻ ആളുകളും ആബാലവൃദ്ധം ജനങ്ങളും ഈ സദസ്സിനെ വീക്ഷിക്കണമെന്ന് ഞാൻ ആമുഖമായി അഭ്യർത്ഥിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യുവത്വം എന്നുള്ളത് അള്ളാഹുവിന്റെ ദുനിയാവിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രമേയമാണ്. കേവലം മനുഷ്യർക്ക് മാത്രമല്ല അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് യുവത്വം നൽകിയിട്ടുള്ളത്. അങ്ങനെ ആരും തെറ്റിദ്ധരിച്ചു പോകരുത്. സൗണ്ട് നിങ്ങൾക്ക് തിരിയുന്നുണ്ടോ? ഞാൻ പറയുന്നത് നിങ്ങൾക്ക് തിരിയുന്നുണ്ടോ? ഓക്കെ അല്ലേ? ഏറ്റവും സമ്പന്നമായ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രമേയമാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ യുവത്വം എന്ന് പറയുന്നത്. കേവലം മനുഷ്യർക്ക് മാത്രമുള്ള ഒരു പ്രമേയമല്ല. അള്ളാഹുവിന്റെ അനന്തകോടി സൃഷ്ടികളുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ നമ്മുടെ കണ്ണിൽ ചേതനയുള്ളതും അചേതനവുമായ ഏതെല്ലാം അള്ളാഹുവിന്റെ അമൂല്യങ്ങളായ പടപ്പുകളുണ്ടോ എല്ലാറ്റിനും യുവത്വമുണ്ട് നാം മനസ്സിലാക്കണം. എന്താണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ യുവത്വത്തിന്റെ ഡെഫിനിഷൻ? എന്താണ് അതിന്റെ താരീഫ്? എന്താണ് അതിന്റെ നിർവചനം? യുവത്വം എന്ന് പറഞ്ഞാൽ അള്ളാഹു പടച്ചിട്ടുള്ള പടപ്പുകളിൽ എന്താണ് യുവത്വം എന്ന് ചോദിച്ചാൽ, ആ പടപ്പുകളെ സൃഷ്ടിച്ചതിൽ അള്ളാഹു ഉദ്ദേശിക്കുന്ന പ്രയോജനം ചിന്തിക്കണം. അള്ളാഹു ഉദ്ദേശിക്കുന്ന പ്രയോജനം ഏറ്റവും കൂടുതൽ ആരോഗ്യ സമ്പന്നമായി പ്രതിഫലിക്കേണ്ടുന്ന ഒരു സമയമാണ് അവന്റെ യുവത്വം, അല്ലെങ്കിൽ ആ വസ്തുവിന്റെ യുവത്വം. ഞാൻ പറഞ്ഞു വരുന്നത്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എല്ലാറ്റിനും യുവത്വമുണ്ട്. വൃക്ഷങ്ങൾക്കുണ്ട് യുവത്വം, നമുക്കറിയാം. സസ്യങ്ങൾക്കുണ്ട് യുവത്വം. സുന്ദരമായ ഒരു പുഷ്പവാടിയിലേക്ക് നാം കടന്നു ചെന്നാൽ എപ്പോഴും നമുക്ക് സുഗന്ധമൂറുന്ന, നമ്മുടെ നാസാരന്ധ്രങ്ങൾക്ക് ആസ്വാദനം ലഭിക്കുന്ന, നമുക്ക് കാണാൻ ആനന്ദം പകരുന്ന പുഷ്പങ്ങൾ എപ്പോഴും സുന്ദരമായിട്ട് ഇങ്ങനെ പൂവിട്ട് നിൽക്കുന്ന ഒരു കാഴ്ച കാണാൻ സാധ്യമല്ല. ഒരു പുഷ്പം അത് പൂവിട്ട് സുന്ദരമായ ഒരു കാഴ്ച നമുക്ക് പ്രദാനം ചെയ്യുമ്പോൾ, തുച്ഛമായ നാളുകൾ കഴിയുമ്പോൾ അതിന്റെ ആരോഗ്യ സമ്പന്നമായ ഇതളുകൾ താഴേക്ക് കൊഴിഞ്ഞു വീഴുന്നതായി കാണാം. അതിന്റെ യുവത്വം നഷ്ടപ്പെട്ടു എന്നാണ് നാം മനസ്സിലാക്കാനുള്ളത്. എന്റെ പ്രിയപ്പെട്ടവരെ, ഏതൊക്കെ വൃക്ഷങ്ങൾ പരിശോധിച്ചാലും എല്ലാ കാലവും എക്കാലവും ആ വൃക്ഷങ്ങൾ അതിൽ നിന്നും ഫലം നൽകുകയില്ല. ഒരു നിശ്ചിതമായ കാലം കഴിഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതിന്റെ ഫലങ്ങൾ കുറഞ്ഞു പോകും. അങ്ങനെ ഏതൊക്കെ വസ്തുവിനെ സംബന്ധിച്ച് ശാസ്ത്രം പറയുന്നത്, 15 കോടി കിലോമീറ്ററുകൾക്കപ്പുറത്ത് നിന്ന് 8.5 മിനിറ്റ് കൊണ്ട് പ്രകാശം തരുന്ന സൂര്യനുണ്ടല്ലോ, സൺറൈസ്, സൂര്യപ്രകാശമുണ്ടല്ലോ, ആ സൂര്യന്റെ ആയുസ്സിന്റെ ഏതാണ്ട് പകുതി എത്തി എന്നാണ് ശാസ്ത്രം പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ യുവത്വ സമ്പൂർണമായ സമയമാണ് സൂര്യനുള്ളത്. ഇനി സൂര്യന്റെ പ്രകാശത്തിന് ചില മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ട് എന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ശാസ്ത്രം നിഗമിക്കുമ്പോ ഏതൊക്കെ വസ്തുക്കളെ പരിശോധിച്ചാലും യുവത്വമുണ്ട് എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരറിവ് നാം സമ്പാദിച്ചു വെക്കേണ്ടത് അനിവാര്യമാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ പ്രധാനപ്പെട്ട യുവത്വം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത് അതീവമായ അമൂല്യമായ
അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളിൽ ഏറ്റവും മർമ്മപ്രധാനമായിട്ടുള്ള ഒന്നാണ്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ ലോകത്തിലേക്ക് പറന്നു വിട്ടത് എന്തിനാ? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ, എന്റെ മുമ്പിലുള്ള ചെറുപ്പക്കാർ, എന്റെ പരിസരത്തുള്ള പെങ്ങന്മാർ, നിങ്ങളൊക്കെ ഒരുപാട് വാഴ കേൾക്കുന്നവരാ, ഒരുപാട് പ്രഭാഷണം കേൾക്കുന്നവരാ, ഒരുപാട് വിജ്ഞാന സമ്പന്നമായ സദസ്സുകളെ സമീപിക്കുന്നവരാ, അള്ളാഹുവിന്റെ ദീനിനെ സ്നേഹിക്കുന്നവരാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരുപാട് സദസ്സുകളിൽ പോയി എന്നതുകൊണ്ട് മാത്രം ഒരു യുവാവിനും യുവതിക്കും രക്ഷപ്പെടാൻ സാധ്യമല്ല. സദസ്സുകളിൽ കടന്നു വരുമ്പോൾ അള്ളാഹു പ്രത്യേകമായ പ്രതിഫലം നൽകും. അവിടെ ഇരുന്നുറങ്ങിപ്പോയാൽ പോലും, ക്ഷീണം കൊണ്ട് ഇൽമിന്റെ സദസ്സിൽ ഉറക്കം വന്നാൽ പോലും, അവന്റെ 40 ദുരാചാര സദസ്സുകളിൽ പങ്കെടുത്ത്, അനാവശ്യ സദസ്സുകളിൽ പങ്കെടുത്ത്, 40 അങ്ങനെയുള്ള സദസ്സുകളിൽ പങ്കെടുത്ത പാപം ഒരു വിജ്ഞാനത്തിന്റെ സദസ്സ് കൊണ്ട് അത് പ്രാശ്ചിത്തമായി നൽകുമെന്ന് ഹബീബേ ഖുദാ മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് ഞാൻ പറയുന്നത് കേവലം പ്രതിഫലം ഇല്ല എന്നതല്ല, മറിച്ച് ഒരുപാട് സദസ്സുകളിൽ പങ്കെടുത്തത് കൊണ്ട് മാത്രം നമ്മുടെ ജീവിതത്തിൽ ആത്മീയമായ ഒരു വിപ്ലവത്തിന്റെ തിരുനാളത്തെ കത്തിക്കാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ നമുക്കൊണ്ട് സാധിക്കുകയില്ല. അതിനെക്കുറിച്ച് നാം സ്വമേധയാ സ്വന്തം ശരീരത്തോട്, സ്വന്തം വ്യക്തി ജീവിതത്തോട്, സ്വന്തം കുടുംബ ജീവിതത്തോട്, സ്വന്തം സാമൂഹികമായ കാഴ്ചപ്പാടുകളോട് എൻ്റെ പ്രിയപ്പെട്ടവരെ ആഴത്തിൽ ഒരു അപഗ്രഥനം നടത്താതെ എനിക്കും നിങ്ങൾക്കും രക്ഷപ്പെടാൻ പറ്റൂല. എന്റെ പരിസരത്തുള്ള യുവതികളും യുവാക്കളും ഗൗരവത്തോടെ ചിന്തിക്കണം. ഇതൊരിടത്താവളമാണ്. ഈ ഇടത്താവളത്തിൽ നമുക്ക് സമ്പാദിക്കാൻ ഏറെ സമ്പാദ്യങ്ങൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തന്നിട്ടുണ്ട്. ഇവിടെ നാം ഉദ്ദേശിച്ചതുപോലെയുള്ള മുതലുകൾ അത് യഥാർത്ഥ സമ്പാദ്യമല്ല എന്ന് എന്റെ വാക്കല്ല, വിശുദ്ധമായ ഖുർആനിന്റെ വാക്ക്. അൽ മാലു വൽ ബനൂൻ സീനത്തുൽ ഹയാത്തി ദുനിയ. ദുനിയാവിലെ വസന്തവും വർണ്ണവും മാത്രമാണ് സമ്പത്തും സന്താനങ്ങളുടെ പ്രൗഢിയും എന്ന് അള്ളാഹുവിന്റെ ഖുർആൻ പറയുമ്പോൾ, അള്ളാഹുവിന്റെ ഖുർആൻ ചേർത്തങ്ങ് പറയുന്നു, എന്താണ് അനന്തമായ ലോകത്തിൽ കൊണ്ടുപോകുവാനും ഒരു മനുഷ്യനെ അള്ളാഹു ആരോഗ്യമെന്ന അമൂല്യമായ സമ്പത്ത് തന്ന് സൃഷ്ടിച്ച് പറഞ്ഞു വിട്ടപ്പോൾ ആ ആരോഗ്യം കൊണ്ട് എന്ത് സമ്പാദ്യമാണ് പരലോകത്തേക്ക് കൊണ്ടുപോകാൻ പറ്റുന്നത് എന്നും അള്ളാഹു തആല വേർതിരിച്ച് മനസ്സിലാക്കി തരുകയാ. വൽ ബഖിയാത്തുസ് സ്വാലിഹാത്ത്, കൊണ്ടുപോകാനുള്ളത് സ്വാലിഹായ സൽക്കർമ്മമാണ്. അള്ളാഹുവിന്റെ അടുക്കലേക്ക് കൊണ്ടുപോകാനുള്ളത്, പടച്ചവന്റെ മുമ്പിൽ പ്രതിഫലിക്കുന്നത്, അള്ളാഹു റബ്ബുൽ ഇസ്സത്തിന്റെ മുമ്പിൽ പ്രകാശിക്കുന്നത് സ്വാലിഹായ സൽക്കർമ്മമാ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട യുവാക്കൾ, എൻ്റെ പ്രിയപ്പെട്ട യുവതികൾ, എൻ്റെ ശബ്ദം ഇപ്പോൾ ശ്രവിക്കുന്നവർ, പിന്നീടൊരു സമയത്ത് ഏതെങ്കിലും സംവിധാനത്തിലൂടെ ശ്രവിക്കാൻ അള്ളാഹു ഇടയാക്കിയാൽ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മുഴുവൻ ആളുകളോടും ഞാൻ പറയുകയാ, അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഒരു മനുഷ്യനെ പറഞ്ഞു വിട്ടപ്പോൾ ആ ജന്മത്തോടുകൂടി ആ മനുഷ്യൻ ജനിച്ചു വീഴുന്നതിനോടുകൂടി എല്ലാ കഴിവുകളും അള്ളാഹു കൊടുക്കുന്നില്ല. വിഷയം വളരെ ഗൗരവപ്പെട്ടതാണ്. അത് ചിന്തയോടുകൂടി കേൾക്കണം. കേവലം ഒരു നിരർത്ഥ പ്രഹസന പ്രവർത്തന പ്രഭാഷണവും സദസ്സുമായിട്ട് തതപ്പതിച്ചു പോകരുത്. അങ്ങനെ ഏതെങ്കിലും ഒരു അലങ്കാരത്തിന് വേണ്ടി വന്ന ആളുമല്ല. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, മനസ്സു തുറന്ന് കേൾക്കാൻ തയ്യാറാകണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. മനസ്സിലാവുന്നുണ്ടോ? റേഞ്ച് ഉണ്ടോ? 2 പോയിന്റ് കിട്ടിയാൽ മതി. തീരെ അങ്ങോട്ട് റേഞ്ച് ഇല്ലാതായാൽ പിന്നെ വിളിച്ചാൽ കേൾക്കൂല. ഒരു 2 കട്ടയൊക്കെ കിട്ടിയാൽ ഓക്കെ. ഫുൾ റേഞ്ചൊക്കെ വരുന്നവരുണ്ടാവും. ഇൻഷാ അല്ലാഹ് അള്ളാഹു അവർക്ക് തീരുമാറാകട്ടെ. അത് ശ്രദ്ധിക്കുന്നതനുസരിച്ച് അള്ളാഹു റേഞ്ച് വരും. അള്ളാഹു നമ്മുടെ റേഞ്ച് ആത്മീയമായ ഭാഗത്തിൽ പൂർണ്ണമാക്കി തീരുമാറാകട്ടെ. പല സ്ഥലത്തും റേഞ്ച് ഇപ്പോൾ കൂടുതലാണ്. അത് എന്തിൻ്റെ വിഷയത്തിലാണെന്ന് ഇൻഷാ അല്ലാഹ് നമുക്ക് സമയമുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യാം. ഇപ്പോൾ നമുക്കിവിടെ വേണ്ടത് നിങ്ങൾ ഞാനുമായിട്ടുള്ള റേഞ്ചാണ്. അള്ളാഹു അവർക്ക് നൽകുമാറാകട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ജനിച്ചു വീഴുമ്പോൾ സമ്പൂർണമായ കഴിവുകൾ അവൻ അല്ലാഹു കൊടുക്കുന്നില്ല. ലോകത്തിലെ ഏറ്റവും അത്ഭുതകരമായ ജീവിയാണ് മനുഷ്യൻ. ചിന്തിക്കണേ, ലോകത്തിൽ ഏറ്റവും മഹാത്ഭുതങ്ങളുടെ അത്ഭുതങ്ങളുടെ മഹാത്ഭുതമാണ് മനുഷ്യൻ. ആ മനുഷ്യനെക്കാളും അത്ഭുതം ലോകത്ത് അല്ലാഹു പടച്ച ഒരു സൃഷ്ടിക്കുമില്ല. അതെന്തുകൊണ്ടാണ് എന്ന് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെ അതിൻ്റെ ആഴങ്ങളെ അപഗ്രഥിക്കാനുള്ള സമയമില്ല. ആ ഒരു വസ്തുത നാം മനസ്സിലാക്കണം. ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതമാണ് മനുഷ്യൻ എന്ന് പറയുന്ന സൃഷ്ടി. ഫതബാറകല്ലാഹു ബിഅഹ്സനിൽ ഖാലിഖീൻ. സുന്ദരമായ സൃഷ്ടിപ്പ്, അത്ഭുതകരമായ സൃഷ്ടിപ്പ്, അനിർവചനീയമായ സൃഷ്ടിപ്പ്, അമൂല്യമായ സൃഷ്ടിപ്പ് ആ മനുഷ്യന്റെ കാര്യത്തിൽ അല്ലാഹു തആല നടത്തിയിട്ടുള്ളത്. ഒരു കുറ്റവും കുറവില്ല, സമ്പൂർണമായ സൃഷ്ടിപ്പ്. ഈ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു ഈ ലോകത്തേക്ക് പറഞ്ഞു വിട്ടത് അള്ളാഹുവിന് ആരാധനകൾ അർപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ.
അപ്പൊ പടച്ച തമ്പുരാന് ആരാധനകൾ അർപ്പിക്കുക എന്ന ഏറ്റവും ആധ്യാത്മികമായ അടിസ്ഥാനപരമായ ഉദ്ദേശ ലക്ഷ്യത്തോടെ പടച്ചവൻ പറന്നുവിട്ട അടിമകളും അടിയാറുകളും ഉടമയായ തമ്പുരാന്റെ മുമ്പിൽ ശിരസ് നമിക്കേണ്ട കുനിക്കേണ്ട പാവപ്പെട്ടവരായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ ശിരസ് കുനിക്കാനുള്ള കഴിവ് ഒരു കുട്ടി ജനിച്ചു വീഴുമ്പോൾ കിട്ടുന്നില്ല. ഈ ലോകത്തുള്ള മനുഷ്യനല്ലാത്ത മുഴുവൻ പടപ്പുകളും മുഴുവൻ സൃഷ്ടികളും മുഴുവൻ ചരാചരങ്ങളും മുഴുവൻ അനന്തമായ അമൂല്യമായ പടച്ചവൻ വിധാനിച്ചിട്ടുള്ള മുഴുവൻ വിഭവങ്ങളും എന്റെ പ്രിയപ്പെട്ടവരെ മനുഷ്യർക്ക് വേണ്ടിയിട്ടാണ്. ചിന്തിക്കണം, മനുഷ്യനെ ഈ ലോകത്തിലുള്ള ഏതെങ്കിലും മറ്റ് ജീവികൾക്ക് വേണ്ടിയിട്ട് പടച്ചിട്ടില്ല. ചിന്തിക്കണം, ഈ ലോകത്തിലുള്ള ഏതെങ്കിലും വൃക്ഷങ്ങൾക്ക് വേണ്ടി മനുഷ്യനെ പടച്ചിട്ടില്ല. ഈ ലോകത്തിലുള്ള ആകാശമണ്ഡലത്തിന് വേണ്ടി മനുഷ്യനെ പടച്ചിട്ടില്ല. ഈ ലോകത്തിലുള്ള ഭൂമിയുടെ 3/4% സാഗരത്തിന് വേണ്ടി മനുഷ്യനെ പടച്ചിട്ടില്ല. എന്നാലോ മനുഷ്യനല്ലാത്ത മുഴുവൻ പടപ്പുകളും ആർക്ക് വേണ്ടിയിട്ടാ? ഈ മനുഷ്യന് വേണ്ടിയിട്ടാ. ഈ മനുഷ്യൻ വളരെ കാര്യപ്പെട്ട ജീവിയാണെന്ന് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം അതാ. എന്റെ പ്രിയപ്പെട്ടവരെ, മനുഷ്യന്റെ ദൗത്യമേതാ? ഈ പറയപ്പെട്ട എല്ലാ വിഭവങ്ങളും എന്റെ അവകാശവാദമല്ല. അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നു, ഖലഖലകും മാ ഫിൽ അർദി ജമീആ. ആകാശഭൂമികളിലുള്ള മുഴുവൻ വസ്തുക്കളും അതിൻ്റെ ഇടയിലുള്ള മുഴുവൻ വസ്തുക്കളും മനുഷ്യരെ നിങ്ങൾക്ക് പ്രയോജനത്തിന് വേണ്ടിയിട്ടാണെന്ന് അള്ളാഹുവിന്റെ ഖുർആൻ പറയുമ്പോൾ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു പോയിന്റ് ഞാൻ പറയട്ടെയോ? പലപ്പോഴും പല വിഷയത്തിലും പലരും ചിന്തിച്ചിരുന്നു, ഈ ലോകത്തിലുള്ള എല്ലാ മനുഷ്യന് ഉപകാരപ്രദമാണോ? നിങ്ങൾക്കറിയുമോ, ലോകത്തിൽ അതേ 7 ഭൂഖണ്ഡങ്ങൾ, ഭൂമിയുടെ 7 കഷ്ണങ്ങൾ, 7 ഭൂഖണ്ഡങ്ങളാണ്, 7 വൻകരകളാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കെല്ലാം അറിയാം, ഏഷ്യ, ആഫ്രിക്ക, തെക്കേ അമേരിക്ക, വടക്കേ അമേരിക്ക, ഓസ്ട്രേലിയ, അന്റാർട്ടിക്ക തുടങ്ങുന്ന 7 എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഭൂഖണ്ഡങ്ങൾ. ഈ ഭൂഖണ്ഡങ്ങളിൽ അന്റാർട്ടിക്ക എന്ന് പറയുന്ന ഐസിന്റെ പാളികൾ മാത്രമുള്ള ഒരു പ്രദേശമുണ്ട്. എന്താ പറഞ്ഞത്? അന്റാർട്ടിക്ക എന്ന് പറയുന്ന ഐസുകളുടെ പാളികൾ മാത്രമുള്ള ഒരു പ്രദേശം ഭൂമിയുടെ ഒരു ഭാഗത്ത് അല്ലാഹു സംവിധാനിച്ചിട്ടുണ്ട്. അവിടെ മനുഷ്യന് പാർക്കാൻ സാധ്യമല്ല, അവിടെ എല്ലാ ജീവികൾക്കും പാർക്കാൻ സാധ്യമല്ല. അവിടെ പാർക്കുന്നത് പെൻഗ്വിൻ പോലെയുള്ള വളരെ പ്രധാനപ്പെട്ട ജീവികളല്ലാതെ, കയ്യിലെണ്ണാൻ പറ്റുന്ന ജീവികളല്ലാതെ മറ്റൊരു ജീവികളും ഐസിന്റെ പാളികളാൽ നിർമ്മിക്കപ്പെട്ട അത്ഭുതകരമായ ആ ഭൂഖണ്ഡത്തിൽ ഇല്ല. ശാസ്ത്രം ആദ്യം ഓരോ ഭൂഖണ്ഡങ്ങളെ സംബന്ധിച്ചും പഠിച്ചുകൊണ്ട് പറഞ്ഞു, എല്ലാ ഭൂഖണ്ഡങ്ങളും മനുഷ്യന് ഏതെങ്കിലും തരത്തിൽ ഉപകാരമാണ്. പക്ഷേ ഒരു മനുഷ്യന് കാലുകുത്താൻ പോലും സാധ്യമല്ലാത്ത അന്റാർട്ടിക്ക എന്ന് പറയുന്ന ഭൂഖണ്ഡം, അത് മനുഷ്യന് ഉപകാരമില്ലാത്തതാണ് എന്ന് ആദ്യം ശാസ്ത്രം പറഞ്ഞിരുന്നു. എന്നാൽ അത്യാധുനിക സജ്ജീകരണങ്ങളും ടെക്നോളജികളും അത് ഡെവലപ്പായതിനു ശേഷം അവർ കാര്യമായ കാഴ്ചപ്പാടോടെ, ഉന്നതമായ ചിന്തയോടെ, അന്വേഷണ ത്വരതയോടെ മുന്നോട്ട് പോയപ്പോൾ അവർ പറഞ്ഞത് എന്താണെന്നറിയുമോ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ? അന്റാർട്ടിക്ക എന്ന് പറയുന്ന ഐസിന്റെ പാളികളാൽ രൂപപ്പെടുത്തപ്പെട്ട ഈ ഒരു പ്രതലമില്ലായിരുന്നെങ്കിൽ ഭൂമിയിൽ ഒരൊറ്റ മനുഷ്യനും ജീവിക്കാൻ സാധ്യമല്ല. എന്തിനാ ഇത് പറഞ്ഞത്? ഖലഖലകും മാ ഫിൽ അർദി ജമീഅ. ഭൂമിയിലുള്ള എല്ലാ വസ്തുക്കളും, ആകാശത്തിന്റെയും ഭൂമിയുടെയും ഇടയിലുള്ള മുഴുവൻ വസ്തുക്കളും മനുഷ്യരെ നിങ്ങൾക്ക് പ്രയോജനമുള്ളതാണെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പറയുമ്പോൾ ഒരു സൃഷ്ടിക്കും പറയാൻ സാധ്യമല്ല ഈ വസ്തു മനുഷ്യന് പ്രയോജനമില്ല എന്ന് പറയാൻ സാധ്യമല്ല. എന്റെ പ്രിയപ്പെട്ടവരെ, അവർ പറഞ്ഞത് എന്താ? അന്റാർട്ടിക്ക എന്ന് പറയുന്ന ഭൂഖണ്ഡം അത് മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതലമാണ്, ഒരു പ്രദേശമാ. എന്തുകൊണ്ടാ അതിനവര് പേരിട്ടത് AC എന്നാണ്? ഭൂമിയുടെ എയർ കണ്ടീഷൻ ഐസിന്റെ പാളി കൊണ്ട് കോടിക്കണക്കിന് കിലോമീറ്ററുകൾക്കപ്പുറത്തു നിന്ന് അതാ നമ്മുടെ ഭൂമിയിലേക്ക് കടന്നു വരുന്ന സൂര്യന്റെ രശ്മികളുണ്ടല്ലോ, ആ സൂര്യന്റെ താപത്താൽ ഈ ഭൂമി
ഭൂമി ചൂട് പിടിക്കാതിരിക്കാൻ വേണ്ടി അള്ളാഹു വെച്ചിട്ടുള്ള AC സംവിധാനമാണ് ആ പ്രധാനപ്പെട്ട ഭൂഖണ്ഡമെന്ന് ശാസ്ത്രം പിന്നീട് പറയുമ്പോൾ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഖുർആനിനെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നവരെ നമുക്ക് പറയാം, ഖലഖലകും മാ ഫിൽ അർദി ജമീഅ. ഞാൻ ആ ഭാഗം വിശദീകരിക്കുന്നില്ല. ഞാനൊരു പോയിന്റ് പറഞ്ഞത്, ആ കൂട്ടത്തില് ആർക്കും ഒരു വിഷയത്തിലും സംശയം തോന്നണ്ട. ഇങ്ങനെ എല്ലാ വസ്തുക്കളും മനുഷ്യരുടെ ജീവിതത്തിന് വേണ്ടിയിട്ട് അല്ലാഹു തആല സംവിധാനിച്ചതാ. മനുഷ്യനോ അല്ലാഹുവിന് വേണ്ടിയിട്ടുള്ളതാ. ഈ അല്ലാഹുവിന് വേണ്ടിയിട്ട് ആരാധനകൾ അർപ്പിക്കാൻ വേണ്ടി പടച്ച തമ്പുരാൻ പറന്നുവിട്ട മനുഷ്യൻ, ആ ആരാധനകൾ, ആ മനുഷ്യന്റെ പ്രവർത്തനങ്ങളിൽ, ആ മനുഷ്യന്റെ പ്രായത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലനത്തോടെ, പ്രകാശത്തോടെ പ്രതിഫലിപ്പിക്കാൻ പറ്റുന്ന ഒരു സമയമാണ് the youth. അവന്റെ യുവത്വ സമയം, അവന്റെ യുവത്വ സമയം. ഞാൻ പറഞ്ഞു അതിന്റെ ഡെഫിനിഷൻ. അള്ളാഹു പടച്ച ഒരു പടപ്പിന്, ആ പടപ്പിന് എന്തിനു വേണ്ടിയിട്ട് പടച്ചോ, ആ പടപ്പിൽ നിന്ന് എന്ത് പ്രയോജനമാണോ പടച്ചവൻ ഉദ്ദേശിക്കുന്നത്, ആ പ്രയോജനം കൂടുതലായി കിട്ടുന്ന ഒരു സമയത്തിനാണ് യുവത്വം എന്ന് പറയുന്നത്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എന്തിനാ മനുഷ്യനെ അള്ളാഹു പടച്ചത്? അള്ളാഹുവിനെ ആരാധിക്കാൻ. ഈ ആരാധനകൾ ആരോഗ്യ സമ്പൂർണമായി നല്ല കർമ്മശേഷി, കർമ്മോത്സുകരായിട്ട് പടച്ച തമ്പുരാന്റെ മുമ്പിൽ ഒരു യുവാവായ, ഒരു യുവതിയായ, ഒരാണോ പെണ്ണോ റബ്ബിന്റെ മുമ്പിൽ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈകെട്ടുമ്പോൾ അവർക്കുണ്ടാകുന്ന ഉത്സാഹം പോലെ പ്രായമുള്ള ആളുകൾക്ക് ഉണ്ടാവൂല. കുട്ടികൾക്ക് അത്ര കോൺസെൻട്രേഷൻ കിട്ടൂല, പ്രായമുള്ളവർക്ക് അത്ര ഉത്സാഹം കിട്ടൂല. യുവാവാണ്, യുവതിയാണ് പടച്ച തമ്പുരാന്റെ മുമ്പിൽ ഏറ്റവും ഉത്സാഹത്തോടുകൂടി പടച്ചവനിലേക്ക് ഓടിയെടുക്കാൻ പറ്റുന്ന പരിപക്വമായ ഒരു പ്രായം അവർക്കാണ്. അതുകൊണ്ടാണ് ഇത്രയും കരുത്തുറ്റ യുവത്വം അള്ളാഹു നൽകുന്നതിന് മുമ്പ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അവന് ചില ഘട്ടങ്ങളെ അള്ളാഹു താല അഭിമുഖീകരിക്കാനുള്ള ചില ഘട്ടങ്ങളെ അള്ളാഹു താല കൊടുത്തു. ഏതാണ് ആ ഘട്ടം? ഞാനത് ആദ്യം പറഞ്ഞത് ശ്രദ്ധിക്കുന്നുണ്ടോ? ജനിച്ചു വീഴുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ പറയപ്പെട്ട കഴിവുകൾ അവനില്ല. ഘട്ടം ഘട്ടമായിട്ട് അള്ളാഹു കഴിവ് കൊടുത്തു. എന്നാലോ മൃഗങ്ങളുടെ അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. മൃഗങ്ങളുടെ അവസ്ഥ, ഒരു കോഴിമുട്ടയിൽ നിന്നും വിരിഞ്ഞ് പുറത്തേക്ക് വരുന്ന കോഴിക്കുഞ്ഞ് ആരും ഓടാൻ പഠിപ്പിക്കണ്ട, ആരും നടക്കാൻ പഠിപ്പിക്കണ്ട, ആരും പിടിച്ചു നടത്തണ്ട, ആരും സൈക്കിൾ വാങ്ങിക്കൊടുക്കണ്ട, ആരും പ്രത്യേകമായ പ്രൊട്ടക്ഷൻ കൊടുക്കണ്ട. അത് ഓടി നടക്കുക. മുട്ടയിൽ നിന്ന് പുറത്തേക്ക് പുറപ്പെട്ട കോഴിക്കുഞ്ഞ് എന്റെ പ്രിയപ്പെട്ടവരെ പരസഹായമില്ലാതെ, ആരുടെയും സഹായമില്ലാതെ സ്വന്തമായിട്ട് അപ്പോൾ തന്നെ ഓടി നടക്കുകയാ. ഞാനിപ്പോ മുട്ടയിൽ നിന്ന് വിരിഞ്ഞതല്ലേ ഉള്ളൂ, കുറച്ചു നേരം ഒന്ന് ഇരിക്കട്ടെ, പതുക്കെ ഒന്ന് നടക്കാം. ഇല്ല, മുട്ടയിൽ നിന്ന് പൊട്ടി പുറപ്പെട്ട ഉടൻ തന്നെ അതങ്ങനെ അതിന് കൊടുത്ത കാലുകൾ കൊണ്ടത് ചുറ്റി നടക്കുകയാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു പശുക്കിടാവ്, ഒരു പശുക്കുട്ടി പ്രസവിക്കപ്പെട്ടാൽ ആ കുട്ടിയുടെ അമ്മിഞ്ഞ അതിന്റെ മാതാവാകുന്ന പശുവിന്റെ ആ മാർവിടത്തിലേക്ക് കടന്നുപോയിട്ട് അത് ഈമ്പി കുടിക്കുകയാ. ആര് പഠിപ്പിച്ചു? ആരും തല കൊണ്ടുപോയിട്ട് അവിടെ കൊണ്ടുവെക്കണ്ട. ആ പശുക്കിടാവിനെ ഏതെങ്കിലും ഒരു ജലാശയത്തിലേക്ക് ഇട്ടാൽ അവിടെ കിടന്ന് നീന്തി തുടിക്കുന്നതായി കാണാം. ആരും നീന്തൽ പഠിപ്പിക്കണ്ട. എന്നാലോ എന്റെ പ്രിയപ്പെട്ടവരെ, ജനിച്ചു വീഴുന്ന ഈ ലോകം ഏതൊരു ടീമിന് വേണ്ടി പടക്കപ്പെട്ടോ, ഏതൊരു അത്ഭുതകരമായിട്ടുള്ള മനുഷ്യനാണോ, ഈ മനുഷ്യൻ ജനിച്ചു വീണാൽ ഈ മനുഷ്യൻ ആകെ അറിയാൻ പറ്റുന്ന ഒരു പ്രവർത്തനം എന്താ? കരയാനറിയാം. ആ കരച്ചില് കാണണം, അപ്പോഴാ നമുക്ക് സന്തോഷം. നിങ്ങൾ ആലോചിക്കണേ, കരച്ചിൽ കണ്ടെങ്കിലേ നമുക്ക് സന്തോഷമാവും. പ്രസവിച്ച് വീഴുമ്പോൾ കരഞ്ഞില്ലെങ്കിൽ നമുക്ക് ബേജാറാണ്. അപ്പൊ അവര് കരയുമ്പോൾ നമ്മൾ ചിരിക്കും. പിന്നെ അവരെല്ലാവരെയും കരയിച്ചുകൊണ്ട് പോകേണ്ടത് ചിരിച്ചുകൊണ്ടാണോ കരഞ്ഞുകൊണ്ടാണോ എന്ന് അത് നമ്മൾ പിന്നെ തീരുമാനിക്കും. എന്താ പറഞ്ഞത്? എല്ലാ ആളുകളെയും ചിരിപ്പിച്ചുകൊണ്ട് അവര് കരഞ്ഞുകൊണ്ട് പുറത്തു വന്നു. ഇനി എല്ലാ ആളുകളെയും കരയിപ്പിച്ചു പോകുമ്പോൾ പോകുന്ന ആള് കരയണോ ചിരിക്കണോ എന്ന് തീരുമാനിക്കേണ്ടത് ഇതിന്റെ ഇടയിലാണ്. അതിനു വേണ്ടിയിട്ട് അള്ളാഹു തന്നിട്ടുള്ളതാണ് ഈ ആരോഗ്യം. അള്ളാഹു ചിന്തിക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ആലോചിക്കണം, ഇത്രയും കഴിവുള്ള മനുഷ്യൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവൻ ഒരുപാട് കഴിവ് കൊടുത്തിട്ടുണ്ട്.
അവൻ ഒരുപാട് കഴിവ് കൊടുത്തിട്ടുണ്ട്. ഈ കഴിവുകളിൽ പല ഘട്ടങ്ങളായിട്ട് ആ പടച്ച തമ്പുരാൻ അവന് കഴിവ് കൊടുക്കുന്നത്. നിങ്ങളൊന്ന് ചിന്തിക്കണേ സഹോദരങ്ങളെ, ഒന്നാലോചിക്കണേ സഹോദരങ്ങളെ. മാതാവിന്റെ ഗർഭഗൃഹത്തിൽ 9 മാസവും 11 ദിവസവും കിടന്നതിന് ശേഷം ചോരക്കുഞ്ഞായി പുറത്തേക്ക് കടന്നു വരുന്ന ഓമനത്തമുള്ള മുഖമുണ്ടല്ലോ, കരയാനല്ലാതെ മറ്റൊന്നും അറിയാത്ത പിഞ്ചുകുഞ്ഞുണ്ടല്ലോ. ആ ശൈശവത്തിലൂടെ, ബാല്യത്തിലൂടെ, യൗവനത്തിലൂടെ, യുവത്വത്തിലൂടെയാ കടന്നു വരുന്നത് സഹോദരങ്ങളെ. ബാല്യമെന്ന് പറയുന്ന ഒരു ഘട്ടം മുമ്പ് കടത്തിവിട്ടു പടച്ച തമ്പുരാൻ. ശൈശവം എന്ന് പറയുന്ന ഒന്നും അറിയാത്ത ഘട്ടം കടത്തിവിട്ടു പടച്ച തമ്പുരാൻ. പിന്നെയാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവന്റെ സുന്ദരമായ യുവത്വത്തിലേക്ക് അല്ലാഹു തആല കൊണ്ടുവരുന്നത്. ആദ്യമായിട്ട് എല്ലാ കഴിവുകളും ചിന്തിക്കണേ സഹോദരങ്ങളെ. ആദ്യമായിട്ടൊരു മനുഷ്യ മാതാവിന്റെ ഗർഭാശയത്തിൽ നിന്നും ഒരു കുഞ്ഞു പുറത്തേക്ക് പിറന്നു വീഴുമ്പോ എല്ലാ കഴിവുകളും വേണമെങ്കിൽ പടച്ചവന് കൊടുക്കാമായിരുന്നു. അതിന് കഴിവുള്ളവനാ തമ്പുരാ. ഇന്നല്ലാഹ അലാ കുല്ലി ശൈഇൻ ഖദീർ. അല്ലാഹു എല്ലാറ്റിനും കഴിവുള്ളവനാ. പടച്ചവൻ എല്ലാറ്റിനും കഴിവുള്ളവനാ. പടച്ചവൻ പുരാൻ എന്ത് ചെയ്തെന്നറിയുവോ? കഴിവുകേടുകളാ ആദ്യം കൊടുത്തത്. ആ കഴിവുകേടുകളുടെ മേച്ചിൽ പുറങ്ങളിലൂടെ കടന്നുപോയിട്ടാ പിന്നെ കരുത്തുറ്റ യുവത്വത്തിലേക്ക് മനുഷ്യൻ കടന്നു വരുന്നത്. എന്തിനാ ചെറുപ്പക്കാരാ? പൊന്നുമോനെ ഗൗരവത്തോടെ ചിന്തിച്ചോ. 20, 25, 30 വയസ്സൊക്കെ ആകുമ്പോൾ നല്ല ആരോഗ്യ ദൃഢഗാത്തനായ ചെറുപ്പക്കാരനായി മാറുമ്പോൾ, മധുര 17കാരിയായി മാറുമ്പോൾ റബ്ബിനെ മറന്നു പോകാതിരിക്കാനാ. നിനക്കിപ്പോൾ നല്ല മസിൽ പവർ ഉണ്ട് ചെറുപ്പക്കാരാ. നിനക്ക് നല്ല സ്ട്രോങ് ഉള്ള ബോഡിയുണ്ട് ചെറുപ്പക്കാരാ. നീ ജിംനേഷ്യത്തിലൊക്കെ പോയിട്ട് നിന്റെ പാർട്സുകളെല്ലാം നല്ല രൂപത്തിൽ നീ രൂപപ്പെടുത്തിയിട്ടുണ്ട് ചെറുപ്പക്കാരാ. പൊന്നു പെങ്ങളെ, കണ്ണാടിയുടെ മുമ്പിൽ ഒരുപാട് ക്രീമുകളുണ്ട് പൊന്നുമോളെ. നീ അതാ നിന്റെ പിരകം നീ ത്രെഡിങ്ങും പ്ലക്കിങ്ങും ഒക്കെ നടത്തിയിട്ട് ഒരുപാട് ക്രീമുകൾ ഉപയോഗിച്ചുകൊണ്ട് അന്യപുരുഷന്മാരെ തന്റെ വലയിലേക്ക് ആകർഷിപ്പിക്കാൻ വേണ്ടിയിട്ട് മണിക്കൂറുകളോളം കണ്ണാടിയുടെ മുമ്പിൽ അണിഞ്ഞൊരുങ്ങുന്ന പ്രിയപ്പെട്ട പെങ്ങള്, ഗൗരവത്തിലൊന്ന് ചിന്തിച്ചോ പൊന്നുമോളെ. ഈ കഴിവ് നിനക്ക് എപ്പോഴാ വന്നത്? ഈ മാംസളമായ ഭാഗങ്ങൾ എപ്പോഴാ വന്നത്? ഈ ആരോഗ്യ സമ്പന്നമായ സമയം എപ്പോഴാ വന്നത്? എന്തിനാണ് റബ്ബുൽ ഇസ്സത്ത് കടന്നുപോയ ചെറിയ കാലങ്ങളെ കുറിച്ച് കഴിവില്ലാത്തൊരു സമയം എന്തിനാ കൊടുത്തതെന്നറിയുവോ? ഈ ലോകത്ത് വെല്ലുവിളി നടത്താതിരിക്കാൻ വേണ്ടിയിട്ടാ, പടച്ചവനെ മറക്കാതിരിക്കാൻ വേണ്ടിയിട്ടാ. ആരോഗ്യവും കഴിവും സമ്പത്തും സമ്പന്നമായ ജീവിതവും കാണുമ്പോ ഞാനെല്ലാം തികഞ്ഞവനാണല്ലോ, ഞാൻ എല്ലാം തികഞ്ഞവനായി, എനിക്കൊരു പ്രശ്നവുമില്ല എന്ന് ചിന്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാ. എന്തുകൊണ്ട്? അവൻ തിരിഞ്ഞൊന്ന് നോക്കുമ്പോൾ, അവൻ വന്ന വഴികളിലൂടെ, കടന്നു വന്ന വഴികളിലൂടെ അവനൊന്ന് ചിന്തിച്ചു നോക്കുമ്പോൾ ഒരു കഴിവുമില്ലായിരുന്നു. ഖുലിഖൽ ഇൻസാനു ദഈഫ. ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ഞാൻ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കാര്യമായിട്ട് പല ആളുകളും ചിന്തിക്കുന്നത് ഞാൻ ഈ ഭൂമിയിലെ കാര്യപ്പെട്ട ആള് എന്നാലോ ഈ ഭൂമിയുടെ അവസ്ഥ തന്നെ എത്രയോ തുലോം തുച്ഛമാണ്. ഈ ഭൂമിയുടെ അവസ്ഥ തന്നെ വളരെ ചെറുതാണ്. അണ്ടകടാകത്തിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സംവിധാനിച്ചിട്ടുള്ള മറ്റുള്ള കോടിക്കണക്കിന് ഗാലക്സികൾ, നക്ഷത്രങ്ങൾ, നക്ഷത്ര സമൂഹങ്ങൾ, ആ കുടുംബങ്ങളിലുള്ള അംഗങ്ങൾ, അവകളുടെ എണ്ണങ്ങളും അവകളുടെ വ്യാപ്തികളും അവകളുടെ പിണ്ഡങ്ങളും അവകളുടെ വ്യാസങ്ങളും നോക്കുമ്പോൾ ഈ ഭൂമി തുലോം തുച്ഛമാണ്. 50,000 കോടി നക്ഷത്ര അംഗങ്ങൾ വീതമുള്ള 50,000 കോടി നക്ഷത്ര അംഗങ്ങൾ വീതമുള്ള മെമ്പേഴ്സ് ഉള്ള 40,000 കോടി കുടുംബങ്ങൾ ഈ അണ്ടകടാഹത്തിലുണ്ട്. നക്ഷത്ര കുടുംബങ്ങൾ. എത്ര കുടുംബങ്ങൾ? 40,000 കോടി നക്ഷത്ര കുടുംബങ്ങളുണ്ട്. ഓരോ കുടുംബത്തിൽ എത്ര പേരാ? 50,000 കോടി നക്ഷത്രങ്ങൾ വീതമുള്ള 40,000 കോടി നക്ഷത്ര കുടുംബങ്ങൾ അണ്ടകടാഹത്തിലുണ്ട്. അതിൻ്റെ ഇടയിൽ ഭൂമിയുടെ സ്ഥാനം ഒരു തരി മൺതരിയുടെ സ്ഥാനം മാത്രമാണ്. അവിടെ താമസിക്കുന്ന നമ്മുടെ സ്ഥാനമോ? അപ്പൊ പിന്നെ ആർക്കാ അഹങ്കരിക്കാൻ തോന്നുക? ആർക്കാണ് അഹങ്കരിക്കാൻ തോന്നുക? ആർക്കാണ് വെല്ലുവിളിക്കാൻ തോന്നുക? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എന്റെ മുമ്പിലുള്ള പ്രിയപ്പെട്ട പെങ്ങളെ, വളരെ ഗൗരവത്തിലൊന്ന് ചിന്തിക്കണേ, വളരെ ഗൗരവത്തിലൊന്ന് ചിന്തിക്കണേ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തന്നതായി ആരോഗ്യം പടച്ചവൻ തന്ന പവറാ. വെല്ലുവിളിക്കാൻ നിനക്ക് അവകാശമില്ല, അഹങ്കരിക്കാൻ നിനക്ക് അവകാശമില്ല. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, പരിസരത്തുള്ള പള്ളിയിൽ നിന്നും സുന്ദരമായ ബാങ്ക് കേൾക്കുമ്പോൾ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഹയ്യാ അലസ്സലാ,
ഹയ്യാലൽ ഫലാ. സുന്ദരമായ ബാങ്ക് കേൾക്കുമ്പോൾ നീ അതാ കടത്തിണ്ണയിൽ ഇരുന്നു കൊണ്ട് കളിയും തമാശയും പറന്നുകൊണ്ട് ആ പള്ളിയിലേക്കൊന്ന് മുഖം കൊടുക്കാതെ തിരിഞ്ഞിരിക്കുന്ന ചെറുപ്പക്കാരാ, ആ പള്ളിയിൽ വിളിച്ച ബാങ്കിന് ഉത്തരം കൊടുക്കാതെ തിരിഞ്ഞിരിക്കുന്ന ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, പല പേരും പറഞ്ഞ് കൃത്യമായി നിസ്കാരമില്ലാതെ മുന്നോട്ട് പോകുന്ന പ്രിയപ്പെട്ട പെങ്ങളെ, ഒന്ന് ആലോചിക്കണേ, ആലോചിക്കണേ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തന്നതായി ആരോഗ്യം, പടച്ചവൻ തന്നതായി സമ്പന്നമായ സമയം, ഇതിനൊക്കെ കുറിച്ച് അല്ലാഹു ചോദിക്കും. ഇതിനൊക്കെ കുറിച്ച് അല്ലാഹു ചോദിക്കും. പോക്കെങ്ങോട്ടാ? ഈ പുതിയ തലമുറയുടെ പോക്കെങ്ങോട്ടാ? ഈ പുതിയ യുവാക്കളുടെ പോക്കെങ്ങോട്ടാ? ഈ പുതിയ ജനറേഷനിലെ യുവതികളുടെ പോക്കെങ്ങോട്ടാ? പറഞ്ഞാൽ തീരൂല. എന്തല്ല ജ്വരവാ ചെറുപ്പക്കാരാ. ഇൽമിന്റെ സദസ്സിന് നിനക്ക് വല്ല ആത്മീയമായിട്ടുള്ളൊരു ആവേശം കിട്ടുന്നുണ്ടോ? ഒരു വിജ്ഞാനത്തിന്റെ സദസ്സിൽ കടന്നു വന്നിട്ട് തിരിച്ചു പോകുമ്പോൾ ഇൻഷാ അല്ലാഹ് എൻ്റെ ജീവിതത്തിന് ആത്മീയമായ ഒരു പരിവേഷം ഉണ്ടാക്കിയെടുക്കണം, മാറ്റമൊക്കെ ഉണ്ടാകണം. ഞാൻ ഇങ്ങനൊന്നും ജീവിച്ചാൽ പോരാ. ഒരു നിരർത്ഥമായി ഒരു കന്നുകാലി ജീവിക്കുന്നത് പോലെ, ഒരു നാൽക്കാലി ജീവിക്കുന്നത് പോലെ ജീവിച്ചാൽ പോരാ. എൻ്റെ ജീവിതത്തിന് ഒരു വ്യക്തമായ ദിശാബോധം ഉണ്ടാകണം എന്നൊക്കെ ഒരു ഇൽമിൻ്റെ സദസ്സിൽ നിന്ന് കേട്ടിട്ട്, കേവലം ആസ്വാദനത്തിനല്ലാതെ, ആത്മാർത്ഥമായി കേട്ടിട്ട്, അഭിപ്രായത്തിനല്ലാതെ നിന്റെ ആവശ്യമാണെന്ന രൂപത്തിൽ കേട്ടിട്ട് ചിന്തിക്കാൻ തയ്യാറായിട്ടുള്ള എത്ര ചെറുപ്പക്കാരൻ്റെ മുമ്പിലുണ്ട്? ഏതെങ്കിലും ഒരു വിഷയങ്ങളും പടച്ചവനെ ആ വിഷയത്തിൽ എനിക്കൊന്ന് റെഡിയാവണം, ആ ഒരു പോയിന്റ് എൻ്റെ ജീവിതത്തിൽ ഉപകാരപ്പെടുത്തണം, ആ ഒരു വിഷയം എൻ്റെ ജീവിതത്തിൽ മാറ്റൊലി മുഴക്കണം എന്ന് ചിന്തിക്കുന്ന ആളുകൾ എത്രയുണ്ട്? ആത്മാർത്ഥമായിട്ടൊന്ന് ചിന്തിച്ചു നോക്കിയേ. ഏതെല്ലാം വിഷയത്തിൽ ആത്മാർത്ഥതയും. നിങ്ങൾ ആലോചിക്കണേ, തൊട്ടടുത്ത ദിവസം വേൾഡ് കപ്പിന്റെ സെമി ഫൈനൽ കഴിഞ്ഞു. കുട്ടികൾ പറഞ്ഞിട്ട് അറിഞ്ഞതാ, വേൾഡ് കപ്പിന്റെ സെമി ഫൈനൽ. കുറെ കോഴയും വിവാദവും തട്ടിപ്പും പ്രശ്നവും ഒക്കെ ഉണ്ടായപ്പോൾ കുറെ ആളുകൾ എന്തായിരുന്നാലും അതിനോടൊരു ഇറിറ്റേഷനോട് കൂടി കണ്ടതായിരുന്നു ക്രിക്കറ്റ്. പിന്നെ ഇപ്പൊ വേൾഡ് കപ്പ് അല്ലേ, എന്തായിരുന്നാലും ഇന്ത്യ അല്ലേ, അപ്പുറത്ത് ഓസ്ട്രേലിയ അല്ലേ, ഒന്ന് കാണാതിരിക്കുന്നത് എങ്ങനെയാ ഉസ്താദ് എന്നൊക്കെ ചിന്തിക്കുന്ന ചില ചെറുപ്പക്കാർ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്ത് ദുരവസ്ഥയാണെന്നറിയുമോ? ഓസ്ട്രേലിയ അടിച്ചുകൂട്ടിയ വലിയ സ്കോറ്, ആ സ്കോറിനെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിലെ ചില കളിക്കാർ അവര് മറികടക്കാൻ വേണ്ടി ഇന്ത്യയിൽ തമിഴ്നാട്ടിൽ വെല്ലൂരിലുള്ള ഒരു ചെറുപ്പക്കാരൻ തന്റെ നാവ് മുറിച്ച് തന്റെ ദേവിയുടെ ക്ഷേത്രത്തിന്റെ മുമ്പിൽ കൊണ്ടുപോയി വെച്ചു. ഈ പറഞ്ഞ ഒന്നോ രണ്ടോ ദിവസം എന്നായിരുന്നു ലോകകപ്പ്? ഇന്നലെയോ ഈ ഫൈനൽ, സെമി ഫൈനൽ മെനിഞ്ഞാന്ന് നടന്ന സംഭവം ഞാൻ പറയുന്നത്. 2 വർഷത്തിന് മുമ്പോ കാലപ്പഴക്കം ചെന്ന ഏതെങ്കിലും കാര്യത്തെ പൊടിതട്ടിയെടുക്കുകയല്ല. മെനിഞ്ഞാന്ന് നടന്ന എത്രത്തോളം തലയ്ക്ക് പിടിച്ചു പോയി ഈ പുതിയ തലമുറ, ഈ പുതിയ യൂത്ത്, ഈ പുതിയ യുവത എങ്ങോട്ടാണെന്ന് ചിന്തിക്കാൻ വേണ്ടി പറയുകയാ. തന്റെ രാജ്യം ജയിക്കാൻ വേണ്ടി ജഗദീശ്വരനായ നാഥൻ തനിക്ക് കൊടുത്ത നാവുണ്ടല്ലോ, ആ നാവ് മുറിച്ചെടുത്തിട്ട് താൻ പൂജിക്കുന്ന ദൈവത്തിന്റെ മുമ്പിൽ കൊണ്ടുപോയി വെച്ചു കൊടുത്തു. ഈ പറയ വലിയ സ്കോറിനെ അതിജയിച്ചുകൊണ്ട് ഇന്ത്യ സെമി ഫൈനലിൽ ജയിക്കാനും ഇന്ത്യ ഫൈനലിലേക്ക് കടന്നു പോകാനും പ്രാർത്ഥന മനസ്സോടുകൂടി ചെയ്തൊരു പരിപാടിയാ. എന്താ ഭാസത്തരവാ. അല്ലാഹുവേ പുതിയ തലമുറയെ നീ കാക്കണേ റബ്ബേ. എന്ത് വേണം, എങ്ങനെയാ തോന്നിവാസങ്ങളുടെ തുരുത്തുകൾ എവിടെയാ എന്നന്വേഷിച്ച് നടക്കുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നീ 24 മണിക്കൂറും അങ്ങോട്ടും ഇങ്ങോട്ടും നെട്ടോട്ടമോടുമ്പോ 25 മിനിറ്റ് റബ്ബിനെ കുറിച്ച് ചിന്തിക്കാൻ നിന്റെ ജീവിതത്തിൽ സമയമുണ്ടോ? 25 മിനിറ്റ് 5 വഖത്ത് നിസ്കാരം തമ്പുരാന് വേണ്ടിയിട്ട് മാറ്റിവെക്കാ നിന്റെ ജീവിതത്തിൽ സമയമുണ്ടോ? ചെറുപ്പക്കാരാ, ഞാനൊന്ന് ചോദിക്കട്ടെ പൊന്നുമോന്, നീ പേര് നടക്കുന്ന വലിയ ആദർശമുണ്ടല്ലോ, നിനക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തന്ന ഭാഗ്യമുണ്ടല്ലോ. ചെറിയ ഭാഗ്യമൊന്നുമല്ല പൊന്നുമോന്, അല്ലാഹു തന്ന ഹിദായത്തുണ്ടല്ലോ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തന്ന ഹിദായത്തുണ്ടല്ലോ. അത് ചെറിയ ഭാഗ്യമൊന്നുമല്ല. പടച്ചവൻ തന്ന ഹിദായത്ത്, ആ ഹിദായത്ത് എന്ന് പറയുന്ന വെള്ളി വെളിച്ചം അല്ലാഹു തന്നതിൽ പിന്നെയും പ്രത്യേകതയുണ്ട്. ലോകത്തിന്റെ അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലാത്ത് നല്ല ആവേശത്തിൽ ചെല്ലണം. സ്വലാത്തിന്റെ ശബ്ദം കൊണ്ട് ഇവിടെ പ്രകമ്പനം കൊള്ളണം. ഓരോ മണൽത്തരികളും ജൂതുമായി ബന്ധപ്പെട്ട് സമ്മേളിച്ചിട്ടുള്ള സഹോദരങ്ങൾ, പുരുഷന്മാരെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. സഹോദരിമാര് ജിന്ദാബാദ് ഒന്നും വിളിക്കണ്ട, ഞങ്ങള് മനസ്സിൽ ചെല്ലിയാലും പതുക്കെ ചെല്ലിയാലും ഒക്കെ മതി.
പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം സ്വലാത്ത് നിങ്ങൾക്ക് ആരോഗ്യമുള്ള ചെറുപ്പക്കാര ആവേശം കാണിക്കേണ്ടത് അനുരാഗത്തിന്റെ രാജകുമാരൻ അള്ളാന്റെ ഹബീബായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് ചെല്ലാൻ ആവേശം കാണിക്കണം. അതുകൊണ്ട് അള്ളാന്റെ ഹബീബായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ പുണ്യപ്രവാചകന്റെ സമുദായത്തിലാ പടച്ച തമ്പുരാൻ നമ്മെ പെടുത്തിയിട്ടുള്ളത്. യുവതിയുവാക്കൾ അവരുടെ യുവത്വത്തിന്റെ മഹത്വത്തെ മറികടന്നുകൊണ്ട് ചിന്തിക്കാതെ മുന്നോട്ട് പോകുന്ന ചെറുപ്പക്കാരികളെ ഒന്ന് ചിന്തിക്കാൻ ഞാൻ പറയുകയാ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാ, വളരെ പ്രധാനപ്പെട്ട ഒരു അനുഗ്രഹമാ. ഈ അനുഗ്രഹം ചെറിയ അനുഗ്രഹമല്ല. അന്ത്യപ്രവാചകന്റെ സമുദായത്തിലുള്ള അംഗങ്ങളാ നമ്മൾ മറന്നു പോകണ്ട. ലക്ഷത്തിൽ പരം വരുന്ന പ്രവാചകന്മാര് കടന്നു പോയിട്ടുണ്ട്. 1,23,999 പ്രവാചകന്മാർ, ആമിനാന്റെ മുത്തല്ലാത്ത മറ്റുള്ള പ്രവാചകന്മാർ ലോകത്ത് ജീവിച്ചു പോയിട്ടുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, കോടിക്കണക്കിന് അനുയായികൾ അവരടുത്തുകൂടി കടന്നു പോയിട്ടുണ്ട്. കോടിക്കണക്കിന് അനുയായികളിൽ നമ്മളെ പടച്ച തമ്പുരാൻ ഒരു മുസ്ലിമായി പറന്നു വിട്ടപ്പോൾ ഈ പറയപ്പെട്ട ഏതെങ്കിലും കോടിക്കണക്കിന് അനുയായികളിൽ ഏതെങ്കിലും ലക്ഷക്കണക്കിന് പ്രവാചകന്മാരുടെ ഏതെങ്കിലും ഒരു പ്രവാചകന്റെ അനുയായി ആക്കാമായിരുന്നു. ഇല്ല മക്കളെ, പടച്ച തമ്പുരാൻ അവിടെങ്ങും നമ്മളെ പെടുത്തിയില്ല. പിന്നെ എവിടെയാ പടച്ച തമ്പുരാൻ ഉൾപ്പെടുത്തിയതെന്നറിയുമോ? മനുഷ്യോൽപത്തിയുടെ നായകൻ അബുൽ ബശർ ആദം അലൈഹിസ്സലാത്തു വസ്സലാം ഉൾപ്പെടെ മഹാനായ റൂഹുല്ലാഹി ഈസാ, മഹാനായ കലീമുല്ലാഹി മൂസ, മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിമുസ്സലാത്തു വസ്സലാം, ഈ പ്രവാചകന്മാരടക്കമുള്ള പല പ്രവാചകന്മാരും പടച്ച തമ്പുരാനോട് ചോദിച്ചിട്ടുണ്ട്, അല്ലാഹുവേ അന്ത്യപ്രവാചകരായ ആമിനാന്റെ മുത്തിന്റെ സമുദായത്തിലൊരംഗമാകാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നീ നൽകണം തമ്പുരാനെ, ഞങ്ങൾക്ക് നീ നൽകണം തമ്പുരാനെ എന്ന് അവർ റബ്ബിനോട് ചോദിച്ചിട്ടുണ്ട്. ചെറുപ്പക്കാരാ, ചെറിയ പവറൊന്നുമല്ല പൊന്നുമോനെ, അല്ലാഹു നിനക്ക് തന്നത് ചെറിയ പവറൊന്നുമല്ല പൊന്നുമോനെ. മുൻകഴിഞ്ഞ സമുദായത്തിലെ അംഗങ്ങൾ പടച്ച തമ്പുരാന്റെ മുമ്പിൽ പറന്നു തീർക്കുന്ന കണക്കല്ല നിനക്ക് റബ്ബിന്റെ മുമ്പിൽ പറന്നു തീർക്കാനുള്ളത്. വലിയ വലിയ കണക്കാ പൊന്നുമോനെ. ആ ഒരു സമ്പന്നം, ആ ഒരു ആത്മീയമായിട്ടുള്ള അമൂല്യമായിട്ടുള്ള സമ്പത്തിനെ കുറിച്ചൊന്ന് ഓർക്കടേ. അങ്ങനെ അല്ലാഹു തന്ന ഈ വിശുദ്ധമായ സ്ഥാനമുണ്ടല്ലോ, ആ സ്ഥാനവും പേറിക്കൊണ്ട ചെറുപ്പക്കാരാ നിന്റെ പാപത്തിന്റെ തുരുത്തിലേക്ക് നീ ഓടിയെടുക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ആത്മീയമായ ലോകത്തിന് വേണ്ടിയിട്ട് എന്ത് വസ്തുവകകളാ നിങ്ങളുടെ ആരോഗ്യ സമ്പന്നമായ സമയത്ത് ചെയ്തു തീർക്കുന്നത്? അള്ളാഹുവിന്റെ ലോകത്തിൽ രക്ഷപ്പെടാൻ, അസ്രായിലെ നല്ലതുപോലെ കാണാൻ, ഖബറിൽ റാഹത്തായിട്ട് കിടക്കാൻ, ആ ഖബറിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമ്പോൾ തമ്പുരാന്റെ സവിധത്തിലേക്ക് ആത്മാർത്ഥമായിട്ട് കടന്നു ചെല്ല. സന്തോഷത്തിന്റെ തേരിലേറിയിട്ട് പരലോകത്തിൽ പ്രത്യേകമായ പടച്ചവന്റെ പ്രൊട്ടക്ഷൻ കിട്ടുന്ന മുഅ്മിനീങ്ങള്, സാലിഹീങ്ങള്, അവരുടെ ഒരു ചാരത്തെങ്കിലും പോയി നിൽക്കാ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, എന്റെ പ്രിയപ്പെട്ട പൊന്നുമോനെ, ജീവിതത്തിൽ എന്ത് പ്രവൃത്തിയാടാ നീ ചെയ്യുന്നത്? നമ്മളെ കൊണ്ട് ഈ വിശുദ്ധമായ ഇസ്ലാമിന് എന്തെങ്കിലും നേട്ടമുണ്ടോ? ഒന്ന് ചിന്തിക്കാൻ ഞാൻ പറയുകയാ. പരിശുദ്ധമായ ഇസ്ലാമിന് നമ്മെ കൊണ്ട് വല്ല നേട്ടമുണ്ടോ? മുൻഗാമികളായ മഹാന്മാരായിട്ടുള്ള മഹാരഥന്മാരായിട്ടുള്ള ആളുകളുടെ യുവത്വത്തിന്റെ ആ സുന്ദരമായ പ്രഭാതങ്ങളെയും പ്രദോഷങ്ങളെയും കണ്ടുകൊണ്ടാ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ മറ്റുള്ള ആളുകൾ ഇസ്ലാമിനെ കുറിച്ച് പഠിച്ചത്. ഇതാണ് ഇസ്ലാം എന്നവർ മനസ്സിലാക്കിയത്, ഇതാണ് ദീനം എന്നവർ മനസ്സിലാക്കിയത്. ഈ വെളിച്ചമാ എല്ലാ ലോകത്തിലേക്കും ഗുണപ്പെടുന്നത് എന്ന് മനസ്സിലാക്കിയത് കഴിഞ്ഞുപോയ കാലഘട്ടത്തിലുള്ള മഹാരഥന്മാരായ സാലിഹീങ്ങളുടെ കരുത്തുറ്റ യുവത്വത്തിൽ നിന്നുമാ മറ്റുള്ള ആളുകൾ കണ്ടു മനസ്സിലാക്കിയിട്ടുള്ളത്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, പൊന്നുമോളെ, നിന്നെ കണ്ടുകൊണ്ട് എന്ത് ഇസ്ലാമാ മറ്റുള്ള ആളുകൾക്ക് പഠിക്കാനുള്ളത്? മറ്റുള്ള ആളുകൾ പോലും പുച്ഛിച്ച് തള്ളുകയല്ലേ ചെറുപ്പ
ചെറുപ്പക്കാരാ, ഇതാണോ ഇസ്ലാം എന്നവർ ചോദിക്കുകയല്ലേ? നിന്റെ വേഷം കാണുമ്പോൾ, നിന്റെ ട്രെൻഡ് കാണുമ്പോൾ, നിന്റെ ആവേശം കാണുമ്പോൾ, നിന്റെ കളികൾ കാണുമ്പോൾ, നിന്റെ തോന്നിവാസം കാണുമ്പോൾ മറ്റുള്ള മതക്കാര് പറയുന്നത് എന്താ? ഇതാണോ ഇസ്ലാം? അവനൊരു മുസ്ലിമല്ലേ, അവർക്ക് യോജിച്ചതാണോ? അവനൊരു മുസ്ലിമല്ലേ, അവനിത് യോജിച്ചതാണോ എന്ന് മറ്റുള്ള ആളുകൾ പരിഹസിക്കുമ്പോൾ ഞാൻ ആലോചിച്ചു പോവുകയാ. കഴിഞ്ഞ പെരുന്നാളിന് സുബ്ഹാനല്ലാഹ് കോഴിക്കോട് ജില്ലയിൽ പേരാമ്പ്ര എന്ന് പറയുന്ന ഒരു സ്ഥലത്തൊരു പ്രഭാഷണം ഉണ്ടായിരുന്നു. ആ പ്രഭാഷണത്തിന് വേണ്ടി ഞാൻ കടന്നു പോയപ്പോൾ മാവൂർ റോഡിൽ വെച്ച് സുബ്ഹാനല്ലാഹ് വലിയ ആൾക്കൂട്ടവും ബഹളവും. മാവൂർ റോഡിൽ, കോഴിക്കോട് ടൗണിന്റെ അടുത്തുള്ള മാവൂർ റോഡിൽ വാഹനം നിർത്തി എന്താ വിഷയമെന്ന് ചോദിക്കുന്നു. അവിടെ തടിച്ചുകൂടിയ ആളുകളൊക്കെ പറയുകയാ, ഉസ്താദേ മറ്റൊന്നുമല്ല ഇവിടെ നടന്നത് എന്താണെന്നറിയുവോ? പെരുന്നാളിന്റെ പിറ്റേന്നോ തലേന്നോ ആണ്, ഏത് ദിവസമാണെന്ന് ഓർക്കുന്നില്ല, പെരുന്നാളുമായി ബന്ധപ്പെട്ട പരിപാടിക്കാൻ ഞാൻ പോകുന്നത്. അതിൽ നിന്ന് ഒരു ചെറുപ്പക്കാരൻ പറയുകയാ, ഈ കാണുന്നത് തിയേറ്ററാ ഉസ്താദേ, ഈ കാണുന്നത് ഒരു സിനിമ ടാക്കിസാ ഉസ്താദേ, സിനിമാ ശാലയാ ഉസ്താദേ. ഇന്നൊരു സിനിമ ഇവിടെ റിലീസായി, ഒരുപാട് ആളുകൾ ടിക്കറ്റ് എടുക്കാൻ ചെറുപ്പക്കാർ വന്നു. ടിക്കറ്റ് കിട്ടാൻ തന്റെ ഇഷ്ടതാരത്തിന്റെ പടം റിലീസായപ്പോൾ, തന്റെ ഇഷ്ടതാരത്തിന്റെ സിനിമ റിലീസായപ്പോൾ, താൻ ഇഷ്ടപ്പെടുന്ന താരത്തിന്റെ സിനിമ റിലീസായപ്പോൾ ആവേശത്തോടുകൂടി തടിച്ചുകൂടിയ ചെറുപ്പക്കാരുണ്ടല്ലോ, സുബ്ഹാനല്ലാഹ്, അവര് ടിക്കറ്റ് എടുക്കാൻ നിൽക്കുകയാ. പെട്ടെന്ന് തന്നെ ആൾത്തിരക്ക് കൊണ്ട് പെട്ടെന്ന് ഹൗസ്ഫുൾ എന്ന ബോർഡ് വെച്ചു. ഇനി അകത്ത് സ്ഥലമില്ല, ചെയറില്ല എന്ന് പറഞ്ഞു ബോർഡ് വെച്ചു. ആ ടിക്കറ്റ് കൗണ്ടർ ക്ലോസ് ചെയ്തു. സുബ്ഹാനല്ലാഹ്, അവിടെ ആളുകൾ ഉന്തും തള്ളുമായി പോരാ. ചെറുപ്പക്കാരാ ചിന്തിക്കണേ, ആ കൗണ്ടറിൽ ഉണ്ടായിരുന്നൊരു സെക്യൂരിറ്റിയെ, അതാ ഉന്തും തള്ളുമായി എന്തൊക്കെയോ തർക്കങ്ങളായിട്ടാ സെക്യൂരിറ്റിയെ അവിടെ നിന്നൊരു ചെറുപ്പക്കാരൻ തൊട്ടടുത്ത് കിടന്നൊരു വടിയോ മറ്റോ എന്തുകൊണ്ട് അടിച്ചു എന്ന് മാത്രമല്ല, തലയിൽ കൊണ്ട് അടിയതാ ആഘാതമായ മുറിവേറ്റിട്ട് രക്തം വാർന്നൊലിച്ചിട്ട് അദ്ദേഹം അവിടെ കിടന്ന് പിടഞ്ഞു മരിച്ചു. ആ അടിച്ചാളിന്റെ പേര് പുറത്തു വന്നപ്പോ ഈ സമുദായത്തിന്റെ പേരിൽപ്പെട്ട ഒരു പേരാ ചെറുപ്പക്കാരാ. നാണിച്ച് തല താഴ്ത്തേണ്ടേ ചെറുപ്പക്കാരാ? പ്രവാചകന്മാർ ചോദിച്ചിട്ട് കിട്ടാതെ പോയ ഭാഗ്യമല്ലേ പൊന്നുമോനെ ഇങ്ങനെ നീ ദുരുപയോഗം ചെയ്യുന്നത്? പൊന്നുമോനെ, നിന്നെ കൊണ്ട് അല്ലാഹുവിന്റെ ദീനിനെന്താ നേട്ടം? നിന്നെ കൊണ്ട് എത്ര ആളുകളാ ഇസ്ലാമിനെ പഠിക്കുന്നത്? നിന്റെ വേഷം കണ്ടുകൊണ്ട് ഇസ്ലാമിനെ പഠിക്കാൻ പറ്റുന്നുണ്ടോ? നിന്റെ ഭാഷ കേട്ടുകൊണ്ട് ഇസ്ലാമിനെ പഠിക്കാൻ പറ്റുന്നുണ്ടോ? നിന്റെ ഇടപെടലുകൾ കേട്ടുകൊണ്ട് ഇസ്ലാമിനെ പഠിക്കാൻ പറ്റുന്നുണ്ടോ? നിന്റെ സാമൂഹികമായിട്ടുള്ള ഇടപെടലുകൾ കൊണ്ട് ഇസ്ലാമിനെ പഠിക്കാൻ പറ്റുന്നുണ്ടോ? കുടുംബപരമായിട്ടുള്ള ഇടപെടലുകൾ മറ്റുള്ള ആളുകൾ ഇറന്നിട്ട് ഇതാണ് ഇസ്ലാം എന്ന് പഠിക്കാൻ ആർക്കെങ്കിലും പറ്റുന്നുണ്ടോ? എന്തു ദുരന്തമാ ചെറുപ്പക്കാരാ, എത്ര വലിയ അപകടമാ ചെറുപ്പക്കാരാ. അല്ലാഹു ചിന്തിക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ഞാൻ ഒന്ന് ചോദിക്കട്ടെ, വിഷമം തോന്നരുതാലോ, ആരെയും ഉദ്ദേശിച്ച് പറയുന്നതല്ല, ആരെയും കുറ്റപ്പെടുത്താനും പറയുന്നതല്ല. 2000 രൂപയുടെ പാൻ്റ് ഉണ്ട്, 1500 രൂപയുടെ ഷർട്ടുണ്ട്, കുപ്പായുണ്ട്, 5 രൂപയുടെ ഒരു തൊപ്പി പോക്കറ്റിൽ എപ്പോഴെങ്കിലും വെച്ചിട്ടുണ്ടോ? പോക്കറ്റിൽ എന്ന് പറഞ്ഞാൽ കയ്യിൽ കരുതിയിട്ടുണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചതിൻ്റെ ഉദ്ദേശം. ഇസ്ലാമിൻ്റെ ഒരു വേഷമാണല്ലോ, സാധാരണക്കാർക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റില്ല. ഭാരമൊന്നുമല്ല, തുച്ഛമായ ഗ്രാം മാത്രമേ ഉണ്ടാവുള്ളൂ ഭാരം തൊപ്പിയുടെ. ഒരു തൊപ്പി നീ തലയിലിടാൻ എന്തുകൊണ്ടാ മടിക്കുന്നത്? നിനക്ക് അല്ലാഹു തന്നിട്ടുള്ള താടി രോമങ്ങൾ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നീ ഷേവിംഗ് സെറ്റുമായിട്ട് എല്ലാ ദിവസവും നീ ആ കണ്ണാടിയുടെ മുമ്പിൽ പോവുക. ഇപ്പോഴോ ഉസ്താദെ ഞങ്ങൾക്കൊക്കെ താടിയുണ്ട് ഉസ്താദെ, ഞങ്ങളൊക്കെ പറഞ്ഞ കാലം കഴിഞ്ഞു. ഞങ്ങളെല്ലാവരും താടിയുള്ള ആളുകളാ. പക്ഷെ അള്ളാന്റെ ഹബീബായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ താടിയൊന്നുമല്ല, അത് ബുൽഗാൻ താടിയാ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും പേരുള്ള താടിയാ, അല്ലേ? ഏതെങ്കിലും സിനിമാ നടന്മാർ വെക്കുന്ന താടി, ഏതെങ്കിലും ഫുട്ബോൾ താരങ്ങൾ വെക്കുന്ന രൂപത്തിലുള്ള മുടിയുടെ ഷേപ്പ്, ഏതെങ്കിലും സിനിമയിൽ ഉണ്ടാകുന്ന കമന്റുകൾ, ഇതൊക്കെ അല്ലേ നമ്മുടെ ശരീരത്തിലുള്ളത്? എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ ഗൗരവത്തിൽ ചിന്തിക്കാൻ പറയുകയാ. ഏതെങ്കിലും ഒരു മോഡൽ, ഏതെങ്കിലും ഒരു തോന്നിവാസം കാണിക്കുന്ന പെണ്ണ് ടെലിവിഷനിലൂടെ അഴിഞ്ഞാട്ടത്തിന് വന്ന് കാണിക്കുമ്പോൾ എനിക്കും അതിട്ടാ കൊള്ളായിരുന്നു, നല്ല ചേർച്ചയുണ്ട്, അവളെക്കാളും നല്ല ചേർച്ചയാ എനിക്കതിട്ടാൽ എന്ന് ചിന്തിക്കുന്ന പെങ്ങളെ, നിനക്ക് ഇസ്ലാമുമായിട്ട് വല്ല ബന്ധമുണ്ടോ? അള്ളാഹുവിന്റെ ദീനിന്റെ ഏതെങ്കിലും പ്രതിച്ഛായകൾ
പരിസരത്തുള്ളവർക്ക് ആസ്വദിക്കാൻ പരിമളമോറുന്ന ആസ്വാദനത്തിന് അവസരം നീ ഒരുക്കുന്നുണ്ടോ? ഇസ്ലാമിനെ പിടിക്കാൻ പറ്റുന്നുണ്ടോ? സുബ്ഹാനല്ലാഹ്. ഏതെങ്കിലും ഒരു അഭ്യസ്ത വിദ്യനായാൽ, ഒരു ബിരുദം കിട്ടിയാൽ, ഒരു കോളേജ് ക്യാമ്പസിൽ കടന്നുപോയാൽ, SSLCക്ക് എല്ലാ വിഷയത്തിനും നല്ല മാർക്ക് കിട്ടിയാൽ, അല്ലെങ്കിൽ +2 എല്ലാ വിഷയത്തിനും നല്ല ഗ്രേഡ് കിട്ടിയാൽ, പിന്നെ അവന് ഇസ്ലാമിനോട് പുച്ഛം, അവന് ഡിഗ്രിക്ക് നല്ല മാർക്ക് കിട്ടിയാൽ, ഒരു പ്രൊഫഷണലിസ്റ്റായി മാറിയാൽ, ഒരു വലിയ കോളേജിലേക്ക് അവൻ പോയാൽ, നല്ലൊരു ഉദ്യോഗത്തിന് വേണ്ടി പോയാൽ, പിന്നെ അവൻ മുസ്ലിമാണെന്ന് പറയാൻ പോലും മടിയാ. അല്ലേ? എത്ര വലിയ ദുരന്തവാ. ഞാനൊന്ന് ചോദിക്കട്ടെ, ഇപ്പോൾ രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രിയല്ല, ഇതിനു മുമ്പ് ഭരിച്ചിരുന്ന ഒരു പ്രധാനമന്ത്രി ഉണ്ടല്ലോ, അയാളുടെ പേരെന്താ? മൻമോഹൻ സിംഗ് റളിയല്ലാഹു പറയില്ല, ഇത് പ്രധാനമന്ത്രിയുടെ പേര് പറഞ്ഞതാ. കഴിഞ്ഞ ഈ പറഞ്ഞ ഈ പയ്യന് മുമ്പുള്ള ആളിന്റെ പേര് പറഞ്ഞതാ കേട്ടോ. അപ്പൊ ഈ മൻമോഹൻ സിംഗ് എന്ന് പറയുന്ന ഒരാള് നമുക്കൊക്കെ പരിചയമുള്ള ആളാ, പറഞ്ഞ ആരെയും പഠിപ്പിക്കണ്ട അല്ലേ? വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് പറയാനാ ഞാൻ ആ പേര് പറഞ്ഞത്. എന്താണ്? അദ്ദേഹം ഏത് മതക്കാരനാ? സിഖ് മതക്കാരനാ. അതുകൊണ്ടാ മൻമോഹൻ ഇക്കാന്നും അണ്ണനും ഇച്ചാന്നും ഒന്നും അല്ല പറയുന്നത്, സിംഗ് എന്നാ പറയുന്നത്. മൻമോഹൻ സിംഗ് അദ്ദേഹം സിഖ് മതസ്ഥനാണ്, ഗുരുനാനാക്കിന്റെ ആളാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അദ്ദേഹം വലിയ എഡ്യൂക്കേറ്റഡ് ആയ ആളാണ്, ഒരുപാട് ബിരുദമുള്ള ആളാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വരുന്നത്, ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രഥമ പൗരനായി അദ്ദേഹത്തിന് അംഗീകാരം കിട്ടിയപ്പോൾ, പറഞ്ഞാൽ PM ആയിട്ട് അദ്ദേഹത്തിന് സെലക്ഷൻ കിട്ടിയപ്പോൾ, അദ്ദേഹത്തിന് പ്രധാനമന്ത്രിയുടെ പദത്തിലേക്ക് ഇരുത്തിയപ്പോൾ, ഈ രാജ്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചെയറിലേക്കും ചേംബറിലേക്കും അദ്ദേഹം കടന്നു വന്നപ്പോൾ, എന്റെ പ്രിയപ്പെട്ടവരെ, അദ്ദേഹത്തിന്റെ മതത്തിന്റെ ചിഹ്നമാകുന്ന തലേക്കെട്ട് അദ്ദേഹം ഊരിയിട്ടില്ല. അദ്ദേഹത്തിന്റെ മതത്തിന്റെ ചിഹ്നമാകുന്ന തലേക്കെട്ട് രാജ്യം ഭരിച്ചിരുന്ന പ്രധാനമന്ത്രിക്ക് മാറ്റാൻ കഴിഞ്ഞിട്ടില്ല, കഴിയുകയില്ല. ചെറുപ്പക്കാരാ, നിന്റെ തലയിലുള്ളൊരു തൊപ്പി ഏതെങ്കിലും ഒരു ഗവൺമെന്റ് ഉദ്യോഗം കിട്ടുമ്പോൾ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചെറിയ വിദ്യാസമ്പന്നനായി നീ മാറുമ്പോൾ, നിനക്ക് പിന്നെ തൊപ്പി വെക്കുന്നത് നാണക്കേടാ, താടി വെക്കുന്നത് നാണക്കേടാ, നിര്യാണിക്ക് മുകളിൽ വസ്ത്രം ഉയർത്തി കൊടുക്കുന്നത് നാണക്കേടാ. പ്രധാനമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഈ രാജ്യത്തുള്ള ഓരോ പൗരനോടും ഞാൻ ചോദിക്കുകയാ, പ്രധാനമന്ത്രിയുടെ ശിരസ് കണ്ടിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? തലേക്കെട്ട് മാറ്റിയിട്ടുള്ള ഒരു ഫോട്ടോ ആരും കണ്ടിട്ടില്ല. അദ്ദേഹത്തിന്റെ താടി പ്രധാനമന്ത്രിയായിരിക്കുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് അദ്ദേഹത്തിന് വല്ല ബുദ്ധിമുട്ടായിട്ടുണ്ടോ? 5 വിഷയമാണ് സിഖുകാർക്ക് നിർബന്ധമായിട്ടുള്ളത്. അതിലൊന്നാണ് തലേക്കെട്ടും താടിയും. പിന്നെ ഒരു കടാരയുണ്ട്, അങ്ങനെ 2-3 ഐറ്റം വേറെയൊക്കെ ഉണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വരുന്നത്, എന്റെ പ്രിയപ്പെട്ട യുവാക്കളോട് ഞാൻ പറയുകയാ, എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരോട് ഞാൻ പറയുകയാ, ഇസ്ലാമിന്റെ വേഷം, ആ വേഷം വലിച്ചെറിയുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഇസ്ലാമിന്റെ ഭാഷ മാറ്റി വെക്കുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, പരിശുദ്ധമായ വസ്ത്രത്തെ, ആ പരിശുദ്ധമായ പർദ എന്ന് പറയുന്ന സുന്ദരമായ ഇസ്ലാമിന്റെ വസ്ത്രത്തെ അപകീർത്തിപ്പെടുത്തുന്ന രൂപത്തിൽ മോഡൽ പർദകളുമായി മുന്നോട്ട് വരുന്ന പ്രിയപ്പെട്ട പെങ്ങളെ, അതെ ഞങ്ങളൊക്കെ പർദ ഇടുന്നവരാ, ഓക്കെ, നിങ്ങളൊക്കെ പർദ ഇടുന്നവരാ, അൽഹംദുലില്ലാ, സന്തോഷമുണ്ട്. പേര് പർദ ഇട്ടുന്നത് കൊണ്ട് കാര്യമായില്ല. പൻസാരപ്പാട്ടയുടെ മുകളിൽ ഉപ്പെന്ന് എഴുതി വെക്കുന്നത് പോലെ, എന്റെ പ്രിയപ്പെട്ടവരെ, പേര് പർദയാണ് എന്ന് പറഞ്ഞത് കൊണ്ട് പർദയാവില്ല. എന്താ ഇസ്ലാം പഠിപ്പിക്കുന്ന പർദ? അവളുടെ ശരീരം മറ്റൊരന്യ പുരുഷന് വായിച്ചെടുക്കാൻ പറ്റാത്ത രൂപത്തിൽ, ഒരു പെണ്ണിന്റെ ശരീരം ഒരന്യ പുരുഷന് ഒരവയവവും വായിച്ചെടുക്കാൻ പറ്റാത്ത രൂപത്തിലുള്ള വസ്ത്രധാരണമായിരിക്കണം നിനക്ക് വേണ്ടത്. അതാണ് പർദ. മറിച്ച് ഇന്ത്യയുടെ ഭൂപടം വരച്ചിട്ട് എവിടെയാണ് ബംഗാൾ, എവിടെയാണ് കാശ്മീർ, എവിടെയാണ് ഗോവ, ഇതൊക്കെ അടയാളപ്പെടുത്താൻ പറ്റുന്നത് പോലെ നിന്റെ ഓരോ ശരീരത്തിന്റെ ഭാഗങ്ങളും വ്യക്തമായിട്ട് അന്യ പുരുഷന് കാണാനും ആസ്വദിക്കാനും ചലനങ്ങൾ പോലും ശ്രദ്ധിക്കാൻ പറ്റുന്ന രൂപത്തിൽ നീ പർദ എന്ന ഒരു പേരിട്ടുകൊണ്ട് ഏതെങ്കിലും ഒരു വസ്ത്രം ധരിച്ചത് കൊണ്ടായില്ല. അതാ ഞാൻ പറഞ്ഞത്, ഹൂർലീൻ എന്ന പേരെഴുതി വെച്ചത് ഉണ്ടായില്ല. ഹൂർലീൻ പർദയ, ഏത് പർദയായിരുന്നാലും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നല്ല സുന്ദരമായ പർദകള് അൽഹംദുലില്ലാ നമ്മുടെ യൂസുഫിന്റെ കടയിൽ ഉണ്ടാവും. ഇല്ലേ? ഇല്ല,
ഉണ്ട്, സുന്ദരമായ പർദ്ദയുണ്ട്. ഈ നിങ്ങൾ നല്ല ലൂസുള്ള പർദ്ദ വാങ്ങിക്കൊണ്ടുപോകും. യൂസുഫ് അറിയോ, നിങ്ങൾ വാങ്ങിക്കൊണ്ടുപോയിട്ട് ഒരു ചെത്തി ഒരുക്കലുണ്ട്. അതിന് കടക്കാര് കുറ്റക്കാരല്ല, നല്ല ലൂസുള്ള പർദ്ദകളുണ്ട്. ആ പർദ്ദകൾ നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടും, അവൈലബിൾ ആണ്. ഇത് വാങ്ങിക്കൊണ്ടുപോയിട്ട് നമ്മളെ ഇളനീര് ചെത്തുന്നത് പോലെ ഒരു ചെത്താണ്. ഒരു ഇളനീര് വേണമെന്ന് പറഞ്ഞാൽ ആ ഇളനീര് നമ്മൾ അണ്ണന്മാരാരെങ്കിലും കച്ചവടക്കാരുണ്ടാവും, അവരൊരു ചെത്ത നല്ല പായസം നമ്മൾ ചെത്തിയാൽ നമ്മുടെ വിരലും പോവും. ആ സൈസ് ചെത്ത അവരും കൂടെ ചെത്തും. ചെത്തി അവസാനം ആ സ്ട്രോ അങ്ങോട്ട് ഇട്ടാൽ മതി, അങ്ങ് പൊട്ടുക. പിന്നെ അവിടെ ഇട്ട് കുത്തി പറിക്കണ്ട, ആ സൈസ് ഒരു ചെത്തങ്ങ് ചെത്തും എന്ന് പറഞ്ഞതുപോലെ നിങ്ങൾ മോഡലാക്കുന്ന നിങ്ങളുടെ പർദ്ദകളുണ്ടല്ലോ, നിങ്ങളുടെ ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളും ടൈറ്റാക്കി വെക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, അള്ളാന്റെ ഹബീബായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാര് ശ്രദ്ധിക്കാൻ ഞാൻ പറയുകയാ, അള്ളാന്റെ ഹബീബായ പ്രവാചകൻ പറഞ്ഞത് എന്താ? അങ്ങനെയുള്ള പെണ്ണുങ്ങളുണ്ടല്ലോ, അന്യപുരുഷന്മാരിലേക്ക് ചാഞ്ഞു പോവുകയും അന്യപുരുഷന്മാരെ തന്നിലേക്ക് ചായ്ച്ചെടുക്കുകയും ചെയ്യുന്ന പെണ്ണുങ്ങളുണ്ടല്ലോ, അങ്ങനെ രൂപത്തിലുള്ള വസ്ത്രം ധരിക്കുന്ന പെണ്ണുങ്ങളുണ്ടല്ലോ, പേരിന് മാത്രം പർദ്ദയിടുന്ന പെണ്ണുങ്ങളുണ്ടല്ലോ, ശരീരത്തിന്റെ വടിവുകളും ചുളിവുകളുമെല്ലാം അന്യപുരുഷന്മാർക്ക് ആസ്വദിക്കാൻ പറ്റുന്ന രൂപത്തിൽ വസ്ത്രം ധരിക്കുന്ന പെണ്ണുണ്ടല്ലോ, അങ്ങനെയുള്ള പെണ്ണുണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ട പൊന്നുമോളെ, നീ അങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഏതെങ്കിലും ഒരു പെണ്ണിന്റെ മനസ്സിൽ അങ്ങനെ ഒരു അന്യപുരുഷന്മാർ എന്നെ കണ്ടുകിടഞ്ഞാൽ എന്നെ ഒന്ന് ശ്രദ്ധിക്കണമല്ലോ, എന്നെ ആര് കണ്ടാലും ഒന്ന് നോക്കണമല്ലോ. ഞാനാണ് ഈ നാട്ടിലെ ഏറ്റവും വലിയ സുന്ദരി, ഞാനാണ് ഈ നാട്ടിലെ ഏറ്റവും നല്ല തൊലിവെടുപ്പുള്ള ആള് എന്ന് ചിന്തിച്ചുകൊണ്ട് അന്യപുരുഷന്മാരുടെ മനസ്സിലേക്ക് കണ്ടെത്താൻ വേണ്ടിയിട്ട് ഏതെങ്കിലുമൊക്കെ വസ്ത്രം ധരിക്കുന്ന പെണ്ണ്, അള്ളാന്റെ ഹബീബായ പ്രവാചകം പറഞ്ഞത് എന്താണെന്നറിയുവോ? ലാ യദ്ഖുലുൽ ജന്ന, സ്വർഗത്തിൽ കടക്കൂല പൊന്നുമോളെ. വലാ യജിദിന റീഹഹാ, സ്വർഗത്തിന്റെ സുന്ദരമായ പരിമളം പോലും നിനക്ക് ആസ്വദിക്കാനുള്ള അവകാശമില്ല. മറ്റൊരു ഹദീസിൽ കാണാം, അങ്ങനെയുള്ള പെണ്ണുങ്ങളെ ഞാൻ എന്റെ കണ്ണിന് കാണാതെ പോകട്ടെ. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്റെ കണ്ണിന് അവരെ കാണാതെ പോകട്ടെ, എന്റെ കണ്ണു മുമ്പിൽ അവർ വരാതെ പോകട്ടെ എന്ന് അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ. അപ്പൊ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാ പറഞ്ഞത്. ആരെയും നോവിക്കാനല്ല ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മളെ കൊണ്ട് എന്താ ഇസ്ലാമിന് നേട്ടം? നമ്മുടെ യുവത്വം കൊണ്ട്, നമ്മുടെ ആരോഗ്യം കൊണ്ട്. മഹാനായ സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല, രണ്ടാമത്തെ ഇസ്ലാമിക റിപ്പബ്ലിക്കിന്റെ രണ്ടാമത്തെ ഖലീഫയാണ്. ലോകത്ത് ഒരുപാട് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ഭരണാധികാരികൾക്ക് മാതൃകാ പുരുഷനായി എന്നും പ്രശോഭിച്ചു നിൽക്കുന്ന ഇസ്ലാമിക റിപ്പബ്ലിക്കിന്റെ രണ്ടാമത്തെ ഖലീഫയായ ഉമറുൽ ഫാറൂഖ്, ഖത്താബിന്റെ മകൻ ഉമർ, അതാണ് പേര്. ഇനി ഫാറൂഖ് എങ്ങനെ കിട്ടി? പേരെങ്ങനെയല്ലായിരുന്നു, സ്ഥാനപ്പേരായിട്ട് കിട്ടിയ ഫാറൂഖ് എന്ന പേരെങ്ങനെ കിട്ടി? ആ അപരനാമം എങ്ങനെ കിട്ടി? നീതി എന്ന രണ്ടക്ഷരത്തിന് വേണ്ടിയിട്ട് മുഖം നോക്കാതെ വ്യക്തമായ നീതി നടപ്പാക്കാൻ വേണ്ടി മുന്നോട്ട് വന്നിരുന്ന ഉമറുൽ ഫാറൂഖ്, സത്യത്തിന്റെയും അസത്യത്തിന്റെയും വേർതിരിച്ചറിയാനുണ്ടായിരുന്ന പ്രത്യേകമായ കാഴ്ചപ്പാടിന്റെ ഉടമയായ ഉമറുൽ ഫാറൂഖ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ഉമറുൽ ഫാറൂഖ് തങ്ങള് വിശുദ്ധമായ ഇസ്ലാമിലേക്ക് കടന്നു വന്ന പശ്ചാത്തലം നിങ്ങൾ ആലോചിക്കണം. ഹബീബായ പ്രവാചകൻ ഈ വിശുദ്ധമായ ജിഹ്വയെ, അള്ളാഹുവിന്റെ ദീനിന്റെ പ്രകാശത്തെ, അള്ളാഹുവിന്റെ ദീനിന്റെ സുന്ദരമായ ആദർശത്തെ പറയാൻ തുടങ്ങിയപ്പോൾ പലരും എതിർപ്പുണ്ടായി, പല പ്രശ്നമുണ്ടായി, പല പ്രതിസന്ധി ഉണ്ടായി. അങ്ങനെയാണല്ലോ ഇപ്പോഴും ഉണ്ടാവും. ചിലരൊക്കെ പറയുമ്പോൾ ചിലർക്ക് സൂഹിക്കൂല. അതുകൊണ്ട് എല്ലാവരെയും സുഖിപ്പിച്ചുകൊണ്ട് നമുക്കൊന്നും ഇവിടെ നേടാനും പറ്റൂല. അത് ഇസ്ലാമിന്റെ പാരമ്പര്യമല്ല. ഒരാള്, നിങ്ങൾ ചിന്തിക്കണം, ഒരാളിനെ എല്ലാ ആളുകളും മദ്ഹ് പറയുകയാണ്. ഒരാളിനെ, ഒരു ഉദാഹരണം പറയാ, ഒരാളിനെ പുത്തമ്പാദിയും കൊള്ള ബെറ്ററാ, ബെറ്ററാ, എല്ലാ ആളുകളും ഒരാളിനെ കുറിച്ച് മദ്ഹ് പറയുകയാണെങ്കിൽ അള്ളാന്റെ ഹബീബിന്റെ ഭാഷ എന്താണെന്നറിയുമോ? അവൻ ഒന്നാം തരം കള്ളനാ. മറിച്ച് സത്യം തുറന്നു പറയുമ്പോൾ പല ഭാഗങ്ങളിൽ നിന്നും പ്രയാസങ്ങൾ ഏൽക്കേണ്ടി വരും.
പല ഭാഗങ്ങളിൽ നിന്നും പ്രതിസന്ധി ഏൽക്കേണ്ടി വരും. പല ഭാഗങ്ങളിൽ നിന്നും മുള്ളുകളും കല്ലുകളും ഏൽക്കേണ്ടി വരും. പല അപകീർത്തനങ്ങളുടെ അപഹാസ്യങ്ങളുടെ വേദനകളും നൊമ്പരങ്ങളും ഹൃദയത്തിൽ ഏറ്റെടുക്കേണ്ടി വരും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അന്നും ഇന്നും അങ്ങനെ തന്നെയാ. അല്ലാഹു തആല യഥാർത്ഥ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർക്ക് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. മുഴുവൻ ഇഖ്ലാസോടെ ഏത് സംഘടനക്കാരനാകട്ടെ, ഇഖ്ലാസോടെ സുന്നത്ത് ജമാഅത്തിന് ഖിദ്മത്ത് ചെയ്യുന്നവരാണോ അവർക്ക് അല്ലാഹു ആഫിയത്ത് കൊടുക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഗൗരവത്തിൽ ഒന്ന് ചിന്തിക്കണം. ഉമറുൽ ഫാറൂഖ് തങ്ങൾ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു വിശുദ്ധമായ ഇസ്ലാമിലേക്ക് കടന്നു വന്ന രംഗം. ഈ പറയപ്പെട്ട പ്രവാചകൻ രഹസ്യമായിട്ടായിരുന്നു ആ സമയത്ത്, പ്രതിസന്ധികളുടെ സമയത്ത് പരിശുദ്ധമായ ഇസ്ലാമിന്റെ പ്രചാരണം അതീവ രഹസ്യമായിട്ടായിരുന്നു. അവിടുത്തെ മീറ്റിംഗ് അല്ല, രഹസ്യം നോക്കുമ്പോൾ ഇപ്പുറത്തെ ഭാഗത്ത് വലിയ കരുത്തരായ കാട്ടാള കൂട്ടന്മാർ വലിയ യോഗം കൂടുകയാണ്. എന്താ യോഗത്തിന്റെ പ്രമേയം? എന്താ? മുഹമ്മദിനെ കൊല്ലണം സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ പ്രകാശം നശിപ്പിച്ചേ പറ്റൂ. ഈ പ്രകാശം ബഹുദൈവ ആരാധന പാടില്ലാതെ തെറ്റാണ്. ലോകത്തിന്റെ അധിപൻ ഒന്നേയുള്ളൂ. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഏകനായ ഇലാഹിനെ ആരാധിക്കണമെന്ന് പറയുന്ന മുഹമ്മദിനെ തച്ചുടക്കണം എന്ന് പറഞ്ഞിട്ട് മീറ്റിംഗ് കൂടുകയാ. എന്നിട്ട് പറയുന്നു, ആരാ മുഹമ്മദിന്റെ തലയെടുക്കാൻ കരുത്തുറ്റ ആള് 100 ചുവന്നൊട്ടകം സമ്മാനമായിട്ട് തരാം. ഇനാം 100 ചുവന്നൊട്ടകം എന്നൊക്കെ പറഞ്ഞാല് എന്റെ പ്രിയപ്പെട്ടവരെ, ഇപ്പോഴത്തെ വലിയ വലിയ സീരിയസ് ഉള്ള ഒടിയും BMW ബെൻസും ജാഗ്വാറും അങ്ങനെയുള്ള വണ്ടികളെക്കാളൊക്കെ വിലയാ ഒരെണ്ണത്തിന്. അന്നത്തെ വില അങ്ങനെയുള്ള 1 2 അല്ല, 100 എണ്ണം 100 ചുവന്നൊട്ടകം എന്നൊക്കെ പറഞ്ഞാല് അത് പറയാൻ പറ്റാത്ത വലിയ സമ്പത്താണ്. അങ്ങനെയുള്ള ഓഫറാണ്. ആ കൂട്ടത്തിൽ നോക്കുമ്പോൾ സടകുടഞ്ഞ് ഒരാളങ്ങ് എഴുന്നേറ്റു. ആരാത്? ഉമറുൽ ഫാറൂഖ്. അങ്ങ് എഴുന്നേറ്റിട്ട് പറഞ്ഞു, ഓക്കെ ഞാൻ റെഡി. അവിടുത്തെ അറിയപ്പെട്ട വാള് ഉറയിൽ നിന്നും വലിച്ചൂരുകയാ. മിന്നിത്തിളങ്ങുന്ന വാൾ ഊരിക്കൊണ്ട് പറഞ്ഞു, ഖത്താബിന്റെ മകൻ ഉമർ ആ ദൗത്യം ഏറ്റെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട്. വലിയ ധീരനാ എന്റെ പ്രിയപ്പെട്ടവരെ, വലിയ ധീരനാ. ആ ഉമർ പുറത്തേക്ക് ഇറങ്ങി നിന്നാൽ, ആ ഉമർ എന്താടാ എന്ന് ചോദിച്ചാൽ പോടാ എന്ന് പറയാൻ മക്കയിൽ അന്നാരുമില്ല. ആ ഉമർ ഒരു കാര്യത്തിൽ ഇടപെട്ടാൽ ആ കാര്യം വളരെ ഭംഗിയായിട്ട് അങ്ങ് നിറവേറ്റും. അതിനപ്പുറം ഒരു അഭിപ്രായം ആരും പറയൂല. ആ ഉമർ മുൻനിരയിൽ നിന്നാൽ പിന്നെ പിൻനിരയിൽ എത്ര ആള് കുറഞ്ഞാലും കൂടിയാലും പ്രശ്നമില്ല. ഉമർ ഒറ്റയ്ക്ക് പോരാടാൻ കഴിവുള്ള, വളരെ ജാഗ്രതയുള്ള, കഴിവും മികവും തന്റെ ഇടവും ഊർജ്ജസ്വലതയും ചോരത്തിളപ്പും എല്ലാ നിലക്കുമുള്ള കഴിവുകളും മേളിച്ച ഒരാളായിരുന്നു. പക്ഷേ മുസ്ലിം ആയിരുന്നില്ല. ആ സമയം കടന്നു പോകുന്നത് എന്തിനാ? ഹബീബായ പ്രവാചകന്റെ തലയെടുക്കാൻ വേണ്ടിയിട്ടാ. ഞാൻ ചുരുക്കി പറയുന്ന വിശാലമായൊരു ചരിത്രമാണ്. അങ്ങനെ കടന്നു ചെല്ലുമ്പോ സുബ്ഹാനല്ലാഹ്, ഹബീബായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇരിക്കുന്നുണ്ട്. പ്രവാചകന്റെ അടുത്ത് സഹാബികളുണ്ട്, തുച്ഛമായ സഹാബി. അവരെഴുന്നേറ്റിട്ട് അള്ളാന്റെ റസൂലിന്റെ ചുറ്റിനും കൂടി എന്നിട്ട് പറഞ്ഞു, ആ വരുന്നത് ഈ നാട്ടിലെ ഏറ്റവും വലിയ ഗജപോക്രിയ, ഈ നാട്ടിലെ ഏറ്റവും വലിയ താന്തോന്നിവാസിയെ എന്തും ചെയ്യാത്ത മടിക്കാത്ത ഉമറാ വരുന്നത്. നബിയെ നിങ്ങൾ പേടിക്കണ്ട, ഞങ്ങൾ ഏറ്റവും കാര്യം, ഞങ്ങളുടെ അവസാനത്തെ ശ്വാസം വരെ അങ്ങക്ക് പ്രൊട്ടക്ഷൻ നൽകിക്കൊണ്ട് ഞങ്ങൾ ഇവിടെ ഉണ്ടാകുമെന്ന് സ്വഹാബികളുടെ പ്രമുഖരായ പലരും പറഞ്ഞപ്പോൾ അള്ളാന്റെ ഹബീബായ പ്രവാചകൻ പറഞ്ഞു, വേണ്ട മക്കളെ വേണ്ട, നിങ്ങളങ്ങ് മാറി നിൽക്കണം, നിങ്ങളൊന്നും ചെയ്യണ്ട, നിങ്ങൾ എന്റെ മുമ്പിൽ നിൽക്കണ്ട, ഉമർ വരട്ടെ. അള്ളാന്റെ ഹബീബായ പ്രവാചകൻ പറയുകയാ, ഹബീബായ പ്രവാചകൻ പറയുകയാ, ഉമർ കടന്നു വരട്ടെ, ഉമർ കടന്നു വരട്ടെ, ഉമർ കടന്നു വരട്ടെ, നിങ്ങൾ എല്ലാവരും മാറി നിൽക്ക്, ആരും ഉമറിനെ തടയണ്ട, ഉമർ പറയാനുള്ളത് പറയട്ടെ, ഉമർ ചെയ്യാനുള്ളത് ചെയ്യട്ടെ. ഹബീബായ പ്രവാചകന്റെ ചാരത്ത് വന്ന് നിന്നുകൊണ്ട് മഹാനായ ഉമറുൽ ഫാറൂഖ് തങ്ങൾ ഉരുപ്പിടിച്ച വാൾ താഴ്ത്തി വെച്ചുകൊണ്ട് പറയുകയാ, ആലോചിക്കണേ മക്കയിലുള്ള ഖുറൈശികൾ അവസ്ഥ എന്താണെന്നറിയുമോ? ആ ഇരുണ്ട കാലഘട്ടത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയുമോ? അവരുടെ ഉറയിൽ നിന്നും വാളൂരിക്കഴിഞ്ഞാൽ ചോരാ വാളിൽ പറ്റാതെ ഉറയിലേക്ക് തിരിച്ചാ വാളിടും.
വിടൂല്ല. അങ്ങനെയുള്ള കാലഘട്ടമായിരുന്നു. ഇനി ഒരു പക്ഷേ ആരെയെങ്കിലും വെട്ടാനോ തട്ടാനോ കൊല്ലാനോ കയ്യിൽ വാള് അവസരം കിട്ടിയില്ല എങ്കിൽ സ്വന്തം കൈയെങ്കിലും ജസ്റ്റ് ഒന്ന് ചോരയൊന്ന് എടുപ്പിച്ചിട്ട് ഒരല്പം ഒന്ന് മുറിച്ചിട്ടല്ലാതെ അതിൽ ചോര പറ്റിച്ചിട്ടല്ലാതെ ഉറയിൽ വെക്കൂല. അങ്ങനെ അത്രയും വലിയ ഭീകരമായ ചിന്തയുള്ളവരായിരുന്നു അന്നത്തെ ആളുകൾ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ തീവ്രമായ മനസ്സോടെ വന്ന ആ ഉമറുൽ ഫാറൂഖ് തങ്ങളുണ്ടല്ലോ, അള്ളാന്റെ ഹബീബായ പ്രവാചകന്റെ മുമ്പിൽ വന്നിട്ട് പറയുകയാ, നബിയെ, ഞാൻ ഈ ഉരുപ്പിടിച്ച വാളുണ്ടല്ലോ, അത് അങ്ങയെ വെട്ടാനുള്ളതല്ല നബിയെ, അങ്ങയെ ആക്രമിക്കാനുള്ളതല്ല നബിയെ, അങ്ങയുടെ പ്രകാശ പാതക്ക് തടയിടാനുള്ളതല്ല നബിയെ, അങ്ങയെ എതിർക്കുന്നവരെ ആക്രമിക്കാനുള്ളവരാ, അങ്ങയെ എതിർക്കുന്നവരെ തടയാനുള്ളവരോ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്നക മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലാഹുവിന്റെ ദീനിലേക്ക് ഉമറുൽ ഫാറൂഖ് തങ്ങൾ കടന്നു വന്നു. 4 കാരണങ്ങളാ ഉമർ തങ്ങൾ കടന്നു വന്നത് എന്ന് ചരിത്രം പറയുമ്പോൾ ഞാൻ വിശദീകരിക്കുന്നില്ല സഹോദരങ്ങളെ. ഞാൻ പറഞ്ഞത് വിശുദ്ധമായ ഇസ്ലാമിലേക്ക് ഉമറുൽ ഫാറൂഖ് തങ്ങൾ കടന്നു വന്നപ്പോൾ, അള്ളാന്റെ ഹബീബായ പ്രവാചകന്റെ അടുക്കലേക്ക് വന്നപ്പോൾ, ആ പ്രകാശത്തിന്റെ പരിമളം ആസ്വദിക്കാൻ തുടങ്ങിയപ്പോൾ ഉമറുൽ ഫാറൂഖ് തങ്ങൾ അള്ളാന്റെ ഹബീബിനോട് പറയുകയാ, യാ റസൂലല്ലാഹ്, എന്തിനാ പ്രവാചകരെ സുന്ദരമായ പ്രത്യയ ശാസ്ത്രം, ആരെയും നോവിക്കരുതെന്ന് പറയുന്ന പ്രത്യയ ശാസ്ത്രം, ആരെയും അകാരണമായിട്ട് വേദനിപ്പിക്കരുതേ എന്ന് പറയുന്ന സുന്ദരമായ പ്രത്യയ ശാസ്ത്രം, കറുത്തവനെയും വെളുത്തവനെയും ഒരേ പാത്രത്തിൽ നിന്ന് ഉണ്ണിക്കണമെന്ന് പറയുന്ന അങ്ങയുടെ ഈ വലിയ പ്രത്യയ ശാസ്ത്രം, ലോകത്തിലെ അടിമ ഉടമ വ്യത്യാസമില്ലാതെ, തൊഴിലാളി മുതലാളി വ്യത്യാസമില്ലാതെ, പാവപ്പെട്ടവൻ പണക്കാരൻ വ്യത്യാസമില്ലാതെ, കറുത്തവൻ വെളുത്തവൻ വ്യത്യാസമില്ലാതെ, വർഗവർണ്ണ വൈജാത്യങ്ങൾക്ക് അതീതമായി എല്ലാവരും ഏകോദര സഹോദരങ്ങളാണെന്ന് പറഞ്ഞ് അള്ളാന്റെ ഹബീബ് ചോർത്ത് പിടിക്കുന്ന ഈ സുന്ദരമായ പ്രത്യയ ശാസ്ത്രം, എന്തിനാ നബിയെ ഈ പ്രകാശത്തെ നമ്മൾ മൂടി വെക്കുന്നത് നബിയെ? പുറത്തേക്ക് ഇറങ്ങണം നബിയെ, രഹസ്യമായിട്ടല്ല, നമുക്ക് പരസ്യമായിട്ട് ഇറങ്ങണം നബിയെ, മക്കയുടെ തെരുവോരങ്ങളിൽ ഇറങ്ങണം നബിയെ, അവിടെയുള്ള ബസാറുകളിൽ മുഴങ്ങണം നബിയെ, അവിടെയുള്ള അങ്ങാടികളിൽ മുഴക്കണം നബിയെ. ആലോചിക്കണേ, ഹബീബായ പ്രവാചകൻ വെച്ചോ ശരി വെച്ചോ, അള്ളാഹുവിന്റെ ഹബീബായ പ്രവാചകനതാ നടന്നു നീങ്ങുകയാ, ചെറിയ ഒരു റാലിയായിട്ട് നടന്നു നീങ്ങുകയാ. തൊട്ടേറ്റവും മുമ്പിലുള്ളതാരാ? അള്ളാഹുവിന്റെ ഹബീബായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാ. തൊട്ടു പിന്നിലുള്ളത് ആരാണെന്നറിയുവോ? സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു. തൊട്ടു പിന്നിലുള്ളത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിൻ്റെ തക്ബീറുകൾ വിളിച്ചുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ്, സുന്ദരമായ തൗഹീദിന്റെ സുന്ദരമായ ധ്വനി മുഴക്കിക്കൊണ്ട് ഓരോ മക്കയുടെ മണൽത്തരികളെയും കിടിലം കൊള്ളിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ, പുളകച്ചാർ കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ, ഈ സുന്ദരമായ പടച്ചവന്റെ പ്രകീർത്തനം കേട്ടുകൊണ്ട്, തക്ബീർ കേട്ടുകൊണ്ട്, ആ തഹ്ലീൽ കേട്ടുകൊണ്ട് പരിസരത്തുള്ള ആളുകളെല്ലാം ഓടി വരികയാ. ഓടി വന്നുകൊണ്ട് നോക്കുകയാ, ഇത്ര ധിക്കാരമാണോ മുഹമ്മദിന്? ഇതുവരെയും രഹസ്യമായിട്ടല്ലയോ പ്രചരണം നടത്തിയത്, ഇപ്പോൾ പരസ്യമാക്കിയോ? ഇതോടുകൂടി കഴിവിതാ, ഇതോടുകൂടി ഇപ്പോൾ തന്നെ തീർക്കാം, ഇതോടുകൂടി മുഹമ്മദിന്റെ തലയെടുക്കാം. ആളുകളെല്ലാം ഊരിപ്പിടിച്ച വാളുമായി മുമ്പോട്ട് വരുമ്പോ അള്ളാന്റെ ഹബീബായ പ്രവാചകന്റെ തൊട്ട് പിന്നിലരാ ഒരു വില്ലാളി വീരം നിൽക്കുകയാ. മുന്നോട്ട് വെച്ച കാലുകളെല്ലാവരും പിന്നോട്ട് വലിക്കുകയാ. കാരണം എന്തും ചെയ്യാൻ മടിക്കാത്ത ഉമറാണല്ലോ ആ മുഹമ്മദിന്റെ പിന്നിലുള്ളത്, ആ മുഹമ്മദിന്റെ പിന്നിലുള്ളത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാന്റെ ഹബീബായ പ്രവാചകന് സുന്ദരമായിട്ടുള്ള ആ ദാർശനിക ഭാവത്തെ പരസ്യമായിട്ട് പ്രഖ്യാപിക്കാൻ കരുത്തു പകർന്നോ യുവത്വത്തിന്റെ പ്രതീകമായ ഉമറുൽ ഫാറൂഖ് തങ്ങളുണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധമായ ഇസ്ലാമിന് എന്ത് കരുത്താ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ എന്റെയും നിങ്ങളുടെയും യുവത്വം കൊണ്ടുണ്ടായിട്ടുള്ളത്. വാളെടുക്കാനല്ല ഞാൻ പറയുന്നത്, പ്രശ്നങ്ങൾ ഉണ്ടാക്കാനല്ല പറയുന്നത്. അത്രയും ധീരനായ വീരനായ വിജയീഷുവായ ഉമറുൽ ഫാറൂഖ് തങ്ങളെ അള്ളാന്റെ ഹബീബായ പ്രവാചകന്റെ ആധ്യാത്മികമായ അധ്യാപനം കൊണ്ട് മാറ്റിയെടുത്ത സുന്ദരമായ പ്രത്യയ ശാസ്ത്രത്തിന്റെ ഉടമയാക്കി മാറ്റിയപ്പോ
എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ഉമറുൽ ഫാറൂഖിന്റെ ജീവിതം എത്രയാ മാറിയതെന്നറിയുവോ സഹോദരങ്ങളെ? ഒരിക്കലും മഹാനായ ഉമറുൽ ഫാറൂഖ് തങ്ങളുടെ ഖിലാഫത്തിന്റെ സമയം, അവിടുന്ന് ഭരണം നടത്തിക്കൊണ്ടിരുന്ന സമയം, അവിടുത്തെ ഭരണത്തിന്റെ സമയം, ഒരു സംഘം ആളുകൾ, ബഹുദൈവ ആരാധരായ ആളുകൾ കടന്നു വരികയാ. ബിംബാരാധകരായ ആളുകൾ കടന്നു വരിക, ബിംബത്തെ ആരാധിക്കുന്ന ഒരു കൂട്ടം ആളുകൾ. അവർ കടന്നു വന്നിട്ട് പറയുന്നു, അല്ലയോ ഖലീഫ ഉമർ, നിങ്ങൾ ഭരിക്കുന്ന ഭരണമാണ്, നിങ്ങൾ ഭരിക്കുന്ന നാടാണ്, ഞങ്ങൾക്ക് വലിയൊരു പരാതി പറയാനുണ്ട്. എന്താണ്, പറഞ്ഞോളൂ. അവർ പറഞ്ഞു, ഞങ്ങളുടെ ബിംബത്തിന്റെ ഒരു മൂക്ക് നിങ്ങളുടെ വിശ്വാസിയായ ഒരാള് കട്ട് ചെയ്തു, മുറിച്ചു. ആരോടാ പറയുന്നത്? ലോകത്തിൽ ഏറ്റവും വലിയ നീതി എന്ന രണ്ടക്ഷരം പരിചയപ്പെടുത്തിയ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു. എന്താ ഉറങ്ങിയോ? ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവിനോടാ പറയുന്നത്, ഓ മൃതങ്ങളെ ഖലീഫ, അങ്ങയുടെ സമുദായത്തിൽപ്പെട്ട ഒരാള് ഞങ്ങളുടെ ബിംബത്തിന്റെ ഒരു മൂക്ക് മുറിച്ചു. ഉമറുൽ ഫാറൂഖ് തങ്ങൾ അന്വേഷിച്ചു, ശരിയാണോ? ശരിയാ. ഉമറുൽ ഫാറൂഖ് തങ്ങൾ പറഞ്ഞു, നിങ്ങൾക്ക് അതിന്റെ പകരത്തിൽ ഞാൻ ഒരു വെള്ളിയുടെ മൂക്ക് ഞാൻ തരാം. ഒരു വെള്ളിയുടെ മൂക്ക് തരാം അല്ലേ? അതിന്റെ പരിഹാരമായി ഞാനൊരു വെള്ളിയുടെ മൂക്ക് വെച്ച് തരാം. അവർ പറഞ്ഞു, പറ്റൂല, ഞങ്ങൾക്ക് അതൊന്നും പ്രതികാരമായിട്ട് ചെയ്താൽ പറ്റൂല, ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഉമറുൽ ഫാറൂഖ് തങ്ങൾ പറഞ്ഞു, നിങ്ങൾക്കൊരു സ്വർണത്തിന്റെ മൂക്ക് ഞാൻ വെച്ച് തരാം. പറ്റുമോ? പറ്റൂല. സ്വർണത്തിന്റെ മൂക്ക് വെച്ചാൽ ഞങ്ങൾ അടങ്ങിയിരിക്കൂല. ഉമറുൽ ഫാറൂഖ് തങ്ങൾ ഇതൊക്കെ കേട്ട് അവസാനം അടുത്തുനിന്നൊരാളിനോട് പറഞ്ഞു, മോനെ അകത്ത് പോയി ആ വാളിങ് എടുത്തുകൊണ്ട് വാ. പേടിച്ചുപോയി. കാരണം വെള്ളിയുടെ മൂക്ക് വേണോന്ന് ചോദിച്ചു, നമ്മൾ വേണ്ടാന്ന് പറഞ്ഞു. സ്വർണത്തിന്റെ മൂക്ക് വേണോന്ന് ചോദിച്ചു, വേണ്ടാന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ അടുത്ത പരിപാടി എന്താണെന്ന് അവരിങ്ങനെ വളരെ പ്രയാസപ്പെട്ട് നിൽക്കുകയാ. ഉമറുൽ ഫാറൂഖ് തങ്ങൾ പറഞ്ഞു, വാളും കൊണ്ടുവാ. അങ്ങനെ വാള് കൊണ്ടുവന്ന് ഉമറുൽ ഫാറൂഖ് തങ്ങളുടെ കയ്യിലങ്ങോട്ട് കൊടുത്തു. ഉമറുൽ ഫാറൂഖ് തങ്ങൾ ആ വാളിങ്ങെടുത്തിട്ട് തൻ്റെ സ്വന്തം മൂക്കിലേക്ക് കൈപിടിച്ചുകൊണ്ട് ആ മൂക്ക് മുറിക്കാൻ വേണ്ടിയിട്ട് വാളൂങ്ങുകയാ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വാളൂങ്ങുകയാ. എൻ്റെ മൂക്കിതാ, ഈ മൂക്കുള്ളപ്പോൾ നിങ്ങളുടെ ഒരു ബിംബത്തിൻ്റെ മൂക്ക് പോയാ, ഈ ഖലീഫ ഉമറിൻ്റെ മൂക്ക് അതിൻ്റെ പകരത്തിൽ തരാൻ പോവുകയാ. വാളൂങ്ങിയപ്പോൾ അവരോടി വന്നുകൊണ്ട് ഉമറുൽ ഫാറൂഖ് തങ്ങളുടെ കയ്യിൽ പിടിക്കുകയാ. കയ്യിൽ പിടിച്ചുകൊണ്ട് പറയുകയാ, അല്ലയോ ഖലീഫ, ഞങ്ങൾ പൊരുത്തപ്പെട്ടു ഖലീഫ, നിങ്ങൾ എന്താണ് ചെയ്യുന്നത് ഖലീഫ? വെറുതെയല്ല സഹോദരങ്ങളെ. 947 പ്രഭാതത്തിൽ മഹാത്മാഗാന്ധി പറഞ്ഞത്, ഈ രാജ്യത്ത്, ഈ മതേതര രാജ്യത്ത്, ബഹുസ്വരതയുടെ രാജ്യത്ത്, ഈ സെക്കുലർ രാജ്യത്ത്, ഇതര മതങ്ങളുള്ള രാജ്യത്ത്, മതമുള്ളവനും ഇല്ലാത്തവരുമുള്ള രാജ്യത്ത്, ധാരാളം തിയറികൾ ഒരുമിച്ച് കൂടി സമ്പന്നമായ രാജ്യത്ത്, ഈ രാജ്യത്തിൽ സുഖമമായൊരു അന്തരീക്ഷം നിലനിൽക്കണമെങ്കിൽ, സുന്ദരമായ സ്വാതന്ത്ര്യത്തിന്റെ വെളിച്ചം ഇവിടെ മതേതര സ്വഭാവത്തിൽ പൂവണിയണമെങ്കിൽ, ഞാൻ ഈ രാജ്യത്തിൽ ആഗ്രഹിക്കുന്ന ഭരണം അത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനുയായിയായിട്ടുള്ള രണ്ടാമത്തെ ഖലീഫയായിട്ടുള്ള ഉമറിന്റെ ഭരണമാണ് ഞാൻ ഇന്ത്യയിൽ ആഗ്രഹിക്കുന്നതെന്ന് ഗാന്ധിജി പറഞ്ഞെങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ടവരെ, വെറുതെയല്ല, ചരിത്രം പഠിച്ചതുകൊണ്ടാ ഗാന്ധിജി പറയാനുള്ള കാരണം. എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എൻ്റെ പ്രിയപ്പെട്ട പൊന്നുപെങ്ങള്, അതുകൊണ്ട് പരിശുദ്ധമായ ഇസ്ലാമുമായിട്ട് നമുക്കെന്താ ബന്ധമുള്ളത്? അള്ളാഹുവിൻ്റെ ദീനുമായിട്ട് നമുക്കെന്താ ബന്ധമുള്ളത്? നമുക്ക് അള്ളാഹു തന്ന ആരോഗ്യമുണ്ടല്ലോ, നമുക്ക് റബ്ബ് തന്ന ആരോഗ്യമുണ്ടല്ലോ, അത് നമ്മുടെ വൈയക്തികമായ, വ്യക്തിപരമായ, ആത്മീയമായ വിശുദ്ധിക്കെങ്കിലും നമ്മൾ ഉപയോഗപ്പെടുത്തുന്നുണ്ടോ? നമുക്ക് പടച്ചവൻ തന്ന ആരോഗ്യം റബ്ബിന്റെ മുമ്പിൽ നമ്മുടെ ശിരസൊന്ന് കുനിക്കാൻ, അള്ളാഹുവിന്റെ മുമ്പിൽ 5 നേരവും ശിരസൊന്ന് കുനിക്കാൻ നമ്മുടെ ആരോഗ്യം നമുക്ക് പ്രയോജനപ്പെടുത്താൻ കഴിയുന്നുണ്ടോ? ഞാൻ ദീർഘമായി പറയുന്നില്ല, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയുകയാ, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ, ആ ഖുർആനിലൂടെ ഓർമ്മപ്പെടുത്തുകയാ, നിങ്ങൾക്ക് തന്നിട്ടുള്ള ഓരോ ആരോഗ്യത്തിന്റെ ഘടകങ്ങളെയും അവയവങ്ങളെയും കുറിച്ച് അള്ളാഹു ചോദിക്കും, മറന്നു പോകണ്ട. നിങ്ങൾക്ക് അല്ലാഹു തന്ന കണ്ണിന്റെ കാഴ്ചയെ കുറിച്ച് അല്ലാഹു ചോദിക്കും.
ആ കണ്ണിന്റെ കാഴ്ചയെക്കുറിച്ച് അള്ളാഹു ചോദിക്കും. നിങ്ങൾക്ക് അള്ളാഹു തന്നിട്ടുള്ള കാതിനെ കുറിച്ച് അള്ളാഹു ചോദിക്കും. നിങ്ങൾക്ക് അള്ളാഹു സംസാരത്തിന് തന്നിട്ടുള്ള നാവിനെ കുറിച്ച് അള്ളാഹു ചോദിക്കും. നിങ്ങളുടെ ഹൃദയാന്തരാളത്തിൽ അങ്കുരിക്കുന്ന വിഷയമുണ്ടല്ലോ, ചിന്തിക്കുന്ന വിഷയമുണ്ടല്ലോ, അതിനെക്കുറിച്ചും അള്ളാഹു ചോദിക്കും. അള്ളാഹുവിന്റെ ഖുർആൻ പറയുകയാ, ഇന്നസ്സമഅ വൽ ബസറ വൽ ഫുആദ് കുല്ലു ഉലൈക കാന അൻഹു മസൂലാ. നിനക്ക് അല്ലാഹു തന്ന കാഴ്ചയുണ്ടല്ലോ, നിനക്ക് അല്ലാഹു തന്ന കേൾവിയുണ്ടല്ലോ, നിനക്ക് അല്ലാഹു തന്ന നാവുണ്ടല്ലോ, നിനക്ക് അല്ലാഹു തന്ന ചിന്താശേഷിയുണ്ടല്ലോ, കുല്ലു ഉലൈക കാന അൻഹു മസൂലാ. അതിനെ എല്ലാറ്റിനെ കുറിച്ചും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ചോദിക്കുമെന്ന് പറയുമ്പോൾ എത്ര വലിയ നിഅമത്താ ചെറുപ്പക്കാരാ അല്ലാഹു തന്നിട്ടുള്ളതോ ഒന്ന് ചിന്തിക്കാൻ എപ്പോഴെങ്കിലും നീ തയ്യാറായിട്ടുണ്ടോ? നമുക്ക് അല്ലാഹു തന്നിട്ടുള്ള കാഴ്ച ഓക്കെ, അത് കാഴ്ചയാണ്, അത് സംഭവമൊക്കെയാണ്. പക്ഷെ അത് ചെറിയ കാര്യമാണോ പൊന്നുമോനെ? നിനക്ക് അല്ലാഹു തന്നിട്ടുള്ള ഈ പിരികമുണ്ടല്ലോ, ഐബ്രോസ് ഉണ്ടല്ലോ, ഒരു ചെറിയ രോമത്തിന്റെ മഹത്വം പറഞ്ഞാൽ പോലും തീരൂല്ല. തമ്പുരാൻ തന്നിട്ടുള്ള നിഅമത്തിനെ കുറിച്ചൊന്ന് ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ, ഒരല്പം ഞാൻ പറയട്ടെ. ഈ പിരികക്കൊടി ഉണ്ടല്ലോ, നമ്മൾ വിചാരിക്കും ഈ പിരികക്കൊടി സൗന്ദര്യത്തിന് വേണ്ടി അല്ലാഹു തആല തന്നതാ. ഇത് സൗന്ദര്യത്തിന് വേണ്ടി മാത്രമല്ല തമ്പുരാനും തന്നിട്ടുള്ളത്. ഒന്ന് ചിന്തിക്കണേ, നമ്മുടെ ശരീരത്തിൽ ഏറ്റവും ആദ്യം വിയർപ്പുണ്ടാകുന്ന ഭാഗം എവിടെയാ? ഏറ്റവും ആദ്യം വിയർപ്പുണ്ടാകുന്ന ഭാഗം എവിടെയാ? നെറ്റിത്തടത്തില ആദ്യമായിട്ട് വിയർക്കുന്നത് ശരീരത്തില്. ഈ നെറ്റിത്തടത്തിലുള്ള വിയർപ്പിന്റെ കണികകൾ നമ്മുടെ സുന്ദരമായ കണ്ണിലേക്ക് വീഴാതിരിക്കാൻ അള്ളാഹു വെച്ചിട്ടുള്ള വേലിക്കെട്ട സഹോദരങ്ങളെ, നമ്മുടെ ഐബ്രോസ്, നമ്മുടെ ആ സുന്ദരമായ പിരികമുണ്ടല്ലോ, ആ പിരികം ഏതാണ്ട് 500-550 രോമങ്ങളായി പിരികക്കൊടിയിലുള്ളത്. അള്ളാഹു എത്ര കൃത്യമായിട്ടാ നമുക്ക് ഓരോ അവയവങ്ങളും തന്നിട്ടുള്ളത്. സുന്ദരമായ നമ്മുടെ കാഴ്ചയുണ്ടല്ലോ ചെറുപ്പക്കാരാ, 24 മണിക്കൂറും ഫേസ്ബുക്കിലും വാട്സാപ്പിലും നെറ്റിലും നടക്കുന്ന ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, എത്ര പറഞ്ഞാലും ഉസ്താദേ സീരിയല് കാണാതിരിക്കാൻ ഞങ്ങളെ കൊണ്ടാവൂല, ഞങ്ങൾ ഇതിനേക്കാളും വലിയ വാത് കേട്ടിട്ടുള്ളവരാ, പക്ഷേ സീരിയലിനോട് ഇവിടെ പറയാൻ ഞങ്ങളെ കൊണ്ട് പറ്റൂല. റിയാലിറ്റി ഷോ കാണാതിരിക്കാൻ ഉസ്താദെ ഞങ്ങളെ കൊണ്ട് പറ്റൂല. കുട്ടിപ്പട്ടാളം കാണാതിരിക്കാൻ ഞങ്ങളെ കൊണ്ട് പറ്റൂല. കുട്ടികൾ വന്ന് സുന്ദരമായ പാട്ട് പാടുമ്പോൾ എങ്ങനെയാ ഉസ്താദെ ഞങ്ങൾ അടക്കത്തോടെ ഞങ്ങൾ വീട്ടിലിരിക്കുന്നത്? അതൊന്നും നിങ്ങൾ പറയല്ലേ, മറ്റെന്തെങ്കിലും നിങ്ങൾ പറഞ്ഞോ, ഞങ്ങൾ നോക്കാം. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, പൊന്നുമോളെ, ഖബറിൽ പോകാനുള്ളതാണെന്നൊന്ന് ചിന്തിക്കണേ, മഹദിമാരെ കാണാനുള്ളതാണെന്നൊന്ന് ചിന്തിക്കണേ. ഫാത്തിമാന്റെ മുഖം കാണേണ്ടേ പൊന്നുമോളെ, ആയിഷാന്റെ മുഖം കാണേണ്ടേ പൊന്നുമോളെ, ഖദീജാന്റെ കൈപിടിക്കണ്ടേ പൊന്നുമോള്, ആസിയാന്റെ ചാരത്ത് ചെല്ലണ്ടേ പൊന്നുമോളെ, മഹദിയായ മാഷിത്താ ബീവിയുടെ കരങ്ങൾ കവരണ്ടേ പൊന്നുമോളെ. അല്ലാഹു തന്നിട്ടുള്ള ഈ കണ്ണുണ്ടല്ലോ, ഈ കണ്ണിന്റെ മുകളിൽ വെച്ചിട്ടുള്ള അല്ലാഹു ചോദിക്കയാ, അലം നജഅൽ ലഹു ഐനൈൻ വലിസാനൻ വശഫതൈൻ. അല്ലാഹുവിന്റെ ചോദ്യമാണ്, അലം നജഅൽ ലഹു, നിങ്ങൾക്ക് ഞാൻ 2 കണ്ണ് തന്നിട്ടില്ലയോ? നിങ്ങൾക്ക് ഞാൻ സുന്ദരമായ 2 കണ്ണ് തന്നിട്ടില്ലയോ? ചിന്തിച്ചിട്ടുണ്ടോ റബ്ബ് തന്ന ഏറ്റവും വലിയ നിഅമത്തിനെ കുറിച്ച്? ആ കണ്ണിന്റെ മുകളിലുള്ള പോളയുണ്ടല്ലോ, ഈ പോളയുണ്ടല്ലോ കണ്ണിന്റെ മുകളിൽ. ഇതിനെന്താ അവിടെ പറയുന്നത്? പോളയാണ് കണ്ണിന്റെ പോള. പെട്ടെന്ന് നിങ്ങളിവിടെ ശരി, ഇനിയിപ്പോൾ ആരെങ്കിലൊക്കെ എഴുതിയിട്ട് ഞാൻ ചോദിക്കും, അത്യാവശ്യം പോയിട്ട് വരും, വിഷമിക്കട്ടെ. കാരണം നമ്മൾ തമ്മിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞു അല്ലേ? നമ്മൾ തമ്മിൽ വളരെ ആത്മീയമായിട്ടുള്ള ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ഒരുമിച്ച് കൂടലാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് ഒരാൾ പുറത്തേക്ക് പോകുമ്പോൾ ഇങ്ങോട്ട് പോകാന്ന് ചോദിക്കൂല, അങ്ങനെ ചോദിച്ചത് അല്ലാതെ വെറുപ്പൊന്നും ഉണ്ടായോണ്ടല്ല. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അപ്പൊ ഈ കണ്ണിന്റെ പോള എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹു തന്നിട്ടുള്ള വലിയ നിഅമത്താ. വൈപ്പറാണ്. ഒരു ദിവസം 15,000 തവണയാണ് ഈ കണ്ണിന്റെ പോളകൾ ഇങ്ങനെ ചലിക്കുന്നത്. ആർക്കെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടോ? എന്തിനായി വൈപ്പർ തന്നത്? നനവുള്ള കണ്ണിനെ ഇങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുക അല്ലാഹു തആല. അല്ലേ, ഗ്ലാസ്സിൽ അഴുക്ക് പറ്റുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഒന്ന് അടിച്ച് ക്ലീൻ ചെയ്ത്
നല്ല കുട്ടപ്പനാക്കിയിട്ടാ പിന്നെ ഗ്ലാസ് ക്ലിയറില്ല, ഒന്ന് വെള്ളമടിച്ചു കളഞ്ഞു. അതുപോലെ 15,000 തവണ ഒരു ദിവസം നമ്മുടെ കണ്ണിൽ ക്ലീനിങ് നടക്കുകയാ. നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ആർക്കെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടോ ഈ കണ്ണ് 15,000 തവണ ഇങ്ങനെ വെട്ടുന്നത് കൊണ്ട്? അതുകൊണ്ട് വായിക്കാൻ പറ്റുന്നില്ല എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? കാണാൻ പറ്റുന്നില്ല, വാഹനം ഡ്രൈവ് ചെയ്യാൻ പറ്റുന്നില്ല, ബുദ്ധിമുട്ടുണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടോ? എത്ര കൃത്യമായിട്ടാണ് അള്ളാഹുവിന്റെ ക്രിയേഷൻ. അള്ളാഹു ചിന്തിക്കാൻ തൗഫീഖ് തരുമാറാകട്ടെ. ഈ കണ്ണിന്റെ പോളകളിലുള്ള ഇമകളുണ്ടല്ലോ, രോമങ്ങളുണ്ടല്ലോ, 6 മാസത്തിൽ ഒരിക്കൽ പുതിയ രോമങ്ങൾ അള്ളാഹു തന്നുകൊണ്ടിരിക്കുക. നമ്മൾ അറിയുന്നുണ്ടോ? ഒഴിഞ്ഞു പോകും, പുതിയത് വരും. 6 മാസം കൂടി ഇരിക്കുമ്പോൾ. കണ്ണോ 6 പേശികളാണ്, മസിൽസുകളാണ് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ കണ്ണിലുള്ളത്. അത്ഭുതമാണ് അള്ളാഹു തന്ന കണ്ണ്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, തോന്നിവാസം കണ്ട് തീർക്കാനുള്ളതല്ല കണ്ണ്. അള്ളാഹു ചോദിക്കൂലേ ഈ അനുഗ്രഹം? ബൈനോക്കുലർ സിംഗിൾ വിഷൻ, BSV. ഐ സ്പെഷ്യലിസ്റ്റുകാരോടൊക്കെ ചോദിച്ചാൽ ഒരുപാട് വിജ്ഞാനങ്ങൾ കിട്ടും. എൻ്റെ കുടുംബത്തിൽ ഒരാളുണ്ട്, എൻ്റെ ഒരു സഹോദരനുണ്ട്. അദ്ദേഹം പറയാ, ഞാൻ MBBS കഴിഞ്ഞിട്ട് എൻ്റെ സഹോദരനെ ഞാൻ ചോദിച്ചു, എൻ്റെ കുടുംബക്കാരൻ MBBS കഴിഞ്ഞിട്ട് ഞാൻ ഈ കണ്ണിനെ കുറിച്ചൊക്കെ ഇങ്ങനെ നമ്മൾ വായിക്കുമ്പോൾ ഞാൻ ചോദിച്ചു, സ്വാഭാവികം ഈ കണ്ണിനെ കുറിച്ചൊക്കെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു, നിങ്ങളൊരു ഐ സ്പെഷ്യലിസ്റ്റ് അല്ലേ? MBBS കഴിഞ്ഞിട്ട് ഞാൻ 3 വർഷം പഠിച്ചു. ഈ 3 വർഷം ആകെ കണ്ണിന്റെ മൊത്തത്തിലൊന്ന് ഓടിച്ചിട്ടൊന്ന് മറിച്ച് നോക്കിയിട്ടേ ഉള്ളൂ. ഇനി ഓരോ പാർട്സിനെ സംബന്ധിച്ചും ഒരു 3 വർഷം പ്രത്യേകം പഠിക്കാൻ വേറെ കോഴ്സുകൾ ഉണ്ട്. സുബ്ഹാന റബ്ബി, ഒരു കണ്ണിനെ കുറിച്ചാ പറയുന്നത്. ഒരു ദിവസം 33 കോടി, ഒരു നിമിഷം ഒരു സെക്കൻഡിൽ 33 കോടി രാസപ്രവർത്തനങ്ങളാണ് നമ്മുടെ ബോഡിയിൽ നടക്കുന്നത്. ഞാൻ ആദ്യം ഒരു പോയിന്റ് പറഞ്ഞ ഓർമ്മയുണ്ടോ? ഏറ്റവും വലിയ അത്യത്ഭുതകരമായ സൃഷ്ടിപ്പാണ്, ജീവിയാണ് മനുഷ്യൻ. ഒരു നിമിഷം, ഒരു സെക്കൻഡിൽ 33 കോടി രാസപ്രവർത്തനങ്ങളാണ് നമ്മുടെ ഈ മനുഷ്യന്റെ ശരീരത്തിൽ, ഹ്യൂമൻ ബോഡിയിൽ നടക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, 6 പേശികളുള്ള അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തന്ന നമ്മുടെ കണ്ണുണ്ടല്ലോ, BSV എന്ന് പറയുന്ന ബൈനോക്കുലർ സിംഗിൾ വിഷൻ. എന്താണത്? 2 കണ്ണുകൊണ്ട്, ചിന്തിക്കണേ, 2 കണ്ണുകൊണ്ട് ഒന്നായിട്ട് കാണാനുള്ള കഴിവ്. ബൈനോക്കുലർ സിംഗിൾ വിഷൻ, 2 കണ്ണുകൊണ്ട് ഒന്നായിട്ട് കാണുക. മൃഗങ്ങളെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എല്ലാ മൃഗങ്ങൾക്കും അപ്പുറവും ഇപ്പുറവും ആ കണ്ണ്, 2 കണ്ണും മുമ്പിൽ കൊടുത്തിട്ടുള്ള ഒരൊറ്റ ജീവിയുമില്ല. മനുഷ്യർക്ക് മാത്രമേ അങ്ങനെയുള്ളൊരു സംവിധാനം തന്നിട്ടുള്ളൂ. മൃഗങ്ങൾക്ക് ഒരു ഭാഗത്തൊരു കണ്ണ്, മറ്റേ ഭാഗത്ത് വേറൊരു കണ്ണ്. ഈ ഒരു കണ്ണുകൊണ്ട് കാണുമ്പോൾ ഇപ്പുറത്തെ കാഴ്ചയുമായി കണക്ഷനുള്ള മസ്തിഷ്കം മൃഗങ്ങളുടെ അത് ബ്ലോക്ക് ചെയ്ത് വെക്കും. അപ്പൊ ഈ കണ്ണുകൊണ്ട് കാണുന്ന കാര്യങ്ങൾ മാത്രമേ അവരുടെ ബ്രെയിനിലേക്ക് വർക്ക് ചെയ്യൂ. പിന്നെ ഇപ്പുറത്തോട്ട് ശ്രദ്ധിക്കുമ്പോൾ ഇത് ബ്ലോക്ക് ചെയ്യും. പക്ഷേ മനുഷ്യൻ എന്ന് പറയുന്ന അത്ഭുത ജീവിക്ക് അള്ളാഹു 2 കണ്ണുകൊണ്ട് ഒരു വിഷൻ, ഒറ്റ കാഴ്ച. അതൊരു അത്ഭുതമാണ്. വളരെ കൃത്യമായി ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. ഒരു സെക്കൻഡിൽ നിങ്ങൾ ആലോചിക്കണം, 50 വ്യത്യസ്തമായ വസ്തുക്കളെ ഫോക്കസ് ചെയ്യാനുള്ള പവർ ലോകത്തിൽ ഏതെങ്കിലും ഒരു ക്യാമറക്കുണ്ടെങ്കിൽ അത് അല്ലാഹു തന്നിട്ടുള്ള കണ്ണിന് മാത്രമാണ്. എന്താ പറയുന്നത്? ഒരു സെക്കൻഡിൽ 50 വ്യത്യസ്തമായ വസ്തുക്കളെ ഫോക്കസ് ചെയ്യാനുള്ള പവർ ലോകത്തിൽ അങ്ങനെ ഒരു ക്യാമറയും കണ്ടുപിടിച്ചിട്ടില്ല, പിടിക്കത്തുമില്ല. നമ്മുടെ കണ്ണ്, ഈ ക്യാമറ ഇതുൾപ്പെടെയുള്ള എല്ലാ ക്യാമറകളും കണ്ടുപിടിച്ചത് തന്നെ കണ്ണിനെ പഠിച്ചിട്ടാണ്. അത് അറിയൂ, കണ്ണിന്റെ പ്രവർത്തനത്തെ പഠിച്ചിട്ടാണ് ക്യാമറകൾ കണ്ടുപിടിച്ചത് തന്നെ. ചിന്തിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഓരോ അവയവത്തെ കുറിച്ചും പറഞ്ഞാൽ തീരുവോ? അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എന്റെ പ്രിയപ്പെട്ട യുവതി യുവാക്കളെ തമ്പുരാൻ തന്നിട്ടുള്ള അനുഗ്രഹത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു പോയതാ. നമ്മുടെ മൂക്ക് ഒരു റെഫ്രിജറേറ്റർ സിസ്റ്റമാണ്. തണുത്ത വായുവാണ് അകത്തേക്ക് നമ്മൾ വലിച്ചു കയറ്റുന്നതെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ ചൂടാവും, ചൂടാണെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ തണുപ്പാവും. സുബ്ഹാനല്ലാഹ്, വളരെ സംവിധാനങ്ങളാണ് നമ്മുടെ മൂക്കിന്റെ ഉള്ളിൽ. നമ്മുടെ വായ, അല്ലാഹുവിന്റെ മുമ്പിൽ ഇതൊക്കെ സമാധാനം പറയണ്ടേ? നമ്മൾ ചോദിച്ചിട്ട് തന്നതാണോ? അല്ലാഹു പരീക്ഷണാർത്ഥം തന്നിട്ടുള്ള ആരോഗ്യമല്ലേ? ഇതൊക്കെ തമ്പുരാന്റെ മുമ്പിൽ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല, ഒക്കെ റബ്ബിന്റെ മുമ്പിൽ സമാധാനം പറഞ്ഞേ പറ്റൂ. നമ്മുടെ
നാവ്, ചുണ്ട്, സുബ്ഹാനല്ലാഹ്, ഈ നാവ് എത്ര കൃത്യമായിട്ടാണ് നമ്മുടെ ഉള്ളിൽ സംസാരിക്കാൻ മാത്രമല്ല നമ്മൾ ഉപയോഗിക്കുന്നത്. നാവില്ലാതെ ഭക്ഷണം കഴിക്കാൻ പറ്റുമോ? പറ്റുമോ? നാവിനെ ഒന്ന് അടക്കി വെച്ചിട്ട് നിങ്ങൾക്കൊന്ന് ചവയ്ക്കാൻ പറ്റുമോ? നിങ്ങൾ പറയ്, പറ്റുമോ? ഇല്ല. ഗ്രൈൻഡർ കണ്ടിട്ടില്ലേ? ഈ ഗ്രൈൻഡറിന്റെ സൈഡിലൊരു സാധനം വെച്ചിട്ടുണ്ട്. എന്തിനാ? കല്ലിൻ്റെ ഇടയിലേക്ക് ഇങ്ങനെ അരി ഇങ്ങനെ നല്ലപോലെ വീണ് നല്ലപോലെ അരയാൻ വേണ്ടിയിട്ട്. ഒരു ചെറിയ സാധനം, ഒരു ഈത്തപ്പഴം നീ വായിലേക്ക് ഒരു കാരക്ക് ഇട്ട് കഴിഞ്ഞാൽ നീ ഒന്ന് ചിന്തിച്ചിട്ട് ഒന്ന് ചവയ്ക്കണം. ഈ നാക്കിന്റെ പ്രവർത്തനം എത്ര കൃത്യമായിട്ടാണ് അരകിലേക്കും മൂലയിലേക്കുമൊക്കെ ഈ പല്ലിൻ്റെ ഇടയിലേക്കൊക്കെ ഇങ്ങനെ കയറ്റി വെച്ച് അതിനെ ചതച്ച് താഴോട്ട് തരുന്നത്. നമ്മുടെ വായിന്റെ ഉള്ളിൽ ഒരു ചെറിയ നാര് പെട്ടുപോയാൽ, ഒരു ചെറിയ നാര് നമ്മുടെ വായിന്റെ ഉള്ളിൽ പെട്ടുപോയാൽ അത് വ്യക്തമായിട്ട് കണ്ടുപിടിച്ച് ഒരു പൊടിയാണെങ്കിൽ അതിനെ പുറത്തേക്ക് റിജക്ട് ചെയ്യും. ഏത്? ഈ നാവ്. ഞാൻ ചോദിക്കട്ടെ, ഈ ഗ്രൈൻഡർ സംവിധാനം നീ എത്ര ലക്ഷം രൂപ എടുത്ത് മേടിച്ച് വെച്ചാലും ചിരട്ടയുടെ കഷ്ണങ്ങളൊക്കെ ചിലപ്പോൾ അതിലുണ്ടാവും. നമ്മൾ ദോശ അപ്പമൊക്കെ കഴിക്കുമ്പോഴായിരിക്കും കടിക്കുന്നത്. ഇപ്പോഴറിയുന്നത് പിടുത്തം കിട്ടൂല. എത്രയോ കല്ലുകൾ അരഞ്ഞു പോകുന്നു, എത്രയോ നാരുകൾ അരഞ്ഞു പോകുന്നു. ചിലപ്പോ അപ്പമൊക്കെ പിച്ചുന്ന സമയത്തും നമ്മുടെ സഹോദരിയുടെ മുടിയൊക്കെ ഇങ്ങനെ വലിഞ്ഞു വരുന്നതാണ്. ശ്രദ്ധിക്കണം, ശ്രദ്ധിച്ച് ചെയ്താൽ മതി, കുഴപ്പമൊന്നുമില്ല, മുടിയൊന്നും വീഴൂല. ഒരു മുടിയുടെ പേരിലൊക്കെ പ്രശ്നങ്ങൾ പലതും ഉണ്ടായിട്ടുണ്ട്. അതിന്റെ പ്രശ്നമൊന്നും ഉണ്ടാക്കേണ്ട, നേഴ്സൊന്നുമില്ല, എടുത്ത് മാറ്റിയാൽ മതി. ഞാൻ പറഞ്ഞു വരുന്നത്, ഇത്ര അത്ഭുതകരമായ സൃഷ്ടിപ്പ് അല്ലാഹു. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നമ്മുടെ തലയോട്ടിയുടെ മുകൾ ഭാഗത്തുള്ള 2 വരിപ്പല്ലുകളാണുള്ളത്. ഒന്ന് മുകൾ ഭാഗത്ത്, ഒന്ന് താഴ്ഭാഗത്ത്. ഈ താഴ്ഭാഗത്തുള്ള വരിപ്പല്ല് അനങ്ങുള്ളൂ, മുകളിലുള്ളത് അനങ്ങൂല, ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുക. 2 വരിപ്പല്ലുകളിൽ മുകൾ ഭാഗത്തുള്ള പല്ല് അനങ്ങൂല, ഒരാളെ കൊണ്ട് അനക്കാൻ പറ്റൂല, അത് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുക തലയോട്ടിയുമായിട്ട്. താഴെയുള്ളതോ അനങ്ങും. 2ഉം കൂടെ അനങ്ങിയാലോ അരവ് നടക്കൂല. അമ്മിയും കൊലവി 2ഉം കൂടെ ആടിയാ പറ്റുമോ? മുമ്പൊക്കെ കല്ല് താഴെ വെച്ചിട്ട് നമ്മൾ അമ്മിക്കല്ല് വെച്ചോണ്ട് അരക്കില്ല. ഇപ്പോഴും ഒരെണ്ണം ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുക അമ്മി, മറ്റേത് താഴെ അറിയുക. 2 ഓപ്പോസിറ്റ് ആണെങ്കിലും ഒന്നെന്തായാലും അനങ്ങാതിരുന്നെങ്കിൽ മാത്രമേ അരവ് നടക്കൂ. അതുകൊണ്ട് അല്ലാഹു തആല ഒന്നിനെ വളരെ ഉറപ്പിച്ചു നിർത്തി. സുബ്ഹാനല്ലാഹ്. പഴം പോലെയുള്ള വസ്തുക്കൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. നൈസായ പഴം, ഏത്തപ്പഴം, ചെറിയ പഴങ്ങള്, അതുപോലെയുള്ള സാധനങ്ങളൊക്കെ നമ്മളൊന്ന് തിന്നാൻ എന്താ എടുക്കുന്നത്? ഇവിടെ വെച്ചാ കടിക്കുന്നത്? ഒരു പഴം, ഒരു വാഴപ്പഴം കഴിക്കണമെങ്കിൽ നമ്മൾ ഇവിടെയാണോ കടിക്കുന്നത്? ആണോ? അല്ല, ഇവിടുന്ന് കടിച്ച് കട്ട് ചെയ്യാം. ഉളിപ്പല്ലുകൾ, കട്ട് ചെയ്യാൻ ബ്ലേഡ് പോലുള്ള പല്ലുകൾ. സുബ്ഹാനല്ലാഹ്. കട്ട് ചെയ്ത് അകത്താക്കുക. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, വളരെ ക്ലിയർ ആയിട്ട് അളവനുസരിച്ച് കട്ട് ചെയ്ത് അകത്തിടുക, എന്നിട്ട് ചവയ്ക്കുക. എന്നാലോ ഇച്ചിരി കടുകട്ടിയുള്ളൊരു സാധനമാണെങ്കിലോ ഇവിട്ട് കടിക്കോ? ഇല്ല, അതിന് പ്രത്യേകം സൈഡിലുണ്ട് പല്ല്, അങ്ങോട്ട് പോവും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എത്ര കൃത്യമായ അളവാണ്! ഇങ്ങനെ ഓരോ അവയവങ്ങളെ സംബന്ധിച്ച് പറഞ്ഞാൽ തീരാത്ത മഹാത്ഭുതങ്ങളാണ് പടച്ച തമ്പുരാൻ നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് ആ ഭാഗം ഞാൻ തൽക്കാലം അവിടെ വെക്കുക. ഞാൻ പറയാനുള്ള കാരണം, ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ് കുല്ലു ഉലൈക കാന അൻഹു മസ്ഊലാ. എല്ലാ അല്ലാഹു തന്ന ആരോഗ്യപരമായിട്ടുള്ള ആ വല്ലാത്ത അമൂല്യമായ കാര്യങ്ങളെയും തമ്പുരാൻ ചോദിക്കും. ചെറുപ്പക്കാരാ, എന്തിനു വേണ്ടിയിട്ട് നിന്റെ ആരോഗ്യം? എന്തിനു വേണ്ടി നിന്റെ ആരോഗ്യം? അള്ളാഹുവിനെ കുറിച്ച് ചിന്തിക്കാൻ, ഹബീബായ പ്രവാചകനെ കുറിച്ച് ചിന്തിക്കാൻ, വിശുദ്ധമായ ദീനിലേക്ക് എടുക്കാൻ. ഓരോ ആളുകളും മഹാന്മാരും ഔലിയാക്കന്മാരും ആലിമീങ്ങളും ആബിദീങ്ങളും ഒക്കെ മുൻകഴിഞ്ഞ മഹാന്മാരൊക്കെ വളരെ സന്തോഷകരമായിട്ട് അവരുടെ ആരോഗ്യത്തെ ചെലവഴിച്ച കാര്യങ്ങൾ പടച്ച തമ്പുരാന്റെ മുമ്പിൽ പറയും. നീ എന്തോ ചെയ്തു? ഞാൻ കുറച്ച് നേരം ഇങ്ങനെ ഫേസ്ബുക്കിലിരുന്നു. അത് ബോറടിക്കുമ്പോൾ പിന്നെ വാട്സാപ്പ് എടുക്കും, പിന്നെ അത് ബോറടിക്കുമ്പോൾ പിന്നെ ഫേസ്ബുക്കിൽ കയറും, പിന്നെ കുറച്ച് ഗൂഗിളൊക്കെ സെർച്ച് ചെയ്യും. അങ്ങനെ ലോകത്തിൽ ഏറ്റവും മ്ലേച്ഛമായ ലൈംഗികമായ കാര്യങ്ങൾ കാണാൻ ഏറ്റവും കൂടുതൽ ഗൂഗിൾ ഉപയോഗിക്കുന്ന 10 രാജ്യങ്ങളിൽ ഒരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ കേരളത്തിന്റെ അവസ്ഥ എന്താ പറഞ്ഞാ തീരൂല. ചെറുപ്പക്കാരികളുടെ യുവതികളുടെ അവസ്ഥ, വീട്ടമ്മമാരെന്ന് പറയുന്ന യുവതികളുടെ അവസ്ഥ, 2686 യുവതികൾ ഇക്കഴിഞ്ഞ 11 മാസത്തിനുള്ളിൽ വീട് വിട്ടിറങ്ങിപ്പോയി. പല മതക്കാരിൽപ്പെട്ടവർ. അതിൽ 600 സംതിങ് പെൺകുട്ടികൾ 18 വയസ്സിൽ താഴെയുള്ളവരാണ്. ഇന്നലത്തെയോ മിനിഞ്ഞാന്നത്തെയോ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നു,
എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഏറ്റവും ദുരന്തപൂർണമായിട്ടുള്ള വാതായനങ്ങൾ ലോകത്തിലുള്ള ജനങ്ങളുടെ സംസ്കാരത്തെ നശിപ്പിക്കാൻ വേണ്ടി നാനാഭാഗങ്ങളിലേക്കും തുറന്നു വെക്കുമ്പോൾ അതിന്റെ നല്ല വശങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് പറയുകയല്ല, അതിന്റെ മോശവശങ്ങൾ മാത്രം ഉപയോഗപ്പെടുത്തുമ്പോൾ ആലപ്പുഴ ജില്ലക്കാരനായ സുശീലം പിള്ള എന്ന് പറയുന്ന 51 വയസ്സുകാരനായ പ്രായത്തിലേക്ക് വാർദ്ധക്യാവസ്ഥയിലേക്ക് ആയിക്കൊണ്ടിരിക്കുന്ന വാർദ്ധക്യാവസ്ഥയിലായ ആള് സുബ്ഹാനല്ലാഹ് താൻ വിവിധ ചിത്രങ്ങളും വിവിധ രൂപങ്ങളുമുള്ള പ്രൊഫൈൽ പിക്ചറുകൾ ഉണ്ടാക്കി ഫേസ്ബുക്കിലൂടെ, എന്നിട്ട് അവരുമായിട്ട് ചാറ്റിങ്ങും പല നിലക്കും ബന്ധങ്ങളും സ്ഥാപിച്ച് പല കാര്യങ്ങളും അദ്ദേഹം നേടുകയാണ്. അവസാനം ഇപ്പോൾ പിടിച്ചു, 2 ദിവസമായിട്ടേ ഉള്ളൂ. ആളിനെ പിടിച്ചു. കാരണം ഇടുക്കി ജില്ലയിലുള്ള ഒരു പെൺകുട്ടിയെ, അദ്ദേഹത്തിന്റെ പണി എന്താ, ഗൾഫിലെ പെയിന്ററാണ് അദ്ദേഹം, സുശീലം പിള്ള. അങ്ങനെ ഇടുക്കി ജില്ലക്കാരിയായ ഒരു പെൺകുട്ടിയെ വശീകരിക്കാൻ ശ്രമിച്ചു. ഇയാളുടെ കോലം കണ്ടപ്പോൾ ഏതോ 19, 20, 25 വയസ്സുള്ള ചെറുപ്പക്കാരനാണെന്ന് വിചാരിച്ച് പെൺകുട്ടി എവിടെ നിന്നൊക്കെ ഇയാൾ പറഞ്ഞ സ്ഥലത്ത് ഓടിയെത്തി നോക്കുമ്പോൾ സുബ്ഹാനല്ലാഹ് പടുക്കളവൻ ബോധം കെട്ടി വീണു. ആര്? പെണ്ണ് ബോധം കെട്ടി വീണു. റിപ്പോർട്ട് അങ്ങനെ തന്നെ ഉള്ളത്, അലങ്കാരമല്ല, ബോധം പോയി. സുബ്ഹാനല്ലാഹ് സമാനമായ വിഷയങ്ങൾ കാസർഗോഡിന്റെ പല ഭാഗത്തും ഉണ്ടായിട്ടുണ്ട്. ഞാൻ വിശദീകരിക്കുന്നില്ല, അതൊന്നും പറഞ്ഞാൽ തീരൂല. അതുകൊണ്ട് എനിക്ക് പറയാനുള്ള ഈ സമുദായത്തിന്റെ മക്കളോട്, സമൂഹത്തിനോട് പറയാനുള്ളത്, ആപൽകരമായ പല കാര്യങ്ങളും നമ്മുടെ പരിസരങ്ങളിൽ പതിയിരിക്കുകയാണ്. ആ ആപൽഘട്ടങ്ങളെല്ലാം ഏറ്റവും കൂടുതൽ ചൂഷണം ചെയ്യുന്നത് ഏറ്റവും വിലപ്പെട്ട യുവത്വത്തെയാണ്, അമൂല്യമായ യുവത്വം. അതുകൊണ്ട് എന്തിനു വേണമെന്ന് ചിന്തിക്കുക, ആ യുവത്വം എന്തിനാണ് നാം ഉപയോഗപ്പെടുത്തുന്നതെന്ന് ചിന്തിക്കാൻ തയ്യാറാകണം. അല്ലാഹു ചിന്തിക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ഒരൊറ്റ വിഷയം കൊണ്ട് പറഞ്ഞുകൊണ്ട് ഞാൻ ചുരുക്കുകയാണ്. എന്തിനാണ് മഹാന്മാരായ സ്വഹാബികൾ അവര് ദീനിന് വേണ്ടി സഹിച്ച ത്യാഗങ്ങൾ, അവരുടെ യുവത്വം എന്തിനു വേണ്ടി കൊടുത്തു, അവരുടെ ആസ്വാദനം എല്ലാം അവർ മാറ്റിവെച്ച് അള്ളാഹുവിന്റെ ദീനിന് വേണ്ടിയിട്ട് കടന്നു വന്നു. മഹാനായ സഅദ് റളിയല്ലാഹു തആല അൻഹു, മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു, മഹാനവറുകൾ വളരെ കാര്യപ്പെട്ട ഒരു സഹാബിയാണ്. സഅദിൻ സഈദിൻ സുബൈരിൻ തുൽഹാത്തിൻ വഅബി ഉബൈദത്തിൻ വബിനി ഔഫിൻ ആശിരിൽ കറമി. മഹാനായ സഅദ് റളിയല്ലാഹു തആല അൻഹു കാണാൻ ഗ്ലാമർ ഇല്ലാത്ത ഒരു സഹാബിയായിരുന്നു. ഈമാൻ ഉണ്ടെങ്കിലും കാണാൻ വലിയ ചൊറുക്കൊന്നുമില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ ഹബീബായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, അല്ലാഹുവിന്റെ ഹബീബായ പ്രവാചകൻ, നിങ്ങൾ ആലോചിക്കണേ സഹോദരങ്ങളെ, ഓരോ ദിവസവും ഓരോ വിഷയങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കും. ഓരോ വിഷയവും ദർസിൽ ഓരോ കാര്യങ്ങളും ചർച്ച ചെയ്യും. ഒരു ദിവസം അല്ലാഹുവിന്റെ ഹബീബായ പ്രവാചകൻ പറഞ്ഞത് നിക്കാഹിനെ കുറിച്ചായിരുന്നു, വിവാഹത്തെ കുറിച്ചായിരുന്നു. ഒരു ദിവസം നിക്കാഹിനെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു. സുബ്ഹാനല്ലാഹ്, നിക്കാഹിന്റെ സവിശേഷതകളൊക്കെ പറഞ്ഞു. അതിന്റെ നിക്കാഹ് കഴിച്ചാലുണ്ടാകുന്ന വ്യക്തി ശുദ്ധീകരണത്തെ കുറിച്ച് പറഞ്ഞു. വൈയക്തികമായ ജീവിതത്തിൽ, വ്യക്തിപരമായ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രത്യേകതകളെ കുറിച്ചൊക്കെ പറഞ്ഞു. അങ്ങനെ പറഞ്ഞു നോക്കുമ്പോൾ സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിലുണ്ടായിരുന്ന സദസ്സിലുണ്ടായിരുന്ന സഹാബികളിൽ ഏതോ ഒരു സഹാബി ഇങ്ങനെ കരയുന്ന ശബ്ദം കേൾക്കുകയാ, വലിയ കരച്ചിൽ കേൾക്കുകയാ. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, ആരാ മക്കളെ കരയുന്നത്? സഹാബികൾ പറഞ്ഞു, നബിയേ, അത് സഅദാണ് കരയുന്നത്. സഅദിനെ ഇങ്ങ് വിളിക്കൂ മക്കളെ, സഅദ് ഇങ്ങ് വരട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ സഅദ് റളിയല്ലാഹു തആല അൻഹുവിനെ അല്ലാഹുവിന്റെ ഹബീബായ പ്രവാചകന്റെ ചാരത്തേക്ക് വിളിച്ചു. മഹാനായ സഅദ് റളിയല്ലാഹു തആല അൻഹുവിനോട് അല്ലാഹുവിന്റെ ഹബീബായ പ്രവാചകൻ ചോദിച്ചു, എന്തിനാ പൊന്നുമോനെ നീ ഇങ്ങനെ കരയുന്നത്? എന്തിനാ പൊന്നുമോനെ? യാ റസൂലല്ലാഹ്, അങ്ങ് നിക്കാഹിന്റെ കാര്യം പറയുമ്പോൾ, അങ്ങ് വിവാഹത്തിന്റെ സവിശേഷത പറയുമ്പോൾ, അങ്ങ് വിവാഹവുമായി ബന്ധപ്പെട്ട പ്രതിഫലങ്ങളും പറയുമ്പോൾ, ഞാനും ഒരു യുവാവാ, എനിക്കൊരു വിവാഹം വേണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഒരു പെൺകുട്ടിയും എന്നെ കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നില്ല. ഞാൻ കാണാൻ കൊള്ളരുതാത്തവരാ, എൻ്റെ തൊലി കറുത്തുപോയ ആളാ, എനിക്ക് ഗ്ലാമർ ഇല്ലാത്ത ആളാ, എനിക്ക് ചന്തമില്ലാത്ത ആളാ നബിയെ, എന്നെ കണ്ടിട്ട് ഒരാളും ഇഷ്ടപ്പെടുന്നില്ല നബിയെ. ഹബീബായ പ്രവാചകന് വിഷമമായി. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, പൊന്നുമോനെ നീ വിഷമിക്കണ്ട.
നീ എന്തിനാ വിഷമിക്കുന്നത്? നിനക്ക് അംർ ഇബ്നുൽ വഹബിനെ പരിചയമുണ്ടോ? അല്ലാഹുവിന്റെ ഹബീബ് ചോദിക്കുകയാ, നിനക്ക് അംർ ഇബ്നുൽ വഹബിനെ പരിചയമുണ്ടോ? എനിക്കറിയാം റസൂലെ, വലിയ കാര്യപ്പെട്ട സാമ്പത്തിക ശേഷിയുള്ള ഇന്ന സ്ഥലത്ത് പാർക്കുന്ന ഒരു സഹാബിയ, അദ്ദേഹത്തിന്റെ മകൾ ഉമ്മു ജമീലയെ നിനക്കറിയുവോ? ഉടൻ തന്നെ പറയുന്നു, എനിക്കറിയാം റസൂലെ, സുന്ദരിയായ പെണ്ണ, അവള് സുന്ദരിയും സുശീലയുമായ പെണ്ണ, അവൾ ആത്മീയമായിട്ടുള്ള പ്രകാശമുള്ള പെണ്ണ, അവൾ ആത്മീയമായിട്ടുള്ള പ്രകാശമുള്ള പെണ്ണ, റബ്ബിലേക്ക് ലയിക്കുന്ന പെണ്ണ, അല്ലാഹുവിലേക്ക് അടുപ്പമുള്ള പെണ്ണ. നിനക്ക് ആ പെണ്ണിനെ കെട്ടാൻ നിനക്ക് താല്പര്യമുണ്ടോ? അവളെ നിനക്ക് വിവാഹം കഴിക്കാൻ നിനക്ക് സ്വീകാര്യമാണോ? ഞെട്ടിപ്പോയി സഹോദരങ്ങളെ. മഹാനായ സഅദ് റളിയല്ലാഹു തആല അൻഹു പറയുകയാ, യാ റസൂലല്ലാഹ്, യാ ഹബീബല്ലാഹ്, ആ അംർ ഇബ്നുൽ വഹബ് എന്ന് പറയുന്ന സാമ്പത്തികമായ ശേഷിയുള്ള അയാളുടെ തൊഴുത്തിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾ, അദ്ദേഹത്തിന്റെ പറമ്പിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾ എന്നെക്കാൾ എത്രയോ കാണാരസമുള്ള ആളുകളാ. ഈ പാവപ്പെട്ട ഒന്നുമില്ലാത്ത ഫക്കീറായ, കാണാൻ കൊള്ളാത്ത, ഗ്ലാമറില്ലാത്ത, ചന്തമില്ലാത്ത ഞാന് എങ്ങനെയാ അതിനർഹനാവുക എന്ന് പറയുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, പൊന്നുമോനെ പേടിക്കണ്ട, നീ കടന്നു ചെന്നോ, നീ വഹബിനോട് പോയി പറയൂ, ഞാൻ പറഞ്ഞു അദ്ദേഹത്തിന്റെ മകളെ നിനക്ക് വിവാഹം ചെയ്തു തരാൻ. സുബ്ഹാനല്ലാഹ്. അള്ളാന്റെ ഹബീബായ പ്രവാചകൻ പറഞ്ഞതല്ലേ. ഞാനങ്ങനെ പോകുന്നൊക്കെ പറഞ്ഞെങ്കിലും മടിച്ചു പോയി. ചെന്നപ്പോ സുബ്ഹാനല്ലാഹ്, അംറുൽ വഹബിന്റെ വീട്ടിലെത്തി. അംറുൽ വഹബ് കണ്ടപ്പോൾ, തആൽ, കടന്നു വരണം, എന്തൊക്കെയുണ്ട് വിശേഷം? ഇങ്ങനെ വിളിച്ചു. നാട്ടിലൊക്കെ എല്ലാവർക്കും സുഖമാണോ? നബിതങ്ങൾക്ക് സുഖമാണോ? എന്താ മുഖത്തിന് വിഷമം? ആര് ചോദിച്ചു? വഹബ് ചോദിച്ചു സഅദ് റളിയല്ലാഹു തആല അൻഹുവിനോട്, എന്താ ഒരു വിഷമം? മുഖത്തെന്തോ വിഷമമുണ്ടല്ലോ, സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുമല്ലോ ഉണ്ടോ? പറഞ്ഞോ, ഞാൻ തരാം. ഇങ്ങനെ പലതും പറയുന്നു. കണ്ണുനീരിങ്ങനെ ഒലിപ്പിച്ച് നിൽക്കുകയാ മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു. എങ്ങനാ പറയാ, എന്താ പറയാ? അവസാനം കടിച്ചു പിടിച്ചുകൊണ്ട് സധൈര്യം പറയുകയാ, അല്ലാഹുവിന്റെ റസൂല് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അങ്ങയുടെ മകൾ ഉമ്മു ജമീലയെ എനിക്ക് വിവാഹം ചെയ്തു തരാൻ, അങ്ങയുടെ മകൾ ഉമ്മു ജമീലയെ എനിക്ക് നിക്കാഹ് ചെയ്തു തരാ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു. മുൻകോപമുള്ള സഹാബിയായിരുന്നു അംർ ഇബ്നുൽ വഹബ്. ഉടൻ തന്നെ വഹബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂൽ അങ്ങനെ പറയില്ല സഅദ്, നീ പുറത്തേക്ക് ഇറങ്ങി പോയിക്കോ. റസൂലുള്ളാഹി അങ്ങനെ പറയില്ല. മെല്ലെ തള്ളി പുറത്താക്കി കരന്നുകൊണ്ട് മഹാനായ സഅദ് റളിയല്ലാഹു തആല അൻഹു ഹബീബായ പ്രവാചകന്റെ ചാരത്തെത്തിക്കൊണ്ട് കണ്ണീരോടെ പറയുകയാ, ഞാൻ പറഞ്ഞില്ലേ നബിയേ, അംർ ഇബ്നുൽ വഹബ് എന്നെ അട്ടിപ്പായിപ്പിച്ചു നബിയെ, എന്നെ പുറത്തേക്ക് തള്ളിവിട്ടു നബിയെ. പ്രവാചകൻ സമാധാനിപ്പിച്ച് സമാശ്വസിപ്പിച്ചുകൊണ്ട് പറയുകയോ, പേടിക്കണ്ട പൊന്നുമോനെ, ആ വഹബ് ഇപ്പോൾ ഇവിടെ വരും, നീ പേടിക്കണ്ട. അതേ സമയം തന്നെ ആ അംർ ഇബ്നുൽ വഹബിന്റെ മാളികളുടെ അപ്പുറത്ത് നിന്ന്, വീട്ടിന്റെ അകത്ത് നിന്ന്, സുബ്ഹാനല്ലാഹ്, അരമനയുടെ അകത്തു നിന്നൊരു തേങ്ങിക്കരച്ചിൽ കേൾക്കുകയാ. വഹബ് റളിയല്ലാഹു തആല അൻഹു ശ്രദ്ധിക്കുക, ആരാണ് കരയുന്നത്? എന്റെ മോളല്ലേ കരയുന്നത്, ഉമ്മു ജമീലയല്ലേ കരയുന്നത്. മോളെ വിളിച്ചു പറഞ്ഞു, മോളെ നീ പേടിക്കണ്ടോ, ആ സഅദ് എന്ന് പറയുന്നു കറുത്തവനായ വിരൂപനായ മനുഷ്യനൊന്നും നിനക്ക് പുതിയ ആപ്പിളയായിട്ട് കൊടുക്കൂ, നിനക്ക് പുതിയ ആപ്പിളയായിട്ട് ഉപ്പ തെരഞ്ഞെടുക്കൂല. മോള് പേടിക്കണ്ട, മോള് വിഷമിക്കണ്ട. അത് കേട്ടുകൊണ്ടാണോ നീ കരയുന്നത്? നിനക്ക് സുന്ദരനെ തരോ, നിനക്ക് സുമുഖനായ ചെറുപ്പക്കാരനെ ഉപ്പ സെലക്ട് ചെയ്തു തരോ. ഈ പ്രപ്പോസൽ ഒരിക്കലും ഞാൻ അക്സെപ്റ്റ് ചെയ്യൂല, ഇതെനിക്ക് സ്വീകാര്യമല്ല, ഈ ആലോചന എനിക്ക് ഇഷ്ടമല്ല, നിനക്ക് വേണ്ടി ഞാനത് മാറ്റിവെക്കാ. കരയല്ല മോളെ, കരയല്ല എന്ന് പറയുമ്പോ ഉമ്മു ജമീലയുടെ കരച്ചിൽ നാക്കം കൂടുകയോ. ഉമ്മു ജമീല പൊട്ടിക്കറന്നുകൊണ്ട് പറയുകയോ, എന്റെ പ്രിയപ്പെട്ട ഉപ്പ, നിങ്ങൾ എന്താ പറയുന്നത് ഉപ്പ? എനിക്ക് വേണ്ടി സഅദ് എന്ന് പറയുന്ന മനുഷ്യനെ ആലോചിച്ചത് ആരാണുപ്പാ? ലോകത്തിന്റെ അമ്പിളിത്തിങ്കളല്ലയോ, ആകാശ ലോകത്തിന്റെ അധിപന്റെ ഇട്ടക്കാരനല്ലയോ?
എന്നെയും മുപ്പയും ലോകത്തിലെ സർവ്വചരാചരങ്ങളെയും പടക്കാൻ കാരണക്കാരനല്ലയോ? ആ അല്ലാഹുവിന്റെ റസൂല് സെലക്ട് ചെയ്ത ഒരു പുതിയാപ്പിളയെക്കാളും ഹൈറായ ഒരു പുതിയാപ്പിള എനിക്ക് ദുനിയാവിൽ വേറെ കിട്ടുമോ ഉപ്പാ? ആ സഅദിന് 100 വട്ടം സമ്മതമാണുപ്പാ, എനിക്ക് സമ്മതമാണുപ്പാ, എനിക്ക് പൊരുത്തമാണുപ്പാ. എനിക്ക് സഅദിനെ അല്ലാതെ ഒരു പുരുഷനെയും എനിക്ക് ഇഷ്ടമല്ല ഉപ്പാ. അല്ലാഹുവിന്റെ റസൂല് സെലക്ട് ചെയ്ത സഅദിനെ എനിക്ക് 100 വട്ടം ഇഷ്ടമാണുപ്പാ. ഉടൻ തന്നെ പൊന്നുമോളെ, നിനക്കിഷ്ടമെങ്കിൽ ഞാൻ എന്തിനു മടിക്കണം? അതോ ഇറങ്ങി ഓടുകയാ, അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദറത്തിലേക്ക് ഓടുകയാ. ഹബീബായ പ്രവാചകനും മഹാനായ സഅദ് റളിയല്ലാഹു തആല അൻഹും കൂടി നിൽക്കുമ്പോ ഓടിക്കതച്ചുകൊണ്ട് വഹബ് റളിയല്ലാഹു തആല അൻഹു കടന്നു വന്നുകൊണ്ട് പറയുകയാ, യാ റസൂലല്ലാഹ്, പൊറുക്കണേ യാ റസൂലല്ലാഹ്, ഞാൻ അറിയാതെ പറന്നു പോയതാ നബിയേ, ഞാൻ ഓർക്കാതെ പറന്നു പോയതാ നബിയേ. എന്റെ പൊന്നുമോൾക്ക് 100 വട്ടം ഇട്ടമാ, എനിക്കും തൃപ്തിയാ, എനിക്കും തൃപ്തിയാ നബിയേ. അവിടെ നിന്നുകൊണ്ട് തന്നെ വിവാഹത്തിന്റെ ഡേറ്റും നിശ്ചയിച്ചുകൊണ്ട് എല്ലാവരും പിരിയുകയാ. എല്ലാവരും പിരിയുന്നതിന് മുമ്പ് ഇൻഷാ അല്ലാഹ് ഒരു ചെറിയ ബക്കറ്റ് അങ്ങോട്ട് വരും. ആലംബരായ ഒരുപാട് പാവപ്പെട്ടവരുടെ കണ്ണീരൊപ്പാൻ വേണ്ടിയിട്ട് ഈ പാവപ്പെട്ട ചെറുപ്പക്കാർ മുന്നോട്ട് വരികയാ. നിങ്ങൾക്കെല്ലാം അറിയാം, ഞാൻ വിശദീകരിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ ഉറപ്പ് തരികയാ, ഇഖ്ലാസോടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളുടെ കീശയിലുള്ള ആത്മാർത്ഥമായിട്ടുള്ള നല്ല നല്ല ഹദിയകൾ, ആ പഴയ നോട്ടും എടുക്കാത്തതും ചെറുതൊക്കെ ഉണ്ട്, അതവിടെ ഇരിക്കട്ടെ, അത് വേറെ എടുക്കുക. നല്ല സാധനങ്ങളുണ്ട്, കൊമ്പൻ സ്രാവുകളൊക്കെ ഉണ്ട്, അതൊക്കെ അങ്ങോട്ട് എടുത്ത് റാഹത്തായിട്ടും നല്ല നിയത്തിൽ ഈമാൻ ഉറച്ചുകൊണ്ട്, പടച്ചവനെ എൻ്റെ ഇന്ന വിഷമം നീ ഇതുകൊണ്ട് മാറ്റണം, അള്ളാഹു മാറ്റി തരുമാറാകട്ടെ. സദസ്സിൽ വെച്ച് അള്ളാഹു താല ഈ അടുത്ത് ഒരാളുടെ തൃശ്ശൂർ ജില്ലയിൽ വെച്ച് പൂർത്തിയാക്കി കൊടുത്തു. നമ്മുടെ പവറൊന്നുമല്ല, നിങ്ങളെപ്പോലെയുള്ള സത്യവിശ്വാസികളായ ആളുകൾ ആമീൻ പറയുമ്പോൾ കിട്ടിയ പവറ ഉസ്താദന്മാരെ ബർക്കത്ത് കൊണ്ട്. അതുകൊണ്ട് ഇഖ്ലാസോടെ പടച്ചവനെ സഹായിക്കുന്നവരെ പ്രവാചകൻ ഒരു വഴിക്ക്, മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു മറ്റൊരു വഴിക്ക്, മഹാനായ വഹബ് റളിയല്ലാഹു തആല അൻഹു തന്റെ വീട്ടിലേക്ക്. ഡേറ്റായി, നാളെ കല്യാണം, തലേ ദിവസമായി. വേണ്ട ഒരുക്കങ്ങളൊക്കെ പെണ്ണിന്റെ വീട്ടിൽ നടക്കുന്നുണ്ട്, വഹബ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ വേണ്ട ഒരുക്കങ്ങളൊക്കെ നടക്കുന്നുണ്ട്. മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു പാവപ്പെട്ടവനാ, ഒന്നുമില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ അടുത്ത് പറഞ്ഞു, നബി എൻ്റെ അടുത്തൊന്നുമില്ല, നാളെ കാര്യമായിട്ട് ഒരുക്കങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട്, എനിക്ക് ഡ്രസ്സ് വാങ്ങാൻ പോലും ഒന്നുമില്ല എൻ്റെ കയ്യിൽ. അള്ളാഹുവിന്റെ ഹബീബായ പ്രവാചകൻ മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിനെ ഏൽപ്പിച്ചിട്ട് ആവശ്യമുള്ളൊരു പൈസ, ഒരു പണക്കിഴി കൊടുത്തു. എന്നിട്ട് ഇത് വാങ്ങാൻ, സാധനം വാങ്ങാൻ പോകും. നാളത്തെ കല്യാണത്തിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ബസാറിലേക്ക് പോവുകയാണ്, മാർക്കറ്റിലേക്ക് പോവുകയാണ്. നാളത്തെ കല്യാണ ആവശ്യങ്ങൾക്കുള്ള സാധനങ്ങൾ സ്വരൂപിക്കാൻ വേണ്ടി അങ്ങാടിയിലേക്ക്, മാർക്കറ്റിലേക്ക്, ബസാറിലേക്ക് അടിവെച്ച് 1000 മണിയറയിലെ സുന്ദരമായ സ്വപ്നങ്ങളും കണ്ടുകൊണ്ട് നാളെ ഞാൻ പുത്തനുടുപ്പിന്റെ പുതുമണവും അത്തറിന്റെ നിർമ്മണവുമായി എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ സഹധർമ്മിണി, എൻ്റെ പ്രാണപ്രയസി, എൻ്റെ പ്രിയപ്പെട്ട ഉമ്മു ജമീല മണിയറയിൽ ഇരിക്കുമ്പോൾ ഞാൻ എങ്ങനെയാ മണിയറയിലേക്ക് കടന്നു ചെല്ലുന്നത്? ആ രംഗങ്ങളൊക്കെ ഇങ്ങനെ മനസ്സിൽ ഓടിച്ചുകൊണ്ട് ഇങ്ങനെ കടന്നു പോവുകയാണ്. അങ്ങനെ അങ്ങാടിയുടെ അടുത്തെത്തി, ബസാറിന്റെ അടുത്തെത്തി. സുബ്ഹാനല്ലാഹ്, അങ്ങാടിയുടെ അടുത്തെത്തിയപ്പോൾ അവിടെ അതാ ഒരു വിളിയാളം കേൾക്കുകയാ, ഒരു അനൗൺസ്മെന്റ് കേൾക്കുകയാ. എന്താണ് അനൗൺസ്മെന്റ് എന്നറിയുവോ? യാ അയ്യുഹല്ലദീന ആമനൂ, ഓ സത്യവിശ്വാസികളെ, ഓ സഹാബികളെ, ഓ സത്യവിശ്വാസികളെ, അള്ളാഹുവിന്റെ ദീനിനെ തച്ചുടക്കാൻ വലിയ ഒരു ശത്രു വിഭാഗം സർവായുധ വിഭൂഷകരായി കടന്നു വരുന്നുണ്ട്. അള്ളാഹുവിന്റെ ഓർഡറാണ്, ഹബീബായ പ്രവാചകന്റെ അറിയിപ്പാണ്. എല്ലാവരും ആ വലിയ പ്രതിരോധപ്പടയെ പ്രതിരോധിച്ചു നിർത്താ. ഈ സത്യത്തിനെ മായിച്ചു കളയാൻ, ഊതിക്കെടുത്താൻ, ഈ വെളിച്ചത്തിനെ ഊതിക്കെടുത്താൻ വന്നിട്ടുള്ള ആ വിഭാഗത്തിനെ ഒന്ന് തടഞ്ഞു നിർത്താൻ, ഒന്ന് പ്രതിരോധിക്കാൻ, ഒന്ന് സമരകാഹളത്തിലേക്ക് ഇറങ്ങാൻ, ഒന്ന് പ്രതിരോധപ്പടയായിട്ട് ഇറങ്ങാ. എല്ലാവരും ഒന്ന് സജ്ജരാകണേ, എല്ലാവരും ഒന്ന് അണിനിരക്കണേ. സുബ്ഹാനല്ലാഹ്, ആ അനൗൺസ്മെന്റ് കേട്ട ഭാഗത്തിലേക്ക് എല്ലാവരും ഓടുകയാ. അവരവരുടെ ചെറിയ ചെറിയ ആയുധങ്ങളുമായിട്ട് അവർ ഓടുകയാ. ഈ പ്രസ്ഥാനത്തിനെ പിടിച്ചു നിർത്തണമല്ലോ. പരാജയപ്പെട്ടു പോയാൽ ഖിയാമത്ത് നാൾ വരെ അല്ലാഹു എന്ന് പറയാൻ ഒരാളും ഉണ്ടാവൂല. ജഗന്നിയന്താവായ റബ്ബിനെ കുറിച്ച് പറയാൻ ഒരാളും ഉണ്ടാവൂല. അതുകൊണ്ട് ഇതൊന്ന് തടുത്തു നിർത്തിയേ പറ്റൂ. ഉള്ള ആയുധങ്ങളുമായിട്ട് ആളുകൾ അങ്ങോട്ട് പോവുകയാ. മഹാനായ സഅദ് റളിയല്ലാഹു തആല അൻഹു, നാളത്തെ പുതിയ പ്ലയായ സഅദ് റളിയല്ലാഹു
തആല അൻഹു രണ്ടു വട്ടം ചിന്തിച്ചില്ല മക്കളെ. ആ തന്റെ കയ്യിലുണ്ടായിരുന്ന പണക്കിഴി അടിക്കുകയാ. ആ പണക്കിഴി അടിച്ചുകൊണ്ട് എന്നെ തിട്ടപ്പെടുത്തുകയാ. ആ സമ്പത്തുമായി പോയിട്ട് നല്ലൊരു വാള് വാങ്ങുകയാ, നല്ലൊരു പടത്തൊപ്പി വാങ്ങുകയാ, നല്ലൊരു അങ്കി വാങ്ങുകയാ, പടയങ്കി വാങ്ങുകയാ, ഒരു പരിച വാങ്ങുകയാ, ഒരു പടച്ചട്ട വാങ്ങുകയാ, ഒരു കുതിരയെ വാങ്ങുകയാ. ആ കുതിരപ്പുറത്ത് ആ മഹാനായ നാളത്തെ പുതിയ പിളയായ സഅദ് റളിയല്ലാഹു തആല അൻഹു കുതിരയുടെ കടന്നാണ് പിടിച്ചുകൊണ്ട് ഉരുപ്പിടിച്ച വാളുമായിട്ടിരിക്കുമ്പോ സുബ്ഹാനല്ലാഹ് മഹാനായ സഅദ് റളിയല്ലാഹു തആല അൻഹു ചിന്തിക്കുന്നു, പടച്ചവനെ ഞാൻ പോകുന്നത് അല്ലാഹുവിന്റെ ദീനിന്റെ രക്തസാക്ഷിത്വത്തിന്റെ മാർഗത്തിലേക്ക്. അല്ലാഹുവിന്റെ ഹബീബങ്ങാനം എന്നെ അവിടെ വെച്ച് കണ്ടോ, ഞാൻ ആ യുദ്ധകാഹളം മുഴങ്ങുന്നിടത്ത് വെച്ചെങ്ങാണം അല്ലാഹുവിന്റെ റസൂൽ എന്നെ കണ്ട. സഅദേ നീ പോ പൊന്നുമോനെ, നീ പൊയ്ക്കോ പൊന്നുമോനെ, നീ വരണ്ടടാ, നിന്റെ കല്യാണം നാളെയല്ലടോ, നിന്റെ നിക്കാഹ് നാളെയല്ലേ, ഉമ്മു ജമീല നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നില്ലേ പൊന്നുമോനെ, നീ വരണ്ടടാ, ഇവിടെ വേറെ ചുണക്കുട്ടികളുണ്ട്, നീ പൊയ്ക്കോ എന്ന് പറഞ്ഞ് തിരിച്ചു വിടുമോ എന്ന് വിഷമിച്ചുകൊണ്ട് ചിന്തിച്ചുകൊണ്ട് മഹാനായ സഅദ് റളിയല്ലാഹു തആല അൻഹു അതാ ഒരു മുഖം മൂടി അങ്ങ് വാങ്ങുകയാ ചെറുപ്പക്കാരാ, ഒരു മുഖച്ചട്ട വാങ്ങുകയാ ചെറുപ്പക്കാരാ, ഒരു മുഖം മൂടി വാങ്ങിയിട്ടുകൊണ്ട് മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു പോവുകയാ. അതാ ശത്രു വിഭാഗവും മുസ്ലിം സമുദായവും അടുക്കുമ്പോൾ നീതിയും അനീതിയും തമ്മിലുള്ള പോരാട്ടവാ, സത്യവും അസത്യവും തമ്മിലുള്ള പോരാട്ടവാ, ധർമ്മവും അധർമ്മവും തമ്മിലുള്ള പോരാട്ടവാ. ഒരു ഭാഗത്തിലൂടെ സത്യവിശ്വാസികൾ കടന്നു വരുമ്പോൾ മറുഭാഗത്തിലൂടെ അതാ കുഫാറുകൾ അങ്ങെടുക്കുമ്പോ അതാ ഏറ്റുമുട്ടുന്നതിന് തൊട്ട് മുമ്പ് തന്നെ മുസ്ലിം ഭാഗത്ത് നിന്ന് ധീരനായ ഒരു യോദ്ധാവ്, ഒരു കുതിരപ്പടയാള് അല്ലാഹുവിന്റെ റസൂൽ നോക്കുകയാ, ആരാ സഹാബ, ആരാ സഹാബ, ഈ മുഖം മൂടിയിട്ട മനുഷ്യനാരാ സഹാബ, ഈ മുഖം മൂടിയിട്ട മനുഷ്യനാരാ സഹാബ, ഈ മുഖം മൂടിയിട്ട മനുഷ്യനാരാ സഹാബ. എത്ര നല്ല ആർജവ, എത്ര നല്ല ചങ്കൂറ്റവോ. ആ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അങ്ങോട്ടങ്ങിരച്ചു കയറുകയാ. ആ കുതിരപ്പടയാളിയായ മനുഷ്യന്റെ ധീരത കടന്നു കണ്ടുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, അല്ലാഹുവിന്റെ റസൂൽ പറയുകയോ, മനുഷ്യനാണോ ഇത് മാലാഖയാണോ സഹാബ, ഇത് മനുഷ്യനാണോ, ഇത് മനുഷ്യനാണോ മലക്കാണോ സഹാബ. യുദ്ധം കൊടുമ്പിരി കൊണ്ടു മുസ്ലിം സമുദായം വിജയം വരിച്ചു. സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്. ഗനീമത്ത് സ്വത്തുക്കൾ ഒരുമിച്ച് കൂട്ടുമ്പോൾ ഹബീബായ പ്രവാചകൻ ചോദിക്കുന്നു, നമ്മൾ കണ്ട ആ യോദ്ധാവ് എവിടെ സ്വഹാബ, ഒന്ന് നോക്കൂ, ഞാൻ ആ ഭാഗ്യവാനെ ഒന്ന് കാണട്ടെ, എവിടെയാണ് അയാളെ ഒന്ന് കാണട്ടെ. സ്വഹാബികൾ പരതി നോക്കുന്നു, ആളെ കാണുന്നില്ല. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഷഹീദായി കിടക്കുന്ന ഭാഗത്തിലേക്ക് പോകൂ. സുബ്ഹാനല്ലാഹ്. കടന്നു ചെല്ലുമ്പോ ഹബീബായ പ്രവാചകന്റെ ഓർഡർ കിട്ടിയപ്പോ അതാ ഒരു മുഖം മൂടിയിട്ട ശരീരം ലോകത്തോട് സ്വർഗത്തിലേക്ക് പാറി പറന്നുപോയി. സ്വർഗത്തിലേക്ക് പ്രയാണം ചെയ്ത ആ മുഖം മൂടിയിട്ട മനുഷ്യനെ കാണുകയാ, ഷഹീദായി കിടക്കുകയാ. സുബ്ഹാനല്ലാഹ്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, അടുത്തോടി വന്നു, എന്നിട്ട് പറഞ്ഞു, മക്കളെ ആ മുഖം മൂടി മാറ്റൂ, ഞാൻ ആ മുഖമൊന്ന് കാണട്ടെ, ഈ ഭാഗ്യവാനെ ഞാനൊന്ന് കാണട്ടെ, ഈ ഭാഗ്യവാനെ ഞാനൊന്ന് കാണട്ടെ മക്കളെ. ആ മുഖച്ചട്ട മാറ്റൂ, മുഖം മൂടി മാറ്റൂ. ആ മുഖം മൂടി അങ്ങ് മാറ്റിയപ്പോ ഹബീബായ പ്രവാചകന് കടന്നുപോയ സഹോദരങ്ങളെ, റസൂലുള്ളാഹിനെ കരയിച്ച പല സംഭവങ്ങളിൽ ഒരു സംഭവം അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, നാളത്തെ പുതിയ സഅദല്ലയോ ഇത്, നാളത്തെ പുതിയ സഅദല്ലയോ മക്കളെ, നാളത്തെ പുതിയ സഅദല്ലയോ. ഹബീബായ പ്രവാചകന് കടന്നുപോയ സഹോദരങ്ങള്, മഹാനായ സഅദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മഹാനായ സഅദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ സുന്ദരമായ ഭൂമേനി ഹബീബായ പ്രവാചകനടക്കമുള്ള സഹാബികൾ അതാ ഖബറിന്റെ അരികിലേക്ക് കൊണ്ടുപോകുമ്പോ നോക്കുമ്പോ അത്ഭുതകരമായിട്ടുള്ളൊരു കാഴ്ച കാണുകയാ. ഹബീബായ പ്രവാചകന്റെ കാല് നിലത്ത് കുത്തുന്നില്ല, റസൂലുള്ളാഹിന്റെ കാൽപാദം കാലിന്റെ പടം താഴെ കുത്തുന്നില്ല, അവിടുന്ന് വിരല് കുത്തി ഇങ്ങനെ നടക്കുകയാ. സഹാബികൾ നോക്കുമ്പോ വലിയ തിരക്കൊന്നുമില്ലല്ലോ, വലിയ പ്രശ്നമൊന്നുമില്ലല്ലോ, എന്തിനാ പ്രവാചകൻ കാലിന്റെ പടം താഴെ കുത്താതെ കണ്ട് അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ വിരല് കുത്തി നടക്കുന്നത് എന്തിനാ? സഹാബികൾക്ക് കൗതുകമായി. ആ
മഹാനായ സഅദ് റളിയല്ലാഹു തആല അൻഹുവിനെ സുബ്ഹാനല്ലാഹ് മയ്യത്ത് അങ്ങ് വെച്ചു. ഖബറിലേക്ക് വെച്ചപ്പോൾ ഹബീബായ പ്രവാചകൻ, അള്ളാന്റെ ഹബീബായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തലയങ്ങ് തിരിച്ചു കളഞ്ഞു. തലയങ്ങ് തിരിച്ചു ഖബറിലേക്ക് വെച്ചപ്പോൾ സഹാബികള് അടക്കം എല്ലാം കഴിഞ്ഞിട്ട് അള്ളാന്റെ ഹബീബായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട്, ഹബീബായ പ്രവാചകനോട് ചോദിക്കുക, അള്ളാന്റെ ഹബീബായ പ്രവാചകനോട് ചോദിക്കുക, യാ റസൂലല്ലാഹ്, യാ ഹബീബല്ലാഹ്, സഅദിനെ കൊണ്ടുപോയപ്പോൾ വലിയ തിരക്കൊന്നുമില്ലായിരുന്നല്ലോ, വലിയ പ്രതിസന്ധിയൊന്നുമില്ലായിരുന്നല്ലോ, എന്തുകൊണ്ടാ പ്രവാചകരെ അങ്ങയുടെ പടം കാലിന്റെ ആ ഭാഗം താഴെ കുത്താതെ വിരൽ കുത്തി നടന്നത് യാ റസൂലല്ലാഹ്? അള്ളാന്റെ ഹബീബ് പറയുകയാ, അല്ലയോ യാ സഹാബ, നിങ്ങൾ പറഞ്ഞത് ശരിയാ, നിങ്ങൾ പറഞ്ഞത് കറക്റ്റാ. ഞാൻ കാല് കുത്താതിരുന്നതിന്റെ കാരണം മറ്റൊന്നുമല്ല, അള്ളാഹുവിന്റെ ആകാശ ലോകത്ത് നിന്ന് ആയിരക്കണക്കിന് മലക്കുകൾ ഈ ഭാഗ്യവാനായ സഅദിന്റെ മയ്യത്തിനെ അനുഗമിക്കാൻ അല്ലാഹു പെയ്തിറക്കിയപ്പോൾ എന്റെ കാല് കുത്താൻ സ്ഥലം കിട്ടിയില്ല മക്കളെ. എന്തിനാ റസൂലേ അങ്ങയുടെ കൈകൊണ്ട് ആ മയ്യത്ത് ഖബറിൽ വെച്ചപ്പോൾ തല തിരിച്ചു കളഞ്ഞത് യാ റസൂലല്ലാഹ്? ഞാൻ ഈ മയ്യത്ത് ആ ഖബറിലേക്ക് വെച്ചപ്പോൾ ആ ഖബറിന്റെ നാനാഭാഗത്തു നിന്നും സുന്ദരികളായിട്ടുള്ള ഹൂറുല്യങ്ങളായിട്ടുള്ള തരുണികൾ ഓടി വരികയാ. അവര് പറയുന്നു, ഒരുവള് പറയുന്നു എനിക്ക് വേണം സഅദിനെ, മറ്റവള് പറയുന്നു നിനക്ക് തരൂല, എനിക്ക് വേണം ഈ സഅദിനെ. അങ്ങനെ മത്സരിച്ചു കൊണ്ടുവരുമ്പോൾ അവരിൽപ്പെട്ട ഒരാളുടെ, ഒരു ഹൂറുല്ലീനായിട്ടുള്ള പെണ്ണിന്റെ ഔറത്ത് വെളിവായി. ഞാൻ അതുകൊണ്ടാ തല തിരിച്ചു കളഞ്ഞതെന്ന് പറയുമ്പോൾ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അവരും ഈ ഭൂമിയിലാ ജീവിച്ചത് ചെറുപ്പക്കാരാ, അവരും ഇവിടെ തന്നെ ജീവിച്ചത് സഹോദരങ്ങളെ. അന്നുണ്ടായിരുന്ന മലക്കുകൾ ഇന്നുമുണ്ട് പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ. ഒരു നല്ല യുവത്വം നിനക്കുണ്ടോ പൊന്നുമോനെ? 5 നേരവും കൃത്യമായി നിസ്കരിക്കാൻ നിന്നെ കൊണ്ട് സാധിക്കുന്നുണ്ടോ? വിശുദ്ധമായ കലാം ഒന്ന് പാരായണം ചെയ്യാൻ നിന്നെ കൊണ്ട് സാധിക്കുന്നുണ്ടോ? അസ്രായിൽ തൊട്ട് പിന്നിലൊന്നുണ്ടെന്നുള്ള ബോധമുണ്ടോ? ഹറാമിയത്തും തെമ്മാടിത്തരവും താന്തോ നിവാസവുമായിട്ട് നടക്കുന്ന ചെറുപ്പക്കാരാ, ഖബറിലേക്ക് നിന്നെയും കൊണ്ടുപോവൂല്ലേ പെങ്ങളെ? നിന്നെയും കൊണ്ടുപോവൂല്ലേ? നിന്നെയും കൊണ്ടുപോവൂല്ലേ? ചെതലും പുഴുക്കളും തവളം പെരുത്തുണ്ടതിൽ, സന്തോഷമാണവകൾക്കു നീ ചെല്ലുന്നതിൽ. പൊൻവർണ കോമള മൃദുലമായ ശരീരമിൽ, സമരത്തിലാണ് പരസ്പരം തിന്നുന്നതിൽ. അതിഭീകരമായ ഖബർ ഒന്നാലോചിക്ക്. പച്ച മണ്ണിന്റെ ഗന്ധം നമുക്കിനി കേൾക്കാൻ എത്ര ദിവസമായി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്റെ പ്രിയപ്പെട്ട ഈ സഹോദരങ്ങളോട് ഞാൻ പറയുന്നു, എല്ലാവരും ഒന്ന് എഴുന്നേറ്റൊന്ന് മുമ്പോട്ടൊന്ന് നീങ്ങി നിൽക്കണേ. ഒരു ചെറിയ ദ്വാരക്കാൻ വേണ്ടിയിട്ട ആ പരിസരത്ത് വിനീതന ശബ്ദം ശ്രവിച്ചുകൊണ്ട് നിന്ന ആളുകൾ, സഹോദരിമാരും എഴുന്നേക്കരുത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, എല്ലാ ആളുകളും, പുറത്തുള്ള ആളുകൾ ഒന്ന് മുമ്പോട്ടൊന്ന് നീങ്ങി നിൽക്കണേ. എല്ലാ ആളുകളും, അല്ലാഹുവേ ഞങ്ങൾ പറഞ്ഞതും കേട്ടതും നിന്റെ പൊരുത്തത്തിലാക്കണേ റബ്ബേ, നിന്റെ തൃപ്തിയിലാക്കണേ അല്ലാ. പടച്ചവനെ, എന്തെങ്കിലും പോരായ്മകൾ വന്നിട്ടുണ്ടെങ്കിൽ നീ പരിഹരിക്കണേ റബ്ബേ. പടച്ചവനെ, നല്ല മനസ്സോടെ, ആത്മാർത്ഥതയോടെ, ആത്മീയ ആവേശത്തോടെ, അവബോധത്തോടെ ഇവിടെ ഒരുമിച്ച് കൂടിയ മുഴുവൻ ആളുകളെയും റബ്ബേ നീ കബൂലാക്കണേ അല്ലാ. ആമീൻ പറഞ്ഞ അവസാനം സ്വലാത്ത് ചെല്ലാതെ ഒരൊറ്റാളും പുറത്തേക്ക് പോകരുത്. എവിടെയാ നമ്മുടെ രക്ഷയെന്ന് പറയാൻ പറ്റൂല, എവിടെയാ നമുക്ക് പടച്ചവൻ വിജയത്തിന്റെ കവാടമെന്ന് പറയാൻ പറ്റൂല, ഏത് വാക്കുകളാ, ഏത് പ്രാർത്ഥനയാ നമ്മുടെ ജീവിതത്തിൽ പ്രകാശമെന്ന് പറയാൻ പറ്റൂല. അതുകൊണ്ട് ആ പരിസരത്ത് നിൽക്കുന്ന എല്ലാ ആളുകളും സദസ്സിലേക്ക് കടന്നു വരണം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ മഹത്തായ ഇൽമിന്റെ മജ്ലിസിൽ നമ്മെ അല്ലാഹു ഒരുമിച്ച് കൂട്ടി നമുക്ക് വലിയ നിഅമത്താ നൽകിയത്. അല്ലാഹുവേ, ഇതുപോലെ നാളെ നിന്റെ ജന്നാത്തുൻ നഈമിലും ഞങ്ങളെ ഒരുമിപ്പിക്കണേ റബ്ബേ. അതുകൊണ്ടാലോചിക്കണം, നമ്മളെല്ലാവരും മരിക്കും എന്നല്ല പറയാനുള്ളത്, നമ്മളെല്ലാവരും മരിച്ചുകൊണ്ടിരിക്കുന്നവരാ, നമ്മളെല്ലാവരും മരണത്തിന്റെ ക്യൂവിലാ സഹോദരങ്ങളെ ഉള്ളത്, നമ്മളെല്ലാവരും മരണത്തിന്റെ കൂവിലാ നമ്മളുള്ളത്. അതുകൊണ്ട് ആലോചിക്കണം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. ഒരു ചെറിയ ദുആ ആരക്കുന്നു. അതിനു മുമ്പ് ഹബീബായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ഒരൽപ്പം
മദ്ഹ് നമ്മൾ ചൊല്ലുന്നു. അതുകൊണ്ട് മരിക്കുന്ന സമയം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ് മരിക്കാൻ കഴിയണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അതാണ് ഏറ്റവും വലിയ കാര്യം. എവിടെയാ എപ്പോഴാ എങ്ങനെയാ നമുക്ക് മരിക്കുന്നതെന്ന് പറയാൻ പറ്റൂല. ഒരു പിടി ആഗ്രഹങ്ങൾ ബാക്കി വെച്ച് കൊണ്ടുപോകുന്ന പാവപ്പെട്ട മനുഷ്യരായ എത്ര കാൽച്ചുവട്ടടികളാണ് നമ്മുടെ ജീവിതത്തിൽ ഇനി ബാക്കിയുള്ളത്. നമ്മൾ എവിടെയൊക്കെ ഇനി പോകും, എത്ര ശ്വാസോച്ഛ്വാസമാണെന്ന് പോലും അതിന്റെ ക്ലിപ്തത പോലും അള്ളാഹുവിന്റെ ഖജനാവിലുണ്ട്, അള്ളാഹുവിന്റെ അടുത്ത് റിപ്പോർട്ടുണ്ട്. അല്ലേ? ആ ശ്വാസോച്ഛ്വാസത്തിന്റെ എണ്ണം തീർന്നാൽ രോഗിയാണോ എന്ന് അള്ളാഹു നോക്കൂല, അസ്രായിൽ നോക്കൂല. അല്പ ഗൾഫിൽ നിന്ന് വന്നിട്ടേ ഉള്ളൂ, അല്ലെ ഗൾഫിലോട്ട് പോയിട്ടേ ഉള്ളൂ, ഫ്ലൈറ്റിലാണ്, ഒന്നും പറയാൻ പറ്റൂല. എവിടെയാണ്, എങ്ങനെയാ, എപ്പോഴായ ഒന്നും പറയാൻ പറ്റൂല. അള്ളാഹുവേ, നീ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹ്. മരിക്കുന്ന സമയം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ് മരിക്കാനുള്ള തൗഫീഖ് നൽകണേ റബ്ബേ. പടച്ചവനെ, ഞങ്ങളുടെ മയ്യത്ത്, പടച്ചവനെ, ഞങ്ങളുടെ റൂഹ് പിരിയാൻ നേരത്ത് അല്ലാഹുവേ, അല്ലാഹുവേ, ആ സമയം നീ സന്തോഷിപ്പിക്കണേ അല്ലാഹ്. ബേജാറാക്കല്ല റബ്ബേ, പരിഭവമുള്ളതാക്കല്ല റബ്ബേ, പരിഭ്രമം ഉള്ളതാക്കല്ല റബ്ബേ, പ്രതിസന്ധിയിലാക്കല്ലേ അല്ലാഹ്. ആലോചിക്കണേ സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ ശ്വാസോച്ഛ്വാസത്തിന്റെ എണ്ണം തീർന്നു പോയാൽ അടുത്ത ഓക്സിജന്റെ സിലിണ്ടർ അടുക്കി വെച്ചിട്ടുണ്ട് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അടുത്ത് ഓക്സിജന്റെ സിലിണ്ടർ ഉണ്ട് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിന്റെ ഉള്ളിലാ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? വിദഗ്ധന്മാരായ പ്രൊഫസേഴ്സും ഡോക്ടേഴ്സും ഉണ്ട് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഒരുപാട് നഴ്സന്മാരുടെ സമ്മേളനം തന്നെയുണ്ട് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നമ്മുടെ റൂഹിനെ അല്ലാഹു കൊണ്ടുപോകുമ്പോൾ ചെറുപ്പക്കാരാ, പൊന്നുമോനെ, അഹങ്കരിക്കല്ലേ, അല്ലാഹുവിനെ മറന്ന് ജീവിക്കല്ലേ. ഈ ലോകമങ്ങ് തീരാൻ പോവുകയായി, ഇടവേളയാ, ഒരല്പസമയം ഇവിടെ തന്നിട്ടുള്ളൂ. മരണത്തോടുകൂടി ആ ജീവിതം തുടങ്ങുന്നത്, പിന്നെ അവസാനമില്ല. അവിടെ നമ്മൾ കാലിടറിപ്പോയാൽ, അവിടെ നമ്മൾ പരാജയപ്പെട്ടു പോയാൽ ഈ ജീവിതം കൊണ്ടൊരർത്ഥവും ഇല്ല. അതുകൊണ്ട് ചിന്തിക്കണേ, നമ്മുടെ ജീവിതങ്ങളെല്ലാം, നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം, നമ്മുടെ എല്ലാ സമ്പാദ്യ മാർഗങ്ങളും വ്യവഹാര മേഖലകളും എല്ലാം പടച്ചവന്റെ പൊരുത്തത്തിലാക്കണേ അല്ലാഹുവേ. നിന്റെ പൊരുത്തത്തിലാക്കി തരണേ റബ്ബേ. പടച്ചവനെ, മരിക്കുന്ന സമയം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാതെ ഞങ്ങളെ മരിപ്പിക്കല്ലേ റബ്ബേ. നല്ലതുപോലെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാനും സന്തോഷത്തോടെ മരിക്കാനും നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. തങ്ങളുടെ പേരിൽ എൻ്റെ സദസ്സുകളിൽ സാധാരണ അവസാന സമയം ചെറിയ ബൈത്ത് ഹബീബിന്റെ പേരുള്ള മഹബത്താണ്. അള്ളാഹിന്റെ റസൂലിനെ മരിക്കുന്നതിന് മുമ്പ് നീ കിനാവിൽ കാണാം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. റസൂലുള്ളാഹിനെ ഒന്ന് സ്വപ്നം കാണാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ഇങ്ങനെ ബൈത്തും സലാത്തും ഒക്കെ ചൊല്ലി പലരും കണ്ടിട്ടുണ്ട്, അനുഭവങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ വിശദീകരിക്കുന്നില്ല. അതുകൊണ്ട് ഇത് കേവലം കളിയല്ല, ആസ്വാദനത്തിനല്ല, അലങ്കാരത്തിനല്ല, കേവലം അഭിപ്രായത്തിനല്ല, ഹബീബായ പ്രവാചകനോടുള്ള അനുരാഗത്തിന് വേണ്ടിയിട്ട്. കുറച്ചും കൂടി ഹബീബായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എനിക്ക് അയാളെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട്, ആ ഓപ്പറേറ്ററെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ, അള്ളാഹു ഖൈർ ചെയ്യുമാറാകട്ടെ. അതുകൊണ്ട് എല്ലാ ആളുകളും ആ മഹബത്ത് മുന്നിൽ വെച്ചുകൊണ്ട് എല്ലാ ആളുകളും ഹബീബായ പ്രവാചകന്റെ പച്ചക്കുബ്ബ മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് ഈ ബൈത്ത് ചെല്ലണം. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ, അള്ളാഹു ഖൈർ ചെയ്യുമാറാകട്ടെ. നല്ല ഡിലേ കൂട്ടി, പരമാവധി കൂട്ടി. ربنا يا ربنا 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 مولاي صل وسلم. DD3 ഇല്ലല്ലേ, DD4 5 ഒന്നുമില്ല. للخلق كلهم ثم الرضا عن نبي بكر وعن عمر وعن علي وعن عثمان ذي الكرم مولاي صل وسلم دائما أبدا على للخلق كلهم سعد سعيد زبيد طلحة وأبي عبيدة وابن عوف عشير الكرام
مولاي صل وسلم على حبيبك خير الخلق كلهم يا ربي بالمصطفى بلغ مقاصدنا يا ربي بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي على حبيب الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد أرحم الراحمين يا الله കരുണയുള്ള റബ്ബേ ഞങ്ങളുടെ ദുആകളെ നീ സ്വീകരിക്കണേ അല്ലാഹ് പടച്ചവനെ ഞങ്ങളുടെ പ്രാർത്ഥനകളെ നീ സ്വീകരിക്കണേ അല്ലാഹ് പടച്ചവനെ ഞങ്ങളുടെ ദുആകളെ നീ കബൂലാക്കണേ അല്ലാഹ് നാഥനായ റബ്ബേ ഞങ്ങളുടെ പാപങ്ങളെല്ലാം നീ പൊറുക്കണേ അല്ലാഹ് പടച്ചവനെ ഞങ്ങളുടെ മുഴുവൻ പാപങ്ങളും നീ പൊറുക്കണേ അല്ലാഹ് പാപികളായി ഞങ്ങളെ ഒരാളിനെയും നീ കൊണ്ടുപോകല്ലേ അല്ലാഹ് പാപങ്ങളെല്ലാം പൊറുപ്പിച്ച് സന്തോഷത്തോടെ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കാൽവെപ്പ് നടത്താൻ ഞങ്ങൾക്കും ബന്ധപ്പെട്ടവർക്കും നീ തൗഫീഖ് നൽകണേ റബ്ബേ നാഥനായ റബ്ബേ ഖാലിഖായ റബ്ബേ പടച്ചവനെ മഹത്തായ കർമ്മത്തിന് വേണ്ടി ഒരുമിച്ച് കൂടിയ ആളുകൾ പടച്ചവനെ അല്ലാഹുവേ എല്ലാവർക്കും നീ ഖൈർ നൽകണേ റബ്ബേ പടച്ചവനെ ഉമ്മ പെങ്ങന്മാർ നീ ബറക്കത്ത് നൽകണേ അല്ലാഹ് റാഹത്ത് നൽകണേ അല്ലാഹ് ഇസ്സത്ത് നൽകണേ അല്ലാഹ് പടച്ചവനെ അവർക്ക് നീ ഖൈറും ബറക്കത്തും നൽകണേ അല്ലാഹ് അല്ലാഹുവേ ഞങ്ങളുടെ വിഷമങ്ങളെല്ലാം മാറ്റണേ റബ്ബേ പടച്ചവനെ തൊഴിലുകളിൽ ബറക്കത്ത് നൽകണേ അല്ലാഹ് തൊഴിലില്ലാത്തവർക്ക് ബറക്കത്തുള്ള തൊഴിലുകൾ നൽകണേ അല്ലാഹ് പടച്ചവനെ ആരോഗ്യം നീ കാക്കണേ റബ്ബേ പടച്ചവനെ മക്കളില്ലാതെ കണ്ണുനീര് കുടിക്കുന്നവരുണ്ട് അല്ലാഹ് പടച്ചവനെ അവർക്ക് നല്ല മക്കളെ നീ നൽകണേ അല്ലാഹ് മക്കളെ കൊണ്ട് കണ്ണുനീര് കുടിക്കുന്നവരുണ്ട് അല്ലാഹ് ആ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ അല്ലാഹ് പടച്ചവനെ മക്കളുടെ സ്വഭാവ ദൂഷ്യം കൊണ്ട് അവരുടെ ആരോഗ്യ പ്രശ്നം കൊണ്ട് അവരുടെ മറ്റു പല വിഷയങ്ങൾ കൊണ്ട് വേദനയുള്ളവരുണ്ട് അല്ലാഹ് എല്ലാ മക്കൾക്കും നീ ഖൈർ നൽകണേ റബ്ബേ പടച്ചവനെ പരീക്ഷകൾ കടന്നു വരുന്ന സമയമാണ് രണ്ട് വിദ്യാഭ്യാസത്തിനുള്ള നല്ല ഓർമ്മശക്തിയും കൂർമ്മ ബുദ്ധിയും തൻ്റെ ഇടവും ഉത്സാഹവും നൽകണേ അല്ലാഹ് കണ്ണിന് കുളിർമയുള്ള കുരുന്നുകളാക്കണേ റബ്ബേ കണ്ണുനീര് കുടിപ്പിക്കുന്ന മക്കളാക്കല്ല റബ്ബേ കണ്ണുനീര് കുടിപ്പിക്കുന്ന മക്കളാക്കല്ലേ അല്ലാഹ് തമ്പുരാനേ പടച്ചവനെ ദീനിന്റെ ഖാദിമീങ്ങളായ മുഖ്ലിസീങ്ങളായ സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാർക്ക് നീ ഖൈർ നൽകണേ അല്ലാഹ് അല്ലാഹുവേ ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാഹ് പടച്ചവനെ അല്ലാഹുവേ മുഴുവൻ സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാർക്കും നീ ഖൈറും ബറക്കത്തും നൽകണേ അല്ലാഹ് വിശിഷ്യ ഖമറുൽ ഉലമാ കൻസുൽ ഉലമാ സിറാജുൽ ഉലമാ പടച്ചവനെ മുഴുവൻ പണ്ഡിതന്മാർക്കും സയ്യിദന്മാർക്കും നീ ആഫിയത്ത് കൊടുക്കണേ റബ്ബേ പടച്ചവനെ വഫാത്തായി പോയ പല നേതാക്കന്മാരുമുണ്ട് അല്ലാഹ് പടച്ചവനെ ഉള്ളാളത്തുപ്പാപ്പ ഖബറിലാ റബ്ബേ ശിഹാബ് തങ്ങളെ ഖബറിലാ റബ്ബേ ശംസുൽ ഉലമ ഖബറിലാ അല്ലാഹ് ഖുതുബി തങ്ങളെ ഖബറിലാ അല്ലാഹ് പടച്ചവനെ നൂറുൽ ഉലമ ഖബറിലാ അല്ലാഹ് അവേലത്ത് തങ്ങളെ ഖബറിലാ അല്ലാഹ് പല നേതാക്കന്മാരും പണ്ഡിതന്മാരും സയ്യിദന്മാരും ഖബറിലാണ് റബ്ബേ അവരുടെ ദറജ നീ വർദ്ധിപ്പിക്കണേ അല്ലാഹ് ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഖബറിൽ കിടക്കുന്ന ആളുകൾ
ആ ഖബറുകളും നീ സന്തോഷത്തിലാക്കണേ അല്ലാ. അവരുടെ മണ്ണറകളെല്ലാം നീ മണിയറകളാക്കണേ റബ്ബേ. അവര് ചെയ്തു പോയ പാപം പൊറുക്കണേ റബ്ബേ. അവര് ചെയ്തു പോയ തിന്മകൾ മാപ്പാക്കണേ അല്ലാ. നന്മകൾക്ക് 10 മടങ്ങ് പ്രതിഫലം നൽകണേ റബ്ബേ. പടച്ചവനെ, ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ വിശ്വാസികൾ പ്രയാസങ്ങളിലാണ് റബ്ബേ. പടച്ചവനെ, സിറിയയിലുള്ള ഒരു പൊന്നുമോളുടെ ചിത്രം കണ്ട് മനസ്സ് നുറുങ്ങിപ്പോയി. ഏതോ ഒരു ഫോട്ടോഗ്രാഫർ 4 വയസ്സുള്ള പൊന്നുമോളാണ്, ഒന്നും അറിയാത്ത പിഞ്ചോമനയാണ്. ഏതോ ചിത്രം പകർത്താൻ വന്ന ഒരു ഫോട്ടോ എടുക്കാൻ വന്ന ഒരു ഫോട്ടോഗ്രാഫർ ഫോട്ടോ എടുത്തപ്പോൾ ആ മോള് വിചാരിച്ചു എന്നെ വെടിവെക്കുകയാണ്. ആ മോള് 2 കൈയും അങ്ങ് ഉയർത്തി നിൽക്കുകയാണ്. എപ്പോഴും ജീവൻ ബലിയർപ്പിക്കാൻ നടക്കുന്ന ലക്ഷക്കണക്കിന് സമുദായത്തിന്റെ മക്കളുണ്ട് റബ്ബേ. യമനിൽ കലാപമാണ്, മറ്റു പല സ്ഥലങ്ങളിലും പ്രശ്നങ്ങളാണ്. പടച്ചവനെ, ഞങ്ങൾ അവരുടെ സഹോദരങ്ങളാണ്. ഞങ്ങളെ ഏൽപ്പിക്കപ്പെട്ട ജോലി ദുആയാണ്. അല്ലാഹ് അവർക്ക് സലാമത്ത് നൽകണം റബ്ബേ. അവർക്ക് സലാമത്ത് നൽകണം അല്ലാഹ്. അവർക്ക് സലാമത്ത് നൽകണം റബ്ബേ. അവരെ നീ കാക്കണമല്ലോ. പടച്ചവനെ, ഇന്ത്യ മഹാരാജ്യത്തിന്റെ ജയിലറകളിൽ ഉൾപ്പെടെ പല ജയിലറകളിലും കടയുന്ന പലരുമുണ്ട് അല്ലോ. എല്ലാവർക്കും മോചനം നൽകണം റബ്ബേ. പടച്ചവനെ, പ്രഭാഷണ കേരളത്തിന് മറക്കാൻ പറ്റാത്ത ശബ്ദം അബ്ദുൽ നാസർ മഅദനിക്ക് മോചനം നൽകണേ അല്ലോ. സമ്പൂർണമായ ആരോഗ്യത്തോടെ പൂർണ്ണമായ മോചനത്തോടെ കടന്നു വരാ ആ സഹോദര തൗഫീഖ് നൽകണേ അല്ലോ. സമാധാനപൂർണമായി നിന്റെ ദീനിന്റെ സന്ദേശങ്ങൾ കൈമാറാ ആ സഹോദരന് നീ തൗഫീഖ് നൽകണം അല്ലോ. ഞങ്ങളുടെ ദുആകളെ നീ സ്വീകരിക്കണേ റബ്ബേ. പടച്ചവനെ, യുവത്വത്തിന്റെ മഹത്വത്തെ കുറിച്ച്, പുതിയ തലമുറയുടെ പോക്കിനെ കുറിച്ച് ഞങ്ങൾ അല്പം പറഞ്ഞവരാണ്. ഇവിടെ ഒരുമിച്ച് കൂടിയ ഒരു യുവാവ് യുവതിയെയും പടച്ചവനെ, ദുനിയാവിന്റെ പളപളപ്പിൽ പാപത്തിന്റെ കറകളിൽ നീ അകപ്പെടുത്തല്ലേ അല്ലോ. പടച്ചവനെ, വ്യക്തമായ കാഴ്ചപ്പാടോടെ അസ്രായേൽ പിന്നിലുണ്ടെന്നുള്ള ബോധത്തോടെ, അല്ലാഹു തന്ന വലിയ ഹിദായത്തിന്റെ പ്രകാശത്തോടെ, അതിവിശിഷ്ടമായ പ്രവാചകന്റെ ഉമ്മത്തിയാണെന്നുള്ള ബോധത്തോടെ ജീവിക്കാൻ ഏവർക്കും നീ തൗഫീഖ് നൽകണം റബ്ബേ. തൗഫീഖ് നൽകണം അല്ലാഹ്. തൗഫീഖ് നൽകണം അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളെ സ്നേഹിക്കുന്നവർ, സഹായിക്കുന്നവർ, സഹകരിക്കുന്നവർ, ഭക്ഷണം തന്നവർ, വിശ്രമം ഒരുക്കുന്നവർ, തമ്പുരാനേ, അവരുടെ കുടുംബങ്ങളിലൊക്കെ നീ ഖൈർ നൽകണം റബ്ബേ. ബറക്കത്ത് നൽകണം അല്ലാഹ്. ബർക്കത്ത് നൽകണം റബ്ബേ. എല്ലാ സാമ്പത്തിക തകർച്ചകളെ തൊട്ടും ശാരീരിക തളർച്ചകളെ തൊട്ടും നീ കാക്കണേ അല്ലാഹ്. പെട്ടെന്നുണ്ടാകുന്ന മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാഹ്. അവരുടെ മക്കളെയൊക്കെ സ്വാലിഹീങ്ങളാക്കണേ റബ്ബേ. ഇതുപോലെ നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിക്കാനും ഈ സന്തോഷം പങ്കിടാനും നീ തൗഫീഖ് നൽകണം അല്ലാഹ്. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. അല്ലാഹുവേ, ഇത്രയും അധികം ക്ഷമയോടെ ഈ സദസ്സിലിരുന്ന പണ്ഡിതന്മാർ, ഉസ്താദുമാർ, മറ്റു സാംസ്കാരിക നേതാക്കന്മാർ, പ്രവർത്തകർ, എല്ലാവർക്കും നീ ഖൈർ നൽകണം റബ്ബേ. അവരുടെ സേവനങ്ങളെല്ലാം പ്രത്യേകമായി നീ പരിഗണിക്കണേ അല്ലാഹ്. പടച്ചവനെ, ഒരുമിച്ച് കൂടിയ മുത്തഅല്ലിമീങ്ങളുണ്ട്, അവർക്ക് നാഫിയായ ഇൽമു നീ നൽകണം റബ്ബേ. ഞങ്ങളെ എല്ലാവരെയും നീ വിജയിപ്പിക്കണം അല്ലാഹ്. അല്ലാഹുമ്മ റബ്ബനാ റബ്ബനർഹംഹുമാ കമാ റബ്ബൗനാ സിഗാറാ റബ്ബി സിദ്നാ ഇൽമൻ നാഫിഅ ആമീൻ برحمتك يا أرحم الراحمين والحمد لله رب العالمين بحق
സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ്. اللهم صل على محمد يا رب صل عليه وسلم وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين. എല്ലാവരോടും ദുആ കൊണ്ട് വസിയത്ത് ചെയ്തുകൊണ്ട് തൽക്കാലം വിട. വആഖിറ ദഅവതി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.